നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സോളാർ സെഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചരിക്കുന്ന വിഷയം സോളാർ പാനൽ എന്നാണ്. അതിന്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ചും എങ്ങനെയാണത് നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ ഘടന, അപ്ഡേറ്റഡ് വിവരങ്ങള്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പരിചരിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം ചിന്തിക്കാമെന്ന് പറഞ്ഞത് അരമണിക്കൂർ സോളാർ പാനലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇനിയും ഇപ്പൊ ഒരു 10-30 പേരായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും നമുക്കൊരു 50 പേരോളം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്ക് കൂടെ അതിൽ നിന്ന് പ്രയോജനം കിട്ടാൻ വേണ്ടി ആദ്യം നമുക്ക് ചോദ്യോത്തരങ്ങൾ ചോദിക്കാം. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ആ പാനലിനെ കുറിച്ചുള്ളതും ഒരു ഡീറ്റെയിൽഡ് വിവരങ്ങൾ ചോദിക്കാം. നമ്മൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സോളാർ പാനലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ആദ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യാം. ഇന്നിവിടെ അരുൺ ഓക്കെ അല്ലേ? അരുൺ ബെന്നി മൈക്ക് കയ്യിൽ വേണ്ട. നമുക്ക് മറുപടി പറയാനായിട്ട് ബെന്നിയുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബെന്നി നമുക്ക് സംഭാവന ചെയ്യും. ബെന്നിയെ അതിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കുള്ളത് അരുൺ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അരുൺ ഇപ്പോൾ ലൈനിൽ വരും. നമുക്കിപ്പം ചോദ്യങ്ങൾ ആദ്യം തുടങ്ങാം. അതിനുശേഷം നമുക്ക് സോളാറിന്റെ പാനലിന്റെ വിശദാംശങ്ങൾ അരുണിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എല്ലാവരുടെയും അത് സ്വയമായി തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കുക. അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. അപ്പോൾ മറ്റ് ശബ്ദരഹിതമായിട്ട് മറ്റ് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ക്ലാസ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ അല്ലാതെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സർ, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ സർ? അല്പം ശബ്ദം കുറവുണ്ട്, പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. സർ, ഒരു ഡൗട്ട് ഉള്ളത്, നമുക്ക് ഒരു പാനലിന്റെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നതാണോ നമ്മൾ എടുക്കേണ്ടത്? അതോ മറ്റേ നോർമലി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന പോലെ ഇത്ര വാട്ട്സിന്റെ പാനലാണെങ്കിൽ അതിന്റെ എത്ര വോൾട്ട് എന്ന് വെച്ച് ആ വോൾട്ട് ഡിവൈഡ് ചെയ്ത് ഐഡിയൽ കണ്ടീഷൻ ആണോ എടുക്കേണ്ടത്? ഹലോ, എത്ര വാട്ടിന്റെ പാനൽ? ഒരു 100 വാട്ടിന്റെ പാനൽ എന്ന് പറഞ്ഞാൽ അത് 100 വാട്ട് തന്നെയായിരിക്കും. അല്ല സാർ, ഞാൻ ചോദിച്ചത് ഇപ്പം 100 വാട്ടിന്റെ 12 വോൾട്ട് പാനൽ ആണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 12 ആണോ എടുക്കേണ്ടത്? അതോ ഈ പാനലുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ മാക്സിമം കറണ്ട്, അയ്യോ അതിന്റെ ടെക്നിക്കൽ
മെഡിക്കൽ ടേം മറന്നുപോയി, ഐമാക്സ് അങ്ങനെ എന്തോ അല്ലായിരുന്നു, ആ അതിനെ കുറിച്ച് മാക്സിമം ആധികാരികമായിട്ട് ആംബിയർ അങ്ങനെ എന്തിനാ. നമുക്കിപ്പോ ഒരു 100 വാട്ടിന്റെ പാനലാണെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന മാക്സിമം ആംബിയർ തന്നെ ഒരു 5.5 5.6 ആയിരിക്കും. അത്രയും ആംബിയർ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ആ ഹാ ഹാ. ഒരു അല്ല 330 വാട്ട്സിന്റെ ഐഡിയൽ പാനാണെങ്കിൽ അത് കണ്ടീഷനാണോ എടുക്കേണ്ടത്? ആ പറഞ്ഞോളൂ സാർ. ഐഡിയൽ കണ്ടീഷൻ തന്നെ എടുക്കുന്നത്. ഐഡിയൽ മീൻസ് 100/12 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കുക. അത് തന്നെ. ഹലോ, അങ്ങനെ എടുക്കാം. അങ്ങനെ തന്നെ എടുക്കാം. അല്ല സാർ, ഞാൻ ഡൗട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാനലിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ സ്പെസിഫിക്കേഷനിൽ മാക്സിമം ഇത്ര കറണ്ട് അതാണോ? ഇപ്പൊ ഞാൻ പറയാം 380 വാട്ട്സിന്റെ മോണോപെർക്ക് പാനലില് അതിന്റെ സ്പെസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തേക്കുന്ന 10 വാട്ട്സ് മെൻഷൻ 10 ആംബിയർ മെൻഷൻ ചെയ്തിട്ടില്ല. 9 ആണ് അവര് മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അതാണോ എടുക്കേണ്ടത്, അതോ 380/24 അങ്ങനെ വേണമോ? അല്ല, ഈ പാനലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 9.6 ആണെങ്കിൽ ആ 9.6 തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായിരിക്കും അതിന്റെ മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് അല്ലേ? അതെ. ആ ഹലോ, അതായിരിക്കും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഒരു ഡൗട്ടും കൂടെ സാർ, ഇപ്പം സാധാരണ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇൻവേർട്ടേഴ്സ് ഓരോ ബ്രാൻഡിന്റെ ഈ മൈക്രോടെക് അല്ലെങ്കിൽ ലൂമിനസ് അതുപോലെ അവരൊക്കെ ചില ഇൻവേർട്ടേഴ്സിൽ അവര് VOC മെൻഷൻ ചെയ്തിട്ടില്ല, പകരം അവര് ഇത്ര ആംബിയർ അതിന്റെ കപ്പാസിറ്റി ഇത്ര ആംബിയർ എന്നാ മെൻഷൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റിയ പാനൽ ഏതാന്ന് എങ്ങനെയാ സാർ സെലക്ട് ചെയ്യുന്നത്? അത് ഈ നമുക്ക് ഈ സോളാർ PCU എന്ന് പറഞ്ഞ പല ഇൻവെർട്ടറുകളും ചിലപ്പോൾ ഒരുപക്ഷെ 0 ഡ്രോപ്പ് ചാർജ് കൺട്രോളായിരിക്കും വെക്കുന്നത്. അതായത് ലോ കോസ്റ്റ് ഇൻവെർട്ടറുകളൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ മിക്കവാറും 0 ഡ്രോപ്പ് ചാർജ് ആയിരിക്കും. അപ്പൊ അത് 12 വോൾട്ട് ആണെങ്കിൽ ഇപ്പൊ 12 വോൾട്ടിന്റെ ഇൻവെർട്ടർ ആണെങ്കിൽ അത് 12 വോൾട്ട് തന്നെ ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. ഇനി 24 വോൾട്ടിന്റെ ഇൻവെർട്ടർ ആണെങ്കിൽ അതിൽ നമ്മൾ 24 വോൾട്ട് തന്നെ കൊടുക്കുക. ആംബിയർ മാക്സിമം ഞാൻ കാണുന്ന ഒരു 20 ആംബിയർ വരെ 30 ആംബിയർ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും സാധാരണ ഈ നോർമൽ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പൊ നമുക്കത് അതിനകത്ത് MPPT ചാർജ് കൺട്രോൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ വോൾട്ടേജ് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ. MPPT ചാർജ് കൺട്രോള് നമുക്ക് ഇപ്പൊ ഈ കുറഞ്ഞ റേറ്റിൽ വരുന്നതൊന്നും MPPT വെച്ചിട്ടുള്ളതായിരിക്കില്ല. അതെ അതെ. അല്ല സാർ, ഞാൻ ഡൗട്ട് ചോദിച്ചത് ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 24ന്റെ മൈക്രോടെക്കിന്റെ ഞാൻ കണ്ടു, അതില് ആംബിയർ അവരെ മെൻഷൻ ചെയ്തേക്കുന്നത് 30 ആംസ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് ആ ഇൻവെർട്ടറിൽ. പക്ഷെ നമുക്ക് അതപ്പോ ഏത് പാനൽ അതിൽ കണക്ട് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ ഇപ്പം അതിൽ 24 വോൾട്ട് പാനൽ തന്നെ, അതായത് നമുക്ക് മാക്സിമം അവർ ഉദ്ദേശിക്കുന്ന ഓപ്പൺ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 അല്ല 40 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ ചാർജ് കൺട്രോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതല്ലേ, പക്ഷെ അത് VOC അതിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒത്തിരി നോക്കിയായിരുന്നു, അവർക്ക് ഒത്തിരിയും സ്പെസിഫിക്കേഷൻ എടുത്തായിരുന്നു. അവര് VOC മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കൂടിയ പാനൽ അത് വെക്കാനും പറ്റത്തില്ല. ഇപ്പൊ 30 ആംബിയർ മെൻഷൻ ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PWM ചാർജറിനുള്ള അല്ലെ 0 ഡ്രോപ്പ് ചാർജറിനുള്ളതായിരിക്കും അവരത് മെൻഷൻ ചെയ്യാത്തത്. കാരണം അതൊരു സോളാർ ഇതിനകത്തൊരു ബിസിനസ് കൂടെ ഉണ്ടല്ലോ. സോളാർ PCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5% ബില്ലടിക്കുന്നുള്ളതുകൊണ്ട് അത് ചാർജ് നമ്മുടെ ഈ സോളാർ PCU എന്ന് പറഞ്ഞാൽ MPPT വെച്ച് ഒരു 25,000 ഒക്കെ മുകളിലോട്ട് പോകുന്നതിനാണ് ശരിക്കും നമ്മുടെ ഒരു സോളാർ PCU എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ചെറിയ 5,000 രൂപ 6,000 രൂപ കിട്ടുന്ന ചെറിയ UPSകളും അത് സോളാർ PCU എന്ന് പറഞ്ഞ് ഈ ടാക്സ് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അവരത് ഈ പറഞ്ഞ ഓപ്പൺ വോൾട്ടേജ് ആയി കാണിക്കാത്തത്. അതിപ്പോ 12 വോൾട്ടിനാണെങ്കിൽ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുക, 24 വോൾട്ടിന് 24 ഇൻപുട്ട് വോൾട്ട് കൊടുക്കുക. അതായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ അല്ലേ? നമുക്ക് വേറെ കാര്യമുള്ള സാർ, 24ന്റെ ഒരു പാനലിനും VOC പല റേഞ്ച് അല്ലേ? അത് VOC പല റേഞ്ച് ഉണ്ടെങ്കിലും അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ നമ്മളെല്ലാ പാനലും നമുക്ക് ഒന്നിലെ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ 24 വോൾട്ട് എന്നുള്ള ഇപ്പം നമ്മുടെ മോണോപെർക്ക് പാനലൊക്കെ ആണെങ്കിൽ അതിന് ഓപ്പൺ വോൾട്ടേജ് 49-50 വരെയൊക്കെ VOC വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. അപ്പൊ അത് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള പറ്റിയ PWM ചാർജുകളായിരിക്കും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ കണക്ട് ചെയ്യുന്നോണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? കണക്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. നമുക്ക് ശരിക്കും മറ്റേത്
MPPT ആണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ ഒരു 150 വോൾട്ടൊക്കെ നമുക്ക് VOC കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോളാർ PSU എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്ന അങ്ങനെയുള്ള ഇൻവെർട്ടറുകൾ. VOC പറ്റി മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ഹലോ 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 സാർ, ഇവര് VOCയെ പറ്റി മെൻഷൻ ചെയ്യുന്നേ ഇല്ല ഇതില്. ഇത്ര ആംബിയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ കൂടിയ VOCയിലുള്ള പാനൽ കണക്ട് ചെയ്ത സിസ്റ്റത്തിന് അതുകൊണ്ട് കംപ്ലൈന്റ് വരുമോ? അതിപ്പം ഓരോ കമ്പനിക്കാരുടെ രീതി അനുസരിച്ചാണല്ലോ. പക്ഷേ ഒരു MPPT വെച്ചുള്ള ഒരു നല്ല കമ്പനി ഇൻവെർട്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവെർട്ടർ കൊടുക്കാവുന്ന വോൾട്ടേജിനെ കുറിച്ച് അവർ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പം വലിയ ഇൻവെർട്ടറുകളൊക്കെ ആണെങ്കിൽ ഓപ്പൺ വോൾട്ടേജ് 200 വോൾട്ട് 150 വോൾട്ട് കൊടുക്കാവുന്ന രീതി തന്നെയായിരിക്കും അവർ കാണിച്ചിരിക്കുന്നത്. ലോ കോസ്റ്റ് ഇൻവെർട്ടറിലോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ കാണുന്നത്. അതെ അതെ, അല്ല അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഏത് ജസ്റ്റ് 24ന്റെ ഏത് വേണേലും കണക്ട് ചെയ്യാം അല്ലേ? ആംബിയർ മാത്രം നോക്കിയാൽ മതി. കണക്ട് ചെയ്യാം, കുഴപ്പമില്ല, കണക്ട് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഓഡിയോ ക്ലിയർ അല്ല, നെറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പൊ 395 വന്നത് മോണോപ്പർക്ക് വന്നത്, അതില് സൈഡ് കട്ട് ഇല്ലാത്തതാണോ? അങ്ങനെയാണോ ഇപ്പോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മോണോപ്പർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മോണോപ്പർക്കാണെന്ന് പറഞ്ഞു തന്നതില് സൈഡ് കട്ട് ഇല്ല. പുതിയ ഡിസൈൻ അങ്ങനെയാ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാനും പഠിച്ചില്ല. എങ്ങനെയാണ് എന്തോ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഞാൻ അരുണ. അരുണ് ഒന്നിനാ ചോദ്യം ഒന്നിനെ ആവർത്തിക്കാമോ? ഹലോ, കേൾക്കുന്നില്ല. പുള്ളി ചോദിച്ചത് പാനല് 395ന്റെ പാനല് വന്നിട്ട് അത് 355 അത് പോളിയാണോ അല്ലെങ്കിൽ പെർക്കാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനെന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? അതായത് ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ടെക്നോളജി പുതിയ മാറിയിട്ട് ഇപ്പം നമുക്കിപ്പോ വരുന്നത് ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ ഇപ്പം പൊതുവേ ഉള്ളത് പെർക്ക് വരുന്നുണ്ട്. അത് പെർക്ക് പോളി വരുന്നുണ്ട്, പെർക്ക് മോണോയും വരുന്നുണ്ട്. അപ്പൊ ഈ പെർക്ക് എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാസീവേറ്റഡ് എമിറ്റർ റിയർ സെൽ, അതായത് അടിയിലൊരു അലൂമിനിയത്തിന്റെ ഒരു ഇത് BSF വെച്ചിട്ട് ഈ പറഞ്ഞ വിടുന്ന ലൈറ്റിനെ തിരിച്ച് ഇത് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ പെർക്ക് എന്ന് പറയുന്നത്. അത് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് ഇവര് പറഞ്ഞേക്കുന്നത് ഇനിയിപ്പം മോണോയും പെർക്കും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല ഇനിയും വരുന്നത്. അതായത് സെല്ലിന്റെ നമ്മൾ ഹാഫ് കട്ട് സെല്ല്, ഈ അങ്ങനെ കുറെ സെല്ലുണ്ട്. ഇപ്പൊ മോണോ വരുന്നത് ട്രഡീഷണൽ ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന രീതി അത് മാറ്റി. ഇപ്പം സെല്ല് കട്ടിങ് മെത്തേഡ് തന്നെ മാറി. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയണമെന്നില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഈ പറഞ്ഞ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അങ്ങനെ വെച്ചിട്ട് മോണോയും പോളിയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം അതിനകത്തിൽ ഇപ്പൊ വരുന്ന ടെക്നോളജിയുടെ ഒരു ഇതാ വരുന്നേക്കുന്നത്. അതായത് ഈ സെൽ മാനുഫാക്ചറിങ് ടെക്നോളജി തന്നെ മാറി. അതിനകത്ത് തന്നെ ഒരുപാട് ടെക്നോളജീസ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഇവിടെ പൊതുവെ ഉള്ളത് പോളിയും മോണോയും പെർക്ക് പോളി പെർക്ക് മോണോ അങ്ങനെ വരുന്നത്. ഈ വാരിക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. കാരണം അവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. വാരിയൊക്കെ മോണോ പെർക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അല്ല, ലാസ്റ്റ് വാരിയുടെ മോണോപ്പർക്ക് പുതിയത് വന്നതിനകത്ത് ആ ഒരു ഡയമണ്ട് കട്ടിങ് ഇല്ലാന്നാണ് പറഞ്ഞത് കേട്ടോ. ഡയമണ്ട് കട്ടിങ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ കട്ടിങ് രീതി മാറ്റി ഈ ഡയമണ്ട് കട്ടിങ് മാറ്റിയിട്ട് ഫ്ലാറ്റ് ആയിട്ട് അവര് അതായത് സ്ക്വയർ കട്ടിങ് ആക്കി. ഇപ്പൊ മോണോ സ്ക്വയർ കട്ടിങ് ആക്കി. സ്ക്വയർ കട്ടിങ് ആക്കി. അപ്പൊ ഈ അരുൺ പറഞ്ഞാൽ ഒറ്റയടിക്ക് തിരിച്ചറിയാൻ അതിന്റെ കളറുകൾ തന്നെ മറ്റേ ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും, ഇത് ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. കാരണം അതെനിക്കൊന്ന് വാരിയുടെ 400 തൊട്ട് മണ്ടക്കോട്ടാണ് ഇപ്പൊ അവര് ഇത് ഈ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള കട്ടിങ് വന്നേക്കുന്നത്.
അത് അതെ ഈ അതെ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ഹാഫ് കട്ട് സെല്ലിനും എല്ലാം ഈ പറഞ്ഞ ഇതാണ്. പിന്നെ ഷിംഗിൾഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഷിംഗിൾഡ് സെല്ലുണ്ട്. അതും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല മോണോയാണോ പോളിയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഇനി ആ ഡയമണ്ട് കട്ടിങ് വെച്ച് തിരിച്ചറിയുന്ന കാലം കഴിഞ്ഞു. അതൊരു 2018 കൂടി ആ കാലം കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ ടെക്നോളജിയാ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ ഇനിയിപ്പോ നമുക്ക് വരുന്ന സെല്ലുകളെല്ലാം ഡയമണ്ട് കട്ടിങ് അല്ലായിരിക്കും വരുന്നത്. ഇനി എല്ലാം വരുന്ന സ്ക്വയർ കട്ടിങ്ങാ. ഓക്കെ ഓക്കെ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പാനൽ മാനുഫാക്ചറിങ്ങിന് അതിൽ തന്നെ അല്ല സെൽ മാനുഫാക്ചറിങ്ങിന് തന്നെ വന്നേക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെർക്ക് എന്ന് പറയുന്ന സാധനം നേരത്തെ വന്നേ 2018 2017 കാലഘട്ടത്തിൽ തൊട്ട് പെർക്ക് നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു, മാർക്കറ്റിലുള്ളതാ പെർക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബൈഫേഷ്യൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് മൾട്ടി ബസ് ബാർ വന്നു, MBB വന്നു. അതായത് അത് കഴിഞ്ഞ് പിന്നെ സ്പ്ലിറ്റ് സെല്ല് വന്നു, പിന്നെ ഷിംഗിൾഡ് വന്നു, പിന്നെ IBC വന്നു, പിന്നെ HJT എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പാനസോണിക്കിന്റെ HJT എന്ന് പറയുന്ന മോഡലിനകത്ത് വരുന്ന HJT ടെക്നോളജിയാണ് ഇപ്പം ഹൈ എഫിഷ്യൻസിയിലായിട്ട് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ ഗ്ലാസ്സുമാണ് വരുന്നത്, ഫ്രെയിംലെസ്. ഇതാണ് പൊതുവെ മാർക്കറ്റിൽ ഇന്നുള്ളത്. ഇപ്പൊ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും എഫിഷ്യൻസി ഉള്ളത് LG പാനസോണിക്. അതായത് HJT ടെക്നോളജി. അതായത് നമുക്കിപ്പം എഫിഷ്യൻസി പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഒരു പാനലിന്റെ എഫിഷ്യൻസി പറയുന്നത്? ഓവറോൾ അത് കുറഞ്ഞ സ്ഥലം കൊണ്ട് സ്ഥലത്ത് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്കിപ്പം മാർക്കറ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ N ടൈപ്പ് ബേസ് ആയിട്ട്, അതായത് നമ്മളിപ്പം സാധാ ഇപ്പം നമുക്ക് മോണോയ്ക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ബേസ്, അതായത് സിലിക്കന്റെ ഇത് നമ്മുടെ സെല്ലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ബേസ് വരുന്നത് ഇതായിരിക്കും, P ടൈപ്പാ. കാരണം ഇത് PN ജംഗ്ഷൻ ആണ്. P ടൈപ്പും ഉണ്ട്, N ടൈപ്പും ഉണ്ട്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് P ടൈപ്പ് ആയിരിക്കും. നമുക്ക് ഈ HJT ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിനകത്തിൽ N ടൈപ്പ് സിലിക്കൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഒന്നതിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിനകത്തിൽ ഇമ്പ്യൂരിറ്റീസ് കുറവാണ്. അപ്പൊ N ടൈപ്പിന്റെ പ്രോസസ്സിങ് ഭയങ്കര കൂടുതലാണ്, അതിന് ഹൈ എഫിഷ്യൻസിയാ. അപ്പൊ സെല്ലിന് ഭയങ്കര ഹൈ എഫിഷ്യൻസി ആയിരിക്കും. മാത്രമല്ല ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കിന് ആ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഭയങ്കര കുറവായിരിക്കും, 0.22 ഒക്കെ ഉള്ളു. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഹൈ എഫിഷ്യൻസി ആയിരിക്കും അതിന്. അപ്പൊ ഇന്ന് മാർക്കറ്റിലുള്ള ഈ ടെക്നോളജി ഫോളോ ചെയ്യുന്ന പാനാസോണിക് ഉണ്ട്, പിന്നെ LG ഉണ്ട്, പിന്നെ സൺപവർ ഉണ്ട്, ട്രിന്നെ ഉണ്ട്, ജിങ്കോ ഉണ്ട്. ഇത്രയും ഒരു ഇതാണ്, ഇവരാണ് ഇത്രയും ഫോളോ ചെയ്യുന്ന ഒരു കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസ് ഒന്നുമില്ല. ടെക്നോളജി അല്ലേ? അതായത് ഹെട്രോ ജംഗ്ഷൻ സെൽ എന്നാണ് അതിന് പറയുന്നത്, ഹെട്രോ ജംഗ്ഷൻ സെല്ല്. അപ്പൊ HJT എന്നാണ് ആ ടെക്നോളജിയുടെ പേര്. അപ്പൊ നമ്മളിപ്പം കോമൺ ആയിട്ട് പാനാസോണിക്കിന്റെ ഒക്കെ പാനൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ HJT ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയും തിൻ ഫിലിമാന്ന് പറയും. ആക്ച്വലി അവിടെ 2 ലെയർ തിൻ ഫിലിമാണ് അതിന്റെ ഒരു, അതായത് അതിന്റെ ഒരു കോട്ടിങ് വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ടൈപ്പ് ആയിരിക്കും. അതിന്റെ ബേസ് വന്നേക്കുന്നത് N ടൈപ്പ് ആണ്. മുകളിലത്തെ റിയർ വ്യൂ വന്നേക്കുന്നത് P ടൈപ്പ് ആയിരിക്കും, റിയർ. ഇത് തന്നെയാണോ ഈ തിൻ ഫിലിം എന്ന് പറയുന്നത്? അല്ലല്ലോ അല്ലേ? അല്ല. തിൻ ഫിലിം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന HJT ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോ ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പൊ അതിനകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ലെയർ അതായത് അമോർഫസ് സിലിക്കൺ ആണ് ഈ പറഞ്ഞ തിൻ ഫിലിമിന്റെ ആ ഒരു ലെയർ. അതിന്റെ ഒരു ലെയർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഒരു ജംഗ്ഷൻ കൊടുക്കും. അതായത് മറ്റേ സിലിക്കൺ കൂടാതെ ഈ പറഞ്ഞ തിൻ ഫിലിമിന്റെ അമോർഫസ് സിലിക്കോണിന്റെ ഒരു 2 കോട്ടിങ് അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിന് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് നിന്ന് അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ രണ്ട് സിലിക്കണും അത് 2 ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് പാനലിന്റെ ഓവറോൾ എഫിഷ്യൻസി ഭയങ്കരമായിട്ടും കൂടും. അപ്പൊ പല വേവ് ലെങ്തിലുള്ള ലൈറ്റ്സിനെ അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി. ജസ്റ്റ് ഒരു ഇത്രേ ഉള്ളൂ, അമോർഫസ് സിലിക്കണിന്റെ ഒരു 2 കോട്ടിങ് വരുമെന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റി കുറവുള്ള 99.99 ആയിരിക്കും അതിന്റെ ഇമ്പ്യൂരിറ്റിയുടെ ഇത്.
അത് വരുന്ന ഒരു എൻ ടൈപ്പ് ക്രിസ്റ്റൽ സിലിക്കൺ ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്തിൽ MBB ആയിരിക്കും, അതായത് മൾട്ടിപ്പിൾ ബസ് ബാറുകളായിരിക്കും. അങ്ങനെ കുറെ ഇത് വരും. അത് കുറെ എല്ലാം കൂടെ ചേർന്നുള്ള ടെക്നോളജീസ് എല്ലാം കൂടെ വരുന്ന ഒരു സെല്ലായിരിക്കും അത്. MBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബസ് ബാർ എന്നാണ് പറയുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ ഇതിനകത്തിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബസ് ബാർ, 6 ബസ് ബാർ, 4 ബസ് ബാർ ഒക്കെയാണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബൺ ആയിരിക്കും. ആ ബസ് ബാറിന് പറയുന്ന റിബണാണ്. നമുക്ക് സെല്ലിനകത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകത്തിൽ 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഫിംഗേഴ്സും പിന്നെ ബസ് ബാറും. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ബസ് ബാറുകൾക്ക് ഒരു 4 പോലെ ഇരിക്കുന്ന ഫിംഗേഴ്സ്. ബസ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണും ഫ്ലാറ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ഓടിയേക്കുന്ന സെല്ലിൽ കൂടെ, അതാണ് ബസ് ബാർ. അപ്പം ഈ ബസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 5 എണ്ണം, 6 എണ്ണം, 4 എണ്ണം, അതൊക്കെ അങ്ങനെയൊക്കെയാ വരുന്നത്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 13 ബസ് ബാറുകളായിരിക്കും. അത് റിബൺ ടൈപ്പ് ആയിരിക്കത്തില്ല, റൗണ്ട് വയർ ആയിരിക്കും. റൗണ്ട് വയർ ടൈപ്പ് ആയിരിക്കും അതിന്റെ ബസ് ബാറുകൾ. അതായത് ചെറിയ നാരുകൾ പോലത്തെ ഒരുപാട് ബസ് ബാറുകൾ. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഷെയ്ഡിങ്, അല്ലെങ്കിൽ അത് ഷെയ്ഡിങ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ഇൻ കേസ് ഒരു മൈക്രോ ക്രാക്ക് വരും, അതായത് ഈ പറഞ്ഞ ഇത് ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്തോ മറ്റുള്ള സമയത്തോ എന്തെങ്കിലും ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ സെല്ലിനെ എഫക്ട് ചെയ്യാതെ അടുത്തുള്ള ബസ് ബാറിലൂടെ ബൈപ്പാസ് ചെയ്തു പോകത്തക്ക രീതിയിലായിരിക്കും അതിന്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത്. അതാണ് ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ട് ഇന്ന് മാർക്കറ്റിലുള്ളത്. HJT ടെക്നോളജി അല്ലേ? അതായത് HJT വിത്ത് ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HJT എന്ന് പറഞ്ഞ ഹെട്രോ ജംഗ്ഷൻ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ഈ പറയുന്ന മൾട്ടി ബസ് ബാർ ആണ്. പിന്നെ ഈ പറഞ്ഞ പെർക്ക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നമുക്കൊരു അലൂമിനിയം BSF കാണും. അതും ഇതിനകത്ത് രണ്ടിടത്തും വരുന്നുണ്ട്. അതായത് ഓവറോൾ അതിന് നല്ലൊരു ഇതായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം IBC ആണ്, അതായത് ഇപ്പം ഉള്ളതിൽ ഏറ്റവും നല്ല ടെക്നോളജി എന്ന് പറഞ്ഞാൽ IBC ആണ്. അതായത് ഇന്റഗ്രേറ്റഡ് ബാക്ക് കോണ്ടാക്ട് സെൽ എന്ന് പറയും. അപ്പൊ അത് ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡാ ഇതിന്റെ ഇത്. ഓരോ ദിവസവും സെല്ലിന്റെ ഇത് കൂടിക്കൂടി വരും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് P ടൈപ്പിലാണ് നമുക്ക് സാധാ പൊതുവെ എല്ലാത്തിനും ബേസ് വരുന്നത്. ഇതിന് ഈ പറയുന്ന പ്രീമിയത്തിനെല്ലാം വരുമ്പോഴത്തേക്കിനും അത് N ടൈപ്പ് ആയിരിക്കും, ബേസ് N ടൈപ്പ് ആയിരിക്കും. അതായത് N ടൈപ്പിനകത്തിലിപ്പോ നമ്മൾ ഡോപ്പ് ചെയ്യും, ഇത് കൺസ്ട്രക്ഷൻ സമയത്ത് ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതായിരിക്കും ഫോസ്ഫറസ് ആയിരിക്കും. P ടൈപ്പിനകത്ത് വരുമ്പോഴത്തേക്കിന് ബോറോൺ ആയിരിക്കും. അതാ വ്യത്യാസം തമ്മിൽ. കൺസ്ട്രക്ഷന്റെ ഇത് മാനുഫാക്ചറിങ് ടൈമിൽ ഭയങ്കര കോസ്റ്റ് കൂടുതൽ N ടൈപ്പ് ഉണ്ടാക്കാനായിട്ട്. അതാ വ്യത്യാസം. വലിയ കഥയുള്ള കഥയല്ല, പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ഉള്ളത്. നമ്മളിതൊന്നും വലിയ അധികാരികമായിട്ട് ഇതൊന്നും ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് പോവും. ഹലോ, അടുത്ത ചോദിച്ചോളൂ. അരുൺ, നമുക്ക് ആ പ്രസന്റേഷൻ ഒന്ന് നടത്തിയേക്കാം അല്ലേ? ഏതാണ് ചേട്ടാ? സോളാർ പാനലിനെ കുറിച്ചുള്ള ഐഡിയ. IBC ടെക്നോളജി വരുന്ന പാനൽ ഏതാണുള്ളത് ഇപ്പൊ? അല്ല, IBC അല്ല ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞത്. IBC വന്നേക്കുന്നത്. IBCയുടെ ഇപ്പൊ വന്നേക്കുന്നത് സൺഫ്ലവറിനുണ്ട്. സൺഫ്ലവർ അല്ല, സൺഫ്ലവർ മാക്സിമം 4 എന്ന് പറഞ്ഞിട്ട് ഒരു 400 വാട്ട്സിന്റെ വന്നിട്ടുണ്ട്. പിന്നെ LGയുടെ നിയോൺ R എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വന്നിട്ടുണ്ട്. ആൽഫ RECയുടെ ആൽഫയ്ക്ക് വന്നിട്ടുണ്ട്. ലോങ്കിയുടെ ഇമോഫോറിന് വന്നിട്ടുണ്ട്. ഇതിനൊക്കെയാണ് പുതിയ ഇത് വന്നേക്കുന്നത്. ഈ സൺപവറും LG ആണ് ഇതിനകത്തിൽ ഈ പറഞ്ഞ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്തിൽ ഇച്ചിരി കൂടെ ആയിട്ടിരിക്കുന്നത്. സൺപവർ ആണ് ഷിംഗിൾ ടെക്നോളജി കൊണ്ടുവന്നത് കൺസ്ട്രക്ഷന്റെ. ഈ പറഞ്ഞേക്കുന്ന ആദ്യം ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഈ പറഞ്ഞ മോണോയ്ക്ക് ക്രിസ്റ്റലായിട്ട് കാണുന്നില്ല, അതിന്റെ കൺസ്ട്രക്ഷൻ മാറ്റിയിട്ട് കൂടുതൽ ഇത് കൊണ്ടുവന്ന ഷിംഗിൾ ടൈപ്പ് കൊണ്ടുവന്നത് സൺപവർ ആണ്. LG അതിനകത്തിൽ നല്ലൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നിയോൺ R എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് മോഡലാണ്. അപ്പൊ അതിനകത്തിലേക്ക് വന്നിട്ടുണ്ട്.
അതിന്റെയൊക്കെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഏകദേശം 22 വരും, 22.1 വരും. അതിനൊക്കെ പിന്നെ ബാക്കിയുള്ള എല്ലാ ഈ പറഞ്ഞേക്കുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള LGക്ക്, സൺപവർ, REC, പിന്നെ സോളാരിയ, പിന്നെ പാനാസോണിക്, ക്യൂസെൽ, ജിങ്കോ, ട്രിന, പിന്നെ കനേഡിയൻ, ഇവർക്കൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഒരു ഇതിൽ വരുന്നുണ്ട്. ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞേക്കുന്ന N-type സെല്ലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ആണ്. ഇവരെല്ലാം ഇതിനകത്തിൽ നല്ല രീതിയിലുള്ള ലീഡേഴ്സാ. അതിനകത്തിൽ പുതിയ പുതിയ ടെക്നോളജി ഇനിയിപ്പോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇപ്പം അതിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി സമയത്തും പ്രൊഡക്ഷൻ നടത്തുന്ന സെല്ലുകളുടെ ഡെവലപ്മെന്റ് ആയി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 10 വർഷം കഴിയുമ്പോഴത്തേക്കാണ് അത് വരും മാർക്കറ്റിൽ. അതായത് രാവിലെയും രാത്രിയിലും വരും പ്രൊഡക്ഷൻ. ആ ഒരു ടൈപ്പ്. ഈ IBCയുടെ ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ലെന്നുള്ളതാണ് അല്ലേ? ഈ പറയുന്ന അതായത് ഈ ഷെയ്ഡ് എന്ന് പറയുന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് വെച്ചിട്ടല്ല ആക്ച്വലി ഇവര് ഈ പറയുന്ന ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് ഇത് ചെയ്യണം. ഇപ്പം ഈ പറയുന്ന ഷെയ്ഡിങ്ങിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് MBB ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് പറഞ്ഞാട്ടെ. അല്ല, വേറെ ചോദ്യമാണ്. കഴിഞ്ഞോ മറ്റേ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞെങ്കിൽ അടുത്ത ചോദിക്കാൻ. ഇതായത് ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്ക് ഈ എക്കണോമിക്കലായിട്ട് ഇതാകണം. ഇതിനൊന്ന് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം പെർ വാട്ടിന് 80 രൂപ വരും. അതൊക്കെ എങ്ങനെ മുതലാകാനാണ്? എത്ര എഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കിന് പറയുക എന്നുള്ളതല്ലോ. പിന്നെ 54 രൂപ തൊട്ട് വരുന്നുണ്ട് HJT, 54 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിലുള്ള പ്രൊജക്റ്റിനാണെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഇത് എക്കണോമിക്കലായിട്ട് എന്ന് മുതലെടുക്കാനായി ഈ പറയുന്ന രീതിയിലൊന്നും പ്രീമിയം ആയിട്ട് വെച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അല്ല അതുകൊണ്ട് പ്രൊജക്റ്റിനായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഹലോ, പറഞ്ഞേ. അത് നമ്മള് നോർമലി ഇപ്പൊ സോളാർ പാനൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എർത്തിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടോ? എർത്തിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്ട്രക്ചർ എർത്ത് ചെയ്യേണ്ടതാണ്. അല്ല, അത് സെപ്പറേറ്റ് എർത്തിങ് ആണോ അത് നമ്മുടെ കോമൺ എർത്തിലേക്കാണ് പോകേണ്ടത്? സ്ട്രക്ചർ അതായത് കോമൺ എർത്തിങ് അല്ല. നമുക്കിപ്പോ സ്ട്രക്ചർ ഇപ്പം ലൈനിങ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എർത്തിങ് എല്ലാം നമുക്കാണെങ്കിൽ താഴെ ഇന്റർലൂപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറും ഈ പറയുന്ന പാനൽ ഫ്രെയിമും കൂടെ ഇപ്പം എല്ലാരും ചിലർക്ക് ഞാൻ കണ്ടു വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ DC-ക്കകത്ത് കൊണ്ടുവന്നിട്ട് DC ഒറ്റ എർത്തായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതായത് സ്ട്രക്ചർ എർത്ത് സെപ്പറേറ്റ് ചെയ്യും, ലൈനിങ് സെപ്പറേറ്റ് ചെയ്യും, DC സെപ്പറേറ്റ് ചെയ്യും, AC സെപ്പറേറ്റ് ചെയ്യും. മൊത്തം 4 എർത്ത് വരുന്നവരുണ്ട്. എന്നിട്ട് ലൈനിങ് ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ ലൂപ്പ് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ എല്ലാം കോമൺ ആയിട്ടുള്ള എർത്ത് പ്രോപ്പർ ആണെങ്കിൽ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പൈപ്പോ പ്ലേറ്റോ ബെറ്റർ? അത് നമ്മൾ പൈപ്പോ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് പ്രൊഡക്റ്റ് അല്ലല്ലോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിന്റെ ഒരു പ്രൊജക്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാതെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കാണും. അതായത് പ്രൊജക്റ്റ് ആയിട്ട് കാണുമ്പോഴത്തേക്കിനും പ്രൊജക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം കൊണ്ട് ഒരു ഇൻവെർട്ടർ കൊണ്ട് മേടിച്ചു വെച്ചു, അതുകൂട്ടായിരിക്കല്ലോ നമ്മളൊരു സോളാർ ചെയ്യുമ്പോഴത്തേക്കിനും അതൊരു പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഒരു 1 കിലോ വാട്ട് ആയിക്കോട്ടെ, 1/2 കിലോ വാട്ട് ആയിക്കോട്ടെ, പോട്ടെ, ഒരു പാനലായിട്ട് ചെയ്യും. നമ്മൾ അതിനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് സമീപിക്കുമ്പോഴാണ് അതിനകത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാനലിന്റെ എഫിഷ്യൻസി ആയാലും ഏതിന്റെ കാര്യമായാലും സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ആയാലും കൂടുന്നത്. അപ്പൊ നമ്മൾ ഈ പൈപ്പിന്റെ എർത്തിങ് ആണെങ്കിലും പ്ലേറ്റ് എർത്തിങ് ആണെങ്കിലും നമ്മൾ ആ ഒരു സൈറ്റിന് അനുയോജ്യമായിട്ട് അവിടുത്തെ ഒന്ന് എർത്ത് റെസിഡിവിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ചിലത് കാണത്തില്ല. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അനുയോജ്യമായിട്ടുള്ളതിൽ അതിൽ തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഈ പൈപ്പ് ആയാലും പ്ലേറ്റ് ആയാലും തിരഞ്ഞെടുക്കാനായിട്ട്. അതിപ്പോ ഏതായാലും ഇത് ലൈനിങ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർലിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. സാറേ, അതുപോലെ ലൈറ്റിനിങ് അറസ്റ്റ് കൊടുത്താലും റിട്ടേൺ കയറി വരുന്നുണ്ട്, ലൈറ്റിനിങ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് AC കൂടെ അല്ലാതെ കയറി വരുന്നുണ്ടോ? അങ്ങനെ എഫക്ട് ഉണ്ടാവുമോ? ന്യൂട്രൽ സർജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈനിങ് അറസ്റ്റർ ലൈനിങ് അറസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈമറി ആണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ KCB ലൈനിങ് കൂടെ അതിനകത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ SPD വെക്കുന്നത്, സർജ് വെക്കുന്നത്. അതായത് ന്യൂട്രൽ സർജ് മറ്റുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ ആ ട്രാൻസിയന്റ് വോൾട്ടേജ് ഡൗൺ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന SPD വെക്കുന്നത്. പിന്നെ ലൈനിങ് അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഗ്യദോഷമാണ്.
അല്ല, ഇതിപ്പോ നമ്മള് ഒരു ഓഫ് ഗ്രിഡ് എതിർത്തിങ്ങനെ സംഭവം വന്നിരിക്കുന്നു. അത് അങ്ങനെയുണ്ടെങ്കിൽ കപ്പാസിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിടുക. അതായത് നമുക്ക് KCB സപ്ലൈ കയറുന്നുണ്ടല്ലോ, ആ ന്യൂട്രലിനകത്തിലും ഫേസിനകത്തിലും ഒരു ടൈപ്പ് 2 ടൈപ്പ് 1+2 കൊണ്ടിട്ടാൽ മതി. ഒരു SPD കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്താൽ മതി. അങ്ങനെ സാറേ ഒന്നുകൂടെ പറയോ? അല്ലാതെ നമുക്ക് ബോഡി എർത്തിങ് കൊടുക്കുക, ബോഡി ഇൻവെർട്ടറിന്റെ ബോഡി എർത്തിങ് ആവശ്യമുണ്ടോ? ബോഡി എർത്ത് ചെയ്യണം. ബോഡി എർത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് സേഫ്റ്റി അല്ലേ. ഈ പറഞ്ഞ സാധനത്തിന് എക്യുപ്മെന്റ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രലിനകത്തിൽ എത്ര ബോഡി എർത്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ല. ട്രാൻസ്ഫർ വോൾട്ടേജ് വരുമ്പോഴത്തേക്കും അതിന്റെ എക്യുപ്മെന്റ് പോവുക തന്നെ ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന SPD ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന ട്രാൻസ്ഫർ വോൾട്ടേജിനെ സപ്രസ് ചെയ്ത് കളയാനായി ഇതിനെ എഴുതി കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 3 ടൈപ്പിലുള്ള SPDs ഉണ്ട്. അതിനകത്തിൽ ഏത് SPD ആന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ KCB ലൈൻ വന്ന് കയറുന്ന, അതായത് KCB എന്നുള്ള സർജിനെ നമുക്ക് കളയേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള സർജസ് കുറവായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് വിട്ടിട്ട്. പിന്നുള്ള ഈ പറയുന്ന KCB എന്നുള്ളതിന് ഇത് ചെയ്യാൻ വേണ്ടി ആ ഒരു SPD കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻകമിങ് കൊടുക്കണം. ഇൻകമിങ് കൊടുത്തിട്ട് അതിനെ എർത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഒഴിവായി കിട്ടും. അത് എക്സ്പെൻസീവ് ആണോ? എന്തോ അത് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്? ഇത് ഓഫ് ഗ്രിഡ് ചെയ്തെടുത്താണ്. ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. വലുതോ ചെറുതോ ചെയ്യുമ്പോഴത്തേക്കിന് ഈ സാധനത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് സെപ്പറേറ്റ് പുറത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതാ വരുന്നത്, KCB ലൈൻ ആയിരിക്കും വരുന്നത്. അതിന്റെ ഒരു ഫേസ് ന്യൂട്രലും വന്നിട്ട് ഇൻവെർട്ടറിനകത്ത് കയറും. ആ കയറുന്നതിന് മുമ്പ് ഒരു ബ്രേക്കറും അതിന് പാരലായിട്ട് ഒരു SPD, ഒരു ടൈപ്പ് 2 SPD, അതിന് 1300 രൂപ 1200 രൂപ റേഞ്ചിൽ കിട്ടും. അത് മേടിച്ചിടുവാണെങ്കിൽ, ഒരു 2 ബോൾ മേടിച്ചിടുവാണെങ്കിൽ ഈ പറയുന്ന, എന്നിട്ട് അതിനെ എർത്ത് ചെയ്യുക. പിന്നെ DC സൈഡിൽ വരുവാണെങ്കിൽ ഈ വലിയ സിസ്റ്റം ഓഫ് ഗ്രിഡ് ആണെങ്കിൽ ഏകദേശം ഒരു എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു DCയുടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു DC SPD കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൈനിങ്ങിൽ ആ ഒരു വിഷയം മാറി കിട്ടാൻ ചാൻസ് അല്ല. കാരണം ഈ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കണിശം ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ലൈനിങ്ങിന്റെ കാര്യത്തിൽ. 100% ഉറപ്പ് ആരും പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന ലൈൻ സർജിൽ 100% ഒഴിവായി കിട്ടും. കാരണം സർജ് അത് പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും, ട്രാൻസ്ഫർ വോൾട്ടേജ് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതിനെ അങ്ങനെ എർത്ത് ചെയ്താൽ മതി. അതിനകത്ത് വലിയ കുഴപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടൈപ്പ് 2 SPD മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. അത് AC സൈഡിൽ കൊടുത്താൽ മതി. ഈ പറഞ്ഞ കൊണ്ട് 1300 ഏകദേശം 2 കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 1300 900 ഏകദേശം 2100 രൂപയ്ക്കകത്ത് ഈ പറഞ്ഞ SPDയുടെ കഥ തീരും. പിന്നെ അതിനെ എർത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ കഥ. ചിലര് MOV പൈസ കുറയ്ക്കാൻ വേണ്ടി MOV ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. MOV എന്ന് വെച്ചാൽ മെറ്റൽ ഓക്സൈഡ് വേരിയസ്റ്റർ. ഇത് തന്നെയാണ് ഈ SPD ആകത്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ MOV എന്ന് പറഞ്ഞൊരു മെറ്റൽ ഓക്സൈഡ് വേരിയസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ MOV ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ക്ലാമിംഗ് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് അപ്പൊ നമുക്ക് പല വോൾട്ടേജിലാണ് കിട്ടുന്നത്. 280, 270, 360. ഇപ്പൊ DC വരുവാണെങ്കിൽ 500, 600, 1000 അങ്ങനെ വോൾട്ടേജാ. അപ്പൊ ആ വോൾട്ടേജ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ട്രാൻസ്ഫർ വോൾട്ടേജിന്റെ ലിമിറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് അത് തിരഞ്ഞെടുത്ത് ഒരു MOV ഇട്ടാലും കുഴപ്പമില്ല. പൈസ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ഒരു മാർഗമുണ്ട്. 120 രൂപയുടെ കാര്യമേ ഉള്ളൂ MOV. അരുണേ, കസ്റ്റമർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1+2 തന്നെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതെ, ഈ ഓഫ് ഗ്രിഡ് വെക്കാൻ ഇച്ചിരി ധൈര്യം കാണിച്ച കസ്റ്റമർ ആണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി തലയ്ക്ക് ഇതുള്ളതായിരിക്കും. അപ്പൊ എന്തായാലും പുള്ളിക്കാരടുക്ക പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. വീട്ടുകാർക്കും പ്രൊട്ടക്ഷനാ. ഒരു അതായത് അവരുടെ ഇൻകമിങ് സൈഡിൽ ഒരു ടൈപ്പ് 1+2 കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. ലൈനിങ് സ്പൈക്ക് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും വീട്ടിലോട്ടുള്ള ഈ പറഞ്ഞ KCB എന്ന് വരുന്ന സർജിനെ ഒന്നും ഇത് ചെയ്യത്തില്ല. 1+2 ഏകദേശം ഒരു 13,000 രൂപ മാത്രം വില വരും. അത് ചെയ്യുമ്പോ നല്ല രീതിയിൽ എർത്തിങ് ആകുമ്പോൾ ഒരു 20,000 നമുക്ക് കോസ്റ്റ് വരുന്ന കണക്ക് കൂടണം. അതെ, എർത്തിങ് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടെ ചെയ്യുമ്പോ
അടുത്ത ചോദ്യം ചോദിച്ചോളൂ. കേക്കാം, പറഞ്ഞോ. SPD സെപ്പറേറ്റ് എർത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടോ? SPD മാത്രം എങ്ങനെയാണ്? SPD മാത്രമേ സെപ്പറേറ്റ് എർത്ത് ചെയ്യുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? SPD അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, SPD അതിനകത്ത് മതിയായ എർത്തിങ് SPD കൊടുക്കണം, അല്ലെങ്കിൽ അത് വെക്കുന്നത് വെറുതെയാണ്. നമ്മള് അത് സാറേ ഓൺ ഗ്രിഡിലെ അത് സെപ്പറേറ്റ് മാത്രം ചെയ്യുന്നതുകൊണ്ട് ഓൺ ഗ്രിഡിലാണ് ഉദ്ദേശിച്ചത്. സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യണം അങ്ങനെ, അല്ലെങ്കിൽ അത് മറ്റേ ലിങ്ക് ചെയ്യാതെ ബാറിൽ ലിങ്ക് ചെയ്യാതെ. അല്ല, നമ്മളെ അവസാനം ഇന്റർ കണക്ട് ചെയ്ത് നോക്കുന്നതിന്റെ തെറ്റൊന്നുമില്ല. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ അവരുടെ എർത്ത് നല്ലതാണ്, നമ്മൾ ശരിയായ രീതിയിൽ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ 1.2 മീറ്റർ ഉള്ള എർത്ത് റാഡാണ് കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായ റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഞാനൊക്കെ പലപ്പോഴും ഒരു 2-2.5 മീറ്റർ എങ്കിലും ടാറ്റയുടെ GI പൈപ്പ് ഇട്ട് എർത്ത് ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ചെയ്തിട്ടാണ്. അതുകൊണ്ട് അത് ടൈപ്പ് 1+2 കൂടി ആണെങ്കിൽ ഏകദേശം ഒരു 90% നമുക്ക് ഈ സർജിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആവും. നമുക്ക് ടൈപ്പ് 2 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സർജി പൊട്ടറിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എർത്ത് ചെയ്യുന്ന റാഡ് അല്ലെങ്കിൽ പ്ലേറ്റ് അതിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ മിക്കവാറും. അത് എനിക്ക് ഏറ്റവും നല്ലത് ഒരു 2-2.5 മീറ്റർ എങ്കിലും ടാറ്റയുടെ ഒരു 2 ഇഞ്ചിന്റെ പൈപ്പ്, ഒന്നുകിൽ അത് ടാറ്റയുടെ ആണെങ്കിൽ ഹോട്ട് ടിപ്പ് ഗാൽവനൈസ് ആയിരിക്കും. അങ്ങനെ ഹോട്ട് ടിപ്പ് ഗാൽവനൈസ് ചെയ്തേക്കണേ ഒരു 2-2.5 മീറ്റർ പൈപ്പ് ചെയ്ത് ടൈപ്പ് 1+2 ഒരു സർജൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പല സൈറ്റിലും അത് വെച്ചോടൊന്നും പ്രശ്നം സാറിന് അതിൽ കാണാറില്ല. മിക്കവാറും നമുക്ക് കംപ്ലൈന്റ് കൂടുതൽ കാണുന്നത് നമുക്ക് ഈ 1.2 മീറ്റർ വരുന്ന എർത്ത് വെച്ചിട്ട് ടൈപ്പ് 2 മാത്രം വെച്ച് കഴിയുമ്പോൾ അവിടെ ഈ സർജ് പോയി കാണാറുണ്ട്. ഓൺ ഗ്രിഡിലാണ്. ഓൺ ഗ്രിഡിൽ എത്രയാണ് എർത്ത് നമ്മൾ മൊത്തം ഓൺ ഗ്രിഡ് വരെ വരുമ്പോഴത്തേക്കിനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് AC ഇപ്പൊ ഇൻവെർട്ടറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇൻവെർട്ടറിനകത്തിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ നിന്ന് ഒരു എർത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഇൻവെർട്ടേഴ്സിലെല്ലാം ഒരു MOV ഉള്ളതാ. ഈ പറയുന്ന സർജിൽ നിന്ന് ട്രാൻസിയന്റ് വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻവെർട്ടറിന്റെ ഗ്രൗണ്ട്, അതായത് ഇൻവെർട്ടറിന്റെ ബോഡി. അപ്പൊ ഇതായിരിക്കും നിങ്ങൾ AC എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന. പിന്നെ AC സൈഡിൽ ഒരു SPD കൂടെ വരുന്നു. അപ്പൊ ഇത്രയാണ് AC-യുടെ ഒരു AC SPD എന്ന് പറഞ്ഞാൽ അത് എർത്ത് സെപ്പറേറ്റ് ചെയ്യണം. അത് ബാറിൽ തന്നെ ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചത്. ഒരു ബാറിൽ തന്നെ ബാറിൽ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ എർത്ത് അത്രയ്ക്കും പ്രോപ്പർ ആയിരിക്കണം. ഇപ്പൊ നമ്മള് ബെഞ്ച് അതായത് എർത്ത് ബെഞ്ചിൽ ചെയ്യുമ്പോഴത്തേക്കിന് അപ്പൊ നിങ്ങളുടെ എർത്ത് അത്രയ്ക്കും നല്ല ഇതായിരിക്കണം. അതായത് എർത്തിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നൊക്കെ എത്രയാണെന്ന് എനിക്ക് പ്രായോഗികമാണെന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് അതാരും അങ്ങനെ അടിക്കത്തില്ല, അടിച്ചു താത്ത് വെച്ച് പോകത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എർത്തിങ്ങിൽ അത്രയ്ക്ക് ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഇത് എർത്തിങ് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾ എവിടെ കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഒരു ഇതില്ല. ഇത് ഇന്റർലിങ്ക് ചെയ്തിട്ടും, അതായത് ഞാൻ പറഞ്ഞോട്ട് ഇത് ലൈൻലി എല്ലാം ഒഴിച്ചിട്ട് ബാക്കി ഇന്റർലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പൊ എർത്തിങ് എവിടാണോ പ്രോപ്പർ ആയിട്ടുള്ളത് അങ്ങോട്ടേ ഫ്ലോ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ SPD സെപ്പറേറ്റ് എർത്ത് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല. AC കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടും കിട്ടാനില്ല. എവിടോട്ടാണോ നല്ല ഫ്ലോ ഉള്ളത് അങ്ങോട്ടേ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക. കോസ്റ്റ് നല്ലതാണ്, നല്ലതല്ലെന്ന് പറയുന്നില്ല, നല്ലതാണ്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ അതിന്റെ ഇത് നോക്കുക. ഓൺ ഗ്രിഡിന് SPD കൊടുക്കണോ അല്ലേ? ഓൺ ഗ്രിഡിന് നല്ല സാറേ. ഇത് ഇപ്പൊ നമ്മളിപ്പോ സോളാറിന്റെ പറയുന്നതുകൊണ്ടാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. ഒരു വീട്ടിലൊരു SPD നല്ലതാണ്. അതാണ് അതിന്റെ നല്ല എർത്താണെങ്കിൽ 2 എർത്ത് അടിച്ചാൽ മതി അല്ലേ? 2 എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് ഹെവി എർത്താണ് ഞാൻ പറയുന്നത്.
എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിക്കുമ്പോഴത്തേക്കിന് നമ്മളിപ്പോ എർത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോ അടിക്കുമ്പോഴത്തേക്ക് ഒന്ന് കിട്ടിയില്ലേ ഒന്ന് കിട്ടണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളിപ്പോ DC സൈഡിൽ അടിക്കുവാണെങ്കിൽ DC SPD മണ്ടൊക്കെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് DC SPD കൊടുക്കുമായിരിക്കും. എന്നിട്ട് അതായിരിക്കും ഈ 2 എർത്ത് എന്ന് പറയുന്നത്. അല്ലെ DC ബെഞ്ചിലായിട്ട് കൊടുക്കുമായിരിക്കും. സ്ട്രക്ചർ സെപ്പറേറ്റ് വന്ന് കയറുക, DC സെപ്പറേറ്റ് വന്ന് കയറുന്നതാണ് ഉചിതം. ബെഞ്ചിൽ കൊടുക്കുക അല്ലേ? സ്ട്രക്ചർ പാനൽ സെപ്പറേറ്റ്, പിന്നെ ഞാൻ പറഞ്ഞ DC സെപ്പറേറ്റ്, AC SPD കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇതിനെ മൂന്നിനെ കൊണ്ട് ഇന്റർലിങ്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈനിങ് സെപ്പറേറ്റ് കൊടുക്കാം. 4 എർത്ത് വരും. അപ്പൊ ടെക്നിക്കലായിട്ട് ഫീസിബിൾ ആയിട്ടുള്ള അതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം ലൊക്കേഷനെ ബേസ് ചെയ്ത് ലൈറ്റിംഗ് സെപ്പറേറ്റ് ആയിരിക്കണം. അത് മസ്റ്റ് ആണ്. ലൈനിങ് 5 മീറ്റർ മിനിമം വേണം. 5 മീറ്റർ മിനിമം വേണം. 5 മീറ്റർ വേണം. 5 മീറ്റർ എന്ന് പറയാം. 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു വർക്ക് എടുത്തിട്ട് 5 മീറ്ററിലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്ക് കിട്ടത്തില്ല. ഞാൻ ഇതിപ്പോ സൈറ്റിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ചിലപ്പം വീടിന്റെ പുറകിൽ ചെറിയൊരു കാന കാണും. ആ കാനയോട് ചേർത്ത് അടിച്ചു വെച്ച് പോകാനേ നമുക്ക് പ്രായോഗികമായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലേ, എല്ലാം സൈറ്റ് കണ്ടീഷനാ. സൈറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിരിക്കും. ഈ പറയുന്ന തിയറികളെല്ലാം നമുക്കാണെങ്കിൽ ഒരു സമയത്ത് കണ്ണടക്കേണ്ടതായിട്ട് വരും ഈ പറഞ്ഞ ഇൻസ്റ്റലേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക്. പരമാവധി അപ്പൊ അതിന് പ്രായോഗികമായിട്ട് എന്താണോ ഇതുള്ളത് അത് ചെയ്യുക. എല്ലാത്തിനും ഒരു സെക്കൻഡ് ഓപ്ഷൻ കാണുമല്ലോ. ഇലക്ട്രിസിറ്റി ബോർഡ് അനുവദിക്കുക അനുമതി കിട്ടുമെന്നൊക്കെ അത് സൈറ്റ് ഡിപെൻഡന്റ് ആണ്. ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു 1.2 മീറ്ററിന്റെ ഒരു എർത്ത് റാഡ് കണ്ടാൽ മതി. അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു വീട്ടിൽ നല്ലൊരു പ്രൊജക്ട് ചെയ്തിട്ട് അവിടെ മതിയായ എർത്ത് ചെയ്ത് നമുക്കും പ്രൊട്ടക്ഷനായി നമുക്ക് സേഫ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അല്ലെങ്കിൽ ഇൻവെർട്ടർ അടിച്ചു പോകും. അല്ല നമ്മുടെ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഓരോന്നോരോന്ന് പോകും. പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ എർത്തിങ്ങിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളിപ്പോ ഓഫ് ഗ്രിഡ് ചെയ്താലും ഓൺ ഗ്രിഡ് ചെയ്താലും നമുക്ക് തൃപ്തിയാവുന്നത്രയും എർത്ത് ശരിയായ രീതിയിൽ. ഇപ്പൊ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ 1.2 മീറ്റർ വെച്ച് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പല സൈഡിലും ഒരു 3 മീറ്റർ പൈപ്പ് 2 അല്ലെ 2.5 ഇഞ്ചിന്റെ 3 മീറ്റർ ഉള്ള പൈപ്പൊക്കെ താത്തിയിടാനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ താത്തിയിട്ട് കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ടൈപ്പ് 1+2 സർജ് വെച്ചെടുത്ത് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അതാണ് അരുൺ പറഞ്ഞ പോലെ തന്നെ ഓരോ സൈഡിലും നമുക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ടി വരും. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നല്ല ഒരു സർജ് പൊട്ടറ്റ്, നല്ല സർജ് പൊട്ടറ്റ് പറഞ്ഞാൽ ടൈപ്പ് 1+2 തന്നെ വെക്കണം. ടൈപ്പ് 2 വെച്ച് കഴിഞ്ഞാൽ അത് MOV ആണ്. ചിലപ്പോൾ നല്ല ലൈറ്റിംഗ് പൊട്ടിത്തെറിച്ച് പോകും, നമ്മുടെ എക്യുപ്മെന്റ്സ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മള് KSEB സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ 4 അടി ഉള്ള ഒരു എർത്തറാഡ് കുഴിച്ചിട്ട് എർത്തറാഡ് ഉണ്ടെങ്കിൽ KSEBക്ക് അത് മതി. പക്ഷെ ശരിക്കും ശരിയായ ലൈറ്റിംഗ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ലൈറ്റിംഗ് ഇതൊന്നും നിൽക്കത്തില്ല. എർത്തിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്റ്റ്. അത് വീട്ടുകാരുടെ സേഫ്റ്റി അല്ല, വർക്ക് ചെയ്യുന്നത് നമുക്ക് കൂടെ സേഫ്റ്റിയാണ്. അപ്പൊ അതാണ് അതിനകത്തിൽ അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രേ ഉള്ളൂ. പിന്നെ SPD-ക്കകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയുന്നതോറും അതിന്റെ ക്വാളിറ്റിക്ക് കുറവ് വരും. അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതിനകത്തിൽ ടൈപ്പ് 2-നകത്തിൽ വിത്ത് GD ട്യൂബ്, വിത്തൗട്ട് GD ട്യൂബ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്തിൽ വോൾട്ടേജ് ഉണ്ട്, ഇന്ന വോൾട്ടേജ്. അപ്പൊ നിങ്ങളുടെ ഏത് ഇൻവെർട്ടർ ആണോ, ഓൺ ഗ്രിഡിനകത്തിലെ ഇൻവെർട്ടർ ആണോ, അതിന് അനുയോജ്യമായിട്ടുള്ള SPD-കൾ കാണും. അവരൊരു ട്രാൻസിയൻ വോൾട്ടേജ് പറയും. ആ വോൾട്ടേജിന് അനുയോജ്യമായിട്ടുള്ള വരും. അപ്പൊ നിങ്ങൾ വില നോക്കുന്നതിന് ഉപരി ഇങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൺ ഗ്രിഡിനകത്തിലെ കുറെ നമുക്ക് ഓൺ ഗ്രിഡ് ആയാലും ഓഫ് ഗ്രിഡ് ആയാലും കുറെ പരിധി വരെ കംപ്ലൈന്റുകൾ ഒഴിവാക്കുക. കാരണം വെച്ചു പോയി കുറെ പേര് പെട്ട് നിൽക്കുന്നവരെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു 2-3 ദിവസത്തെ ഇത് വരും. അതായത് ഈ ഇൻവെർട്ടറിന്റെ അല്ലെങ്കിൽ അകത്തെ SPD പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിന് കംപ്ലൈന്റ് വരും. അങ്ങനെ അവസാനം ബോർഡ് മാറ്റാൻ വേണ്ടി ഇൻവെർട്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ SPD ഏത് നിങ്ങളുടെ ഇൻവെർട്ടറിന് അനുയോജ്യമായിട്ടുള്ള ഏതാണോ ആ ഒരു ട്രാൻസ്ഫർ വോൾട്ടേജിനകത്തുള്ള ഒരു SPD തിരഞ്ഞെടുക്കുക, വില നോക്കാതെ. കാരണം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ACDBക്ക് നമുക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കിലോ വാട്ടിന് ചിലപ്പോൾ ഒരു 3000 രൂപ അല്ലെ 3500-4000 രൂപ ആയിരിക്കും വരുന്നത്. അതിനകത്തിൽ വിത്ത് GD ട്യൂബ് ഉള്ളതിന് വരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 6000 രൂപ ആയിരിക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് 5000 ഉള്ളതിന്റെ അടുക്കലോട്ട് പോകും. 5000 ഉള്ളത് മേടിച്ചുകൊണ്ട് വരും. അപ്പൊ അതിനകത്തിലുള്ള കമ്പണന്റിന്റെ
ആ ഒരു ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ല. 10 പ്രൊജക്ട് ചെയ്ത് ഒരു 9 കംപ്ലൈന്റ് വരുന്നതിനേക്കാളും നല്ലതാണ് 5 പ്രൊജക്ട് ചെയ്ത് 0 കംപ്ലൈന്റ് വരുന്നത്. സാറേ 5 കിലോവാട്ടിന് മുകളിലോട്ടുള്ളതിനൊക്കെ 4 എർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ എർത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞത് എർത്ത് കൊടുക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് 5 എർത്ത് കൊടുക്കുന്നുണ്ട്. 5 എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 5 എർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്ത് വേണം, 1.5 മീറ്ററിൽ ഇത് കൊണ്ടുവന്നിട്ട് ഒരു അടപ്പാണ്. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് എന്ന് പറഞ്ഞ എർത്തിന്റെ കമ്പിക്ക് 200 രൂപയും എർത്തിന്റെ പാട്ടയ്ക്ക് 610 രൂപയായിരിക്കും. അപ്പം അവിടെ എന്തുവാണ് കോസ്റ്റിംഗ് നടക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം പാട്ടയ്ക്ക് അവർ വില കൂടുതൽ കൊടുക്കുന്നത്, എന്നിട്ട് ആ പാട്ട മണ്ണിട്ട് മൂടുകയും ചെയ്യും. എന്തിനാ പാട്ട വെക്കുന്നതെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതൊരു പ്രൊജക്റ്റിൽ അങ്ങ് കൊടുക്കുക, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുക. ഓൺ ഗ്രിഡിനും പ്രൊഡക്റ്റിനകത്തിലെ പ്രധാനമാണ് ഈ പാട്ട. അതായത് ഈ പറയുന്ന ഇത് എർത്ത് ചേംബർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട. അതിന് എർത്ത് കമ്പിയെക്കാട്ടിലും വില കുറവാ. ഈ പറയുന്ന നമുക്കാണെങ്കിൽ ബെനിച്ചേട്ടൻ പറഞ്ഞോട്ട് ഈ പറയുന്ന GA പൈപ്പ് ഇട്ടായാലും പ്രോപ്പറായിട്ട് അതിനകത്തിൽ ആ ഒരു വെള്ളത്തിന്റെ ഒരു അംശം നിന്ന് അവിടെ ആണെങ്കിൽ ആ ഒരു ഇത് വരണം, റെസിഡ്യൂ വരണം. അതിനുവേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം 4 എർത്ത് ചെയ്താലും നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡിൽ ചെയ്യണം. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ബെൻഡോണൈറ്റ് ക്ലേ ഉപയോഗിക്കുന്നത്. ഈ ബെൻഡോണൈറ്റ് ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ചാക്കിനകത്ത് വരുന്ന 5 കിലോയുടെ എർത്ത് കോമ്പൗണ്ട് എന്ന് പറയുന്ന സാധനമാണ് ഈ ബെൻഡോണൈറ്റ് ക്ലേ പ്ലസ് അതിനകത്ത് മെറ്റാലിക് പൗഡർ കൂടെ വരുന്നതാണ് കണ്ടക്ടിവിറ്റി ഇത് കിട്ടാൻ വേണ്ടി. ഗ്രാവൈറ്റിന്റെ ഇതുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കലക്കിയിട്ട് നമ്മൾ ചിലരാണെങ്കിൽ അത് പൈപ്പിനകത്തിൽ ഒരു PVC പൈപ്പിനകത്തിൽ കലക്കി മൊത്തത്തിൽ അത് പേസ്റ്റ് ആക്കി അതിനകത്തിൽ ഒഴിച്ച് അത് കലക്കി ഇളക്കി വെച്ച് ചെയ്യുന്നവരുണ്ട്. ചിലരത് ചുമ്മാതെ കുടഞ്ഞിട്ടിട്ട് മണ്ടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പോകുന്നവരുണ്ട്. പ്രോപ്പറായിട്ട് കരിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മളത് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മൾ 4 എർത്ത് ചെയ്തിട്ടും അതിന്റെ ഇത് ചെയ്യുന്ന വാല്യൂ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം 4 എർത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് AC DC ഇൻവെർട്ടർ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? AC DC ഇൻവെർട്ടർ സ്ട്രക്ചർ ലൈറ്റിങ് മൊത്തം 5 എർത്ത് അങ്ങനെ വരും. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി അല്ലേ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാഴികയല്ല. ഞാൻ പറഞ്ഞില്ലേ SPD സെപ്പറേറ്റ് എർത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ഒരു പാത്ത് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മളിപ്പം ഒരു ബെഞ്ചിലോട്ട് കൊടുക്കുന്നതും ഒരു ഇതിലോട്ട് കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പൊ ഇത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏതാണോ പാത്തുള്ളത് അതിൽ കൊടുക്കുന്നത് വളരെ ഒരു ഇതാ. ഈ SPD ഇൻവെർട്ടറിന് അടുത്ത് തന്നെ കൊണ്ടുവെക്കണമെന്നില്ല. SPD നമുക്ക് ഏറ്റവും താഴെ കൊണ്ടുവെക്കാം. അതായത് ഫീഡിങ് എവിടെ നിന്നാണോ ഫീഡ് ചെയ്യുന്നത് അവിടെ വെക്കാം SPD. മനസ്സിലായോ? ഇപ്പൊ ഈ ACDB എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് ഇൻവെർട്ടറിന്റെ അടുത്ത് വെച്ച് രണ്ടെണ്ണം എടുത്ത് വെക്കും. എന്നിട്ട് നല്ല ഷോ ആണ്. അപ്പൊ അതിനകത്തിൽ SPD വരും. ഈ SPD എന്ന് പറയുന്ന സാധനം അതിനകത്ത് കൊണ്ടുവെക്കണം. ACDBക്കകത്ത് SPD വരണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. അല്ല, ഈ ACDB എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഈ ACDB എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് ACDBക്കകത്ത് ആക്ച്വലി നമ്മളിപ്പം DB എന്താണ്, വയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വിടുന്ന കുറച്ച് ബ്രേക്കേഴ്സ് വെച്ചേക്കുന്നതാണ് DB. അപ്പൊ നമുക്കിപ്പം ഈ പറയുന്ന എന്തായാലും താഴെ ഒരു സെൻഡിങ് എൻഡിൽ ഒരു ഇത് വെക്കും. എന്തായാലും ഒരു സെൻഡിങ് എൻഡിൽ നമ്മളൊരു MCB വെക്കും. സെൻഡിങ് എൻഡിൽ തന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ SPD ആണെങ്കിലും വെക്കാം. വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് എടുത്ത് കൊടുത്താൽ അത്രയും നല്ലത്. നിങ്ങൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്നതും പിന്നെ മീറ്റർ ബോക്സിന്റെ ബോഡി ഈ പറയുന്ന ഇൻവെർട്ടറിന്റെ ബോഡി സെപ്പറേറ്റ് എടുത്ത് കൊടുത്താൽ അത്രയും നല്ലത്. എല്ലാം നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ എല്ലാ സാധനം കൂടി ഇന്നോ ഇപ്പൊ 3 കിലോവാട്ട് 1,60,000 രൂപയ്ക്കോ 1,50,000 രൂപയ്ക്കും ചെയ്യാൻ നടക്കുന്നവരെടുക്ക നമ്മൾ ചോദിട്ട് ഞങ്ങൾ 5 എർത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. അതാ സത്യം, റിയാലിറ്റി അതാണ്. നമ്മളിപ്പം അപ്പൊ ചെയ്യുന്ന കാര്യം നല്ല പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. നമുക്ക് അത്രയും ബെനിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് അത്രയും കംപ്ലൈന്റ് കുറവാണ്. കാരണം ബെനിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് അത്ര നമുക്കറിയാം. ഞങ്ങൾ ഇത്രയും നാളായിട്ട് നമുക്കറിയാം എത്തിങ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം ഗുണം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പം ചെയ്യുന്നിടത്ത് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാം. അതുപോലെ നമ്മൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അടുത്ത ഒരെണ്ണം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കണക്ഷൻ എങ്ങനെയായിരിക്കും പോകുന്നത്? ഇതിന്റെ എന്ത് കണക്ഷൻ ആണ്? ഇലക്ട്രിക്കലി കണക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത് അതോ KCBയുടെ ഇതാണോ ലൈസൻസിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്?
ലൈസൻസിന്റെ രണ്ടും ഇപ്പം നമ്മളത് മറ്റേ ആദ്യം ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് അതിലേക്ക് പാരലൽ സീരീസ് കണക്ഷൻ അങ്ങ് കൊടുത്തു വിടുകയല്ലേ ചെയ്യേണ്ടത്? അതായത് നിങ്ങളിപ്പം വെച്ചേക്കുന്ന എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുവാണ്. അതിന് എൻഹാൻസ്മെന്റ് എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ ചെയ്ത സാധനത്തിനെ എൻഹാൻസ് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ KCBയിൽ ഒരു അപേക്ഷ കൊടുക്കുക എൻഹാൻസ്മെന്റ്. അപ്പൊ അങ്ങനെ അവരത് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഇത് പ്രോസസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ആദ്യം മുതൽ അത് ഫീസിബിലിറ്റിക്ക് തന്നെ കൊടുത്താൽ പോരെയോ? കൊടുത്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ആദ്യം പഴയ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് അതിന് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അത് KCBയിൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർ ആ നിലവിലുള്ള ഇതിനകത്തിൽ ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് തരും. പിന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അവർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകും. അത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ ചാലുവാക്കിയാൽ മതി. അതിന് മുമ്പേ ചാലുവാക്കാം. അതിലൊന്നും കഥയൊന്നും ഇല്ല. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇൻവെർട്ടർ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റുമല്ലേ, അതോ ഇൻവെർട്ടറിനകത്തിൽ ഓവർലോഡ് ചെയ്യുവാണോ? അല്ല, ഇൻവെർട്ടർ മാറ്റുവാണ്. വേറെ ഇൻവെർട്ടറും വെച്ച് ഇല്ല മാറ്റുന്നില്ല. പഴയ ഇൻവെർട്ടർ അവിടെ തന്നെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ അടപ്പ് ചെയ്യുവാണ്. 2 കിലോവാട്ടോടെ നമ്മൾ കൂടുതൽ ഓൺ ഗ്രിഡ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ പുതിയ ഇൻവെർട്ടർ വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഹലോ, പുതിയത് വെക്കുന്നുണ്ട്. അതെന്തിനാ ഇനിയും? അപ്പൊ എത്ര കിലോ വാട്ടിന്റെയാണ് ഇപ്പൊ ഇരിക്കുന്നത്? ഇപ്പൊ ഒരു 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞിട്ട് 2 കിലോവാട്ട്. വിഷം കുടിച്ച് ചത്തവനെ ഈ തല്ലിക്കൊല്ലുന്നെന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. വെറുതെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇപ്പം പിന്നെ ഇരട്ടി പണിയാ, ഇരട്ടി കോസ്റ്റാ വരുന്നത്. ഇതിനെ വെച്ചേക്കുന്ന ഇൻവെർട്ടറിന് എത്ര വഴക്കമുണ്ടെന്ന് നോക്ക്. എന്നിട്ട് അതിനെ തിരിച്ചെടുത്ത് വെക്ക്. അപ്പൊ അത് നിങ്ങൾക്കൊരു ഒന്നെങ്കിൽ ആ ഒരു കുറഞ്ഞ എമൗണ്ടിന് ആ സാധനം വന്ന് കയറും. എന്നിട്ട് ഈ പറയുന്ന 2 കിലോ വാട്ടും 3 കിലോ വാട്ടും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നും കാര്യമൊന്നുമില്ല. ഇൻസ്റ്റലേഷന്റെ കാര്യത്തിനായാലും പ്രൊഡക്റ്റിന്റെ കാര്യത്തിനായാലും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരു 5 കിലോ വാട്ട് ഒരു ഇൻവെർട്ടർ അങ്ങ് മൊത്തത്തിൽ പ്രപ്പോസ് ചെയ്തിട്ട് അത് കൊടുക്കുന്നത് നല്ലത്. ഒരു കസ്റ്റമർ ആണെങ്കിൽ, ഒറ്റ കസ്റ്റമർ ഒരേ വീടാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. ഹലോ, എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല. കസ്റ്റമർക്ക് വെച്ചിട്ട് 0 ബില്ലിംഗ് ആണ്. കസ്റ്റമർക്ക് ഓൺ ഗ്രിഡ് എനിക്ക് ക്ലിയർ ആകുന്നില്ല, കട്ടായി തോന്നും. ഹലോ പറഞ്ഞോ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? നമ്മള് കസ്റ്റമർക്ക് 3 കിലോ വാട്ട് വെച്ച് അവർക്ക് 0 ബില്ലിംഗ്. ഹലോ, കട്ടായി അവർക്ക് ഇനി ഒരെണ്ണം കൂടെ വെക്കണം. അതിന്റെ കൂടെ ഒരു 2 കിലോ വാട്ട് കൂടെ വെക്കണമെന്ന് പറഞ്ഞു. വേറെ കുറച്ച് ലോഡ് കൂടെ അവർക്ക് വരുന്നുണ്ട്. അപ്പോഴോ ഒരു 2 കിലോ വാട്ട് കൂടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് വെച്ചിട്ട് അങ്ങനെ എന്താണ് പ്രോബ്ലം? എന്തെങ്കിലും ഉണ്ടോ? പ്രോബ്ലം എന്തോന്നും പ്രോബ്ലം? പൈസ ഉള്ളവരാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞില്ല, പൈസ ഉള്ളവരല്ലേ ഇരിക്കുന്നത്. ഞാൻ ടെക്നിക്കലായിട്ട് ഒരു ഇത് പറഞ്ഞതാണ്. ഞാൻ ഫീസിബിൾ ആണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഞാൻ പറഞ്ഞ പറഞ്ഞ 2 സാധനം 3-ന്റെ 2 സിസ്റ്റം വെച്ച് വെറുതെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ആദ്യം തൊട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. 5ആകുമ്പോഴത്തേക്കിനും എന്തായാലും നിങ്ങൾ ഇപ്പൊ 2 സ്ട്രിങ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് അത് ചെയ്യുന്നത്. അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. അതൊരു എനിക്ക് തോന്നുന്നില്ല അത് എൻഹാൻസ്മെന്റ് ആയിട്ട് വരും. അത് എൻഹാൻസ്മെന്റ് ആയിട്ട് തന്നെ വരും. നിലവിൽ ഫീസിബിലിറ്റി അവർക്ക് അവൈലബിൾ ഉള്ളതല്ലേ. ഓൾറെഡി അവര് ഗ്രിഡുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്നതല്ലേ KCB ആയിട്ട്. അപ്പൊ അത് എൻഹാൻസ്മെന്റ് ആയിട്ട് വരും. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ്. ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ അത് ആ രീതി ചെയ്യുന്നതാണ് നല്ലത്. ഈ 2 ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 സപ്ലൈയേഴ്സിന്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളുള്ള ഏതാണോ ഫീസിബിൾ ആ രീതി ചെയ്യുന്നതാണ് ഉചിതം. ഈ പറഞ്ഞ കേസ് നമുക്ക് എനിക്ക് വരുവാണെങ്കിൽ ഞാൻ സാധാരണ ഗതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞേക്കുന്ന 3 കിലോ വാട്ട് ഇൻവെർട്ടർ ഞാൻ റിട്ടേൺ എടുത്തിട്ട് പകരം ഒരു 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ വെച്ചിട്ട് ആ പറയുന്ന AJBയും ഇതുമെല്ലാം അതിനകത്തിൽ അപ്പൊ അധികം റീവർക്ക് ഇല്ല. വലിയ റീവർക്ക് വന്നാൽ എനിക്കാണെങ്കിൽ ഒരു ബൈബാക്കിനാണെങ്കിൽ ഒരു 3 കിലോ വാട്ട് ഇൻവെർട്ടർ കുറഞ്ഞ റേറ്റിൽ സെക്കൻഡ് റേറ്റിനകത്തിൽ കയറി വരുവാണ്.
അപ്പൊ ആ രീതിയിൽ അപ്പൊ നിങ്ങൾ വർക്കൗട്ട് ചെയ്തൊന്ന് നോക്കിയാട്ടെ ഏതാണോ ഉചിതമായിട്ടുള്ളത് ആ രീതി ചെയ്യുന്നതാണ്. ഇതിനകത്ത് ടെക്നിക്കലായിട്ട് ഞാൻ ഈ പറഞ്ഞ KSEB ആയിട്ട് വലിയ ഇതുള്ളതല്ല, എൻഹാൻസ്മെന്റിന് കൊടുത്താൽ മതി. അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, രണ്ടാമതും ടെസ്റ്റ് ചെയ്യും. അല്ലാതെ മറ്റേന്ന് പറയാൻ കസ്റ്റമർ ഫിനാൻഷ്യലി പ്രോബ്ലം ഇല്ല, ചെയ്തോളാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യാനും പറഞ്ഞിരിക്കുക. അപ്പൊ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരു കമ്പൈനർ ബോക്സ് വെക്കേണ്ടതായിട്ട് വരും. ഒരു കമ്പൈനർ എന്ന് വെച്ചാൽ 2 ഇൻവെർട്ടർ കൊണ്ടുവന്ന് ഒരുമിച്ച് യോജിപ്പിക്കുമല്ലേ? അതെ അതെ അതെ. രണ്ട് കമ്പനിയുടെ ആയിരിക്കത്തില്ലേ? അതെ അതെ അതെ. ഇത് ഒരേ സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പം സെപ്പറേറ്റ് റീഡിങ്. അപ്പൊ ഇത് കൊണ്ടുവന്ന് നിങ്ങൾ ഈ KSEB ആയിട്ട് ലിങ്ക് ചെയ്യുന്നൊരു പോർട്ട് ഉണ്ടായിരിക്കും. ചിലപ്പം മീറ്റർ ബോക്സിന്റെ അവിടെ ആയിരിക്കും, അല്ലെ DBയുടെ അവിടെ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ഇത് കൊടുത്താലും മതി. അവിടെ ഒരു ഇതിട്ടെ കപ്പിൾ ചെയ്ത് വിട്ടാലും കുഴപ്പമില്ല. ടെക്നിക്കലായിട്ട് വരാനുള്ള പ്രോബ്ലം, നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർമോണിക്സോ ഫ്ലിക്കറിങ്ങോ ഒന്ന് ചിലപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാം. സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞൊരു ടൈം അവിടെ വന്നേക്കാം. പിന്നെ വരാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. എക്കണോമിക്കലി അവർ ഓക്കെ ആണെങ്കിൽ. അല്ല അരുൺ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കസ്റ്റമർക്ക് സംബന്ധിച്ച് അവർക്ക് അത് ബൈബാക്ക് ചെയ്തിട്ട് ഒരു പുതിയ സിസ്റ്റം തന്നെ കൊടുക്കുന്ന തന്നെയായിരിക്കും. ഞാനിപ്പോ അങ്ങനെ വർക്ക് ഞാൻ ഇന്നലെ ചെയ്തു. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് കുറവുണ്ട്. സ്റ്റാൻഡ് ബൈക്ക് വേണ്ടിട്ട് ഒരു ഇൻവെർട്ടർ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അത് അതിനപ്പുറത്തോട്ട് ചിന്തിക്കണം. അപ്പം അവർക്ക് വെക്കാൻ സൗകര്യമാണെങ്കിലേ പിന്നെ നമ്മൾ ഇപ്പം 2 ഇൻവെർട്ടർ വെച്ചിട്ട്, ഞാനത് ആദ്യമേ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ അവരുടെ കസ്റ്റമറിന്റെ സ്കോപ്പാണ്. കസ്റ്റമറിന് കുഴപ്പമില്ല, പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് അത്രയും കൂടെ ലാഭമല്ലേ ചെയ്യുന്നവർക്ക്. കോംപ്ലിക്കേഷൻ അത്രയും കുറഞ്ഞു. കോംപ്ലിക്കേഷൻ അത്രയും കുറഞ്ഞു. അപ്പൊ അത് ഏതാണോ ഉചിതം, സാറിന് ഏതാണോ ഉചിതം അത് ചെയ്യുന്നതാണ് നല്ലത്. എന്റെ ഒരു അഭിപ്രായത്തിലും എന്റെ ഒരു ഇതിലും ഞാൻ പറഞ്ഞതാണ്, നമുക്ക് അതായത് സാറ് ചെയ്യുവാണെങ്കിൽ, ഒരു കമ്പനി എന്നുള്ള നിലയിൽ സാറ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരാളുടെ ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയി, കൊണ്ടുവന്ന് അവിടെ കയറ്റാനായിട്ട് ഒരു സിസ്റ്റം കിട്ടുക. അതിനകത്തിൽ വലിയ ഒരു ഇത് കിട്ടത്തില്ല. അപ്പൊ അത് നോക്കിയിട്ട് ഏതാണോ നല്ലതെന്നുള്ള ആ രീതിയിൽ തിരഞ്ഞെടുക്കുന്നത് നല്ലത്. ടെക്നിക്കലായിട്ട് ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് വരാനായിട്ട് ചാൻസ് ഉള്ളത് കൂടുതൽ. സാറേ ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോട്ടെ. സാറേ അപ്പൊ ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഹാർമോണിക്സ് നോക്കുക, സർക്കുലേറ്റിംഗ് മറ്റേ മെത്തേഡ് ഇതിനകത്തുള്ള എന്തെങ്കിലും ഉണ്ട് ചെക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ, വരുന്നില്ലല്ലോ അല്ലേ? ഏത് എങ്ങനെ ഈ രണ്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനുള്ള അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ക്യാരക്ടറിസ്റ്റിക് ഉള്ള 2 സിങ്ക് ചെയ്യാനായിട്ട് പോവാണ്. അതായത് പാരലായിട്ട് ഓടിക്കാൻ പോവാണ് 2 അതായത് നിങ്ങളൊരു DJ എടുത്താലോ, അപ്പൊ അതിന് കുറച്ച് ക്രൈറ്റീരിയ ടെക്നിക്കലായിട്ട് വരും. ടെക്നിക്കലായിട്ട് വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഹാർമോണിക്സ്, സീക്വൻസ്, പിന്നെ സർക്കുലേറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് ടേംസ് വരും. പക്ഷെ അതിന് ഇത് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഇതാണെങ്കിലും അതിനെ കൂടുതലായിട്ട് ബാധിക്കേണ്ടതായിട്ടില്ല. കാരണം 2 സെപ്പറേറ്റ് സിസ്റ്റമാണ്, കപ്പിൾ ചെയ്യുന്ന ഒരിടത്താണ്, പിന്നെ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പൊ അതിനകത്തിലോട്ട് വലിയ ബാധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ടെക്നിക്കലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. 5 കിലോവാട്ടിനകത്ത് വലിയ പറയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ വരുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യമാണ്. കസ്റ്റമർക്ക് നല്ല നഷ്ടമാണ്, ദോഷം പറയരുതല്ലോ. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല, കണ്ണു അടച്ചുകൊണ്ട് വെച്ചാൽ മതി. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കും കുറച്ച് ലാഭമായിരിക്കും മറ്റേത്. കാരണം ഇതൊരു വർക്കായിട്ടായിരിക്കത്തില്ലല്ലോ, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതല്ല, അപ്ഗ്രഡേഷൻ അല്ലേ. അപ്പൊ അവർക്ക് നാളെ ഇപ്പം വേറൊരാൾ വന്നിട്ട് പറയാം, അയ്യോ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഉചിതം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ 2 വെച്ച് കഴിയുമ്പോഴത്തേക്കിനും വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് കംപ്ലൈന്റ് ആയാലും ഒന്ന് വർക്ക് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കംപ്ലൈന്റ് ആകുമ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് 5 കിലോവാട്ടിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏതാണോ ഉചിതം പോലെ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ബെറ്റർ. ഇതിപ്പോ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ മോണോ പെർക്ക് ഇട്ടിരിക്കുന്നിടത്ത് പോളിക്രിസ്റ്റലൈനോട് ആഡപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കമ്പൈൻ ചെയ്താൽ
കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരേ തരത്തിലുള്ള പാനൽസ് യൂസ് ചെയ്യാനാണ് അത് നല്ലത്. അപ്പം അങ്ങനെ പോകുന്നത്, അതായത് ഒരേ ഇതായിട്ടുള്ള പാനൽസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ ഇത് റേഷ്യോ ഭയങ്കര കുറവായിരിക്കും അങ്ങനെ ആണെങ്കിൽ. അല്ലെങ്കിൽ മറ്റേ സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ റേഷ്യോ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ അത് നോക്കിയിട്ടാണെങ്കിൽ എത്ര വർഷം പഴക്കമുള്ളതാണ് ഈ 3 കിലോ വാട്ട്? അതൊരു 6 months ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും മാർക്കറ്റിൽ ആ പാനൽ അവൈലബിൾ ആയിട്ടായിരിക്കുമല്ലോ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഈ പറഞ്ഞോട്ട് ഹൈ എഫിഷ്യൻസി പാനലിട്ട് വേണമെങ്കിൽ 2 കിലോ വാട്ട് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ 2 കിലോ വാട്ട് ഇൻവെർട്ടറും 3 കിലോ വാട്ട് ഇൻവെർട്ടറും തമ്മിൽ വലിയ പ്രൈസ് വേരിയേഷൻ ഇല്ല, വലിയ വ്യത്യാസമില്ല, മാർക്കറ്റിൽ വലിയ വ്യത്യാസമില്ല. 2 കിലോ വാട്ടിന്റെ AJBയും 2 കിലോ വാട്ടിന്റെ ACDBയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങൾ പിന്നെ 3 തന്നെ ചെയ്യാനായിട്ട് പിന്നെ നടക്കണം. പിന്നെ അല്ലെങ്കിൽ ആ ബസ് മാർക്ക് തന്നെ പിടിച്ചു കൊടുക്കോ എങ്ങനെയെങ്കിലും അത് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ ലൈറ്റ്നിങ് അറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ അടുത്ത് ചെയ്യുമ്പോൾ അവിടെ അറസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ലൈനിങ് അറസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെത്തേഡ് ചെയ്യാം. ഒന്ന് സ്പിയർ മെത്തേഡ്, പിന്നെ ബോൾ മെത്തേഡ്, പിന്നെ മെഷ് മെത്തേഡ്. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ്ങിന്റെ എത്രത്തോളം ഉയരത്തിലാണ് അത് കവർ ചെയ്യുന്നത്, ആ 45 ഡിഗ്രി ആംഗിളിലുള്ള എത്രയാണോ കവർ ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ ലൈറ്റിംഗ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെച്ചേക്കുന്ന സ്പൈക്ക് നിങ്ങളുടെ പാനൽ മൊത്തം കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഒരിക്കലും നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ ബോട്ടിൽ 5 കിലോ വാട്ടിന് ഇത്ര സ്പൈക്ക് അത്ര സ്പൈക്ക് എന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് കവേർഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. 3 കിലോ വാട്ടിന് 5 കിലോ വാട്ട് വെക്കുന്ന സിംഗിൾ സ്പൈക്ക് ആണെങ്കിലോ ഏത് മൾട്ടി സ്പൈക്ക് ആണെങ്കിലോ റൗണ്ട് സ്പൈക്ക് ആണെങ്കിലോ സ്പീഡ് സ്പൈക്ക് ആണെങ്കിലോ ഒരു കുഴപ്പമില്ല. കവേർഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അത് കവേർഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ അവരൊരു ഇത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്പൈക്ക് എത്രത്തോളം ഹൈറ്റിലാണോ വെച്ചേക്കുന്നത് അത്രത്തോളം ഹൈറ്റിൽ പൊക്കി അത് കവേർഡ് ആണെങ്കിൽ ഒരു വിഷയവും ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സാർ, അതുപോലെ വേറൊരു ഡൗട്ട് കൂടെ. നമ്മുടെ ഈ ലൈറ്റ്നിങ് അറസ്റ്ററിന് നമ്മൾ വെക്കുമ്പോൾ അതിനൊരു ഏരിയ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ആ ഏരിയ കഴിയുന്ന ഭാഗത്ത് ലൈറ്റ്നിങ് കൂടുതലായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിലെന്താണ് യാഥാർത്ഥ്യമുള്ളത്? ലൈറ്റ്നിങ് ഏരിയ കഴിഞ്ഞിട്ട് ബാക്കിയാണ്. അപ്പൊ നമ്മൾ ഈ ടവർ വെച്ചേക്കുന്ന ഇപ്പൊ നമ്മുടെ ഏരിയയിലെ ടവർ ഉണ്ടല്ലോ, അതെ, ഈ ടവർ അത് ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഈ ടവർ എന്ന് പറയുന്ന സാധനത്തിനകത്തിൽ ഏറ്റവും ഉയർന്ന പ്രധാനം അതിനകത്തിൽ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടവർ ഇരിക്കുന്നതിന്റെ ചുറ്റളവിലുള്ള എല്ലാ ഇതിനും അടിക്കേണ്ടതല്ലേ. അതായത് ഈ പറഞ്ഞേക്കുന്ന ആ എയർ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും ഈ ലൈനിങ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ. ലൈനിങ് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയതും കണ്ടക്ടിവിറ്റി കൂടിയതുമായിട്ടുള്ള ഏരിയയില ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഈ വെക്കുന്ന സോളാറിന് വെക്കുന്ന ലൈനിങ് അറസ്റ്റർ ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും വെക്കുന്ന ലൈനിങ് അറസ്റ്റർ കണ്ട ലൈറ്റിനിങ്ങിന് പോലും ഇക്കളി വരും. ആ മാതിരി സാധനമാണ് വെക്കുന്നത്. ഒരു ചെറിയ കമ്പിയാണെങ്കിൽ കോപ്പറിന്റെ ബോണ്ടിങ്ങും വന്നിട്ട് വെക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു 10 സ്ക്വയർ mm വലിച്ചാണ് താഴെ ഇറക്കുന്നത്. അതൊരു 1.5 മീറ്റർ ഉള്ള ഒരു കമ്പിയല്ല കൊണ്ട് കൊടുക്കുന്നത്. ഇതിലൊക്കെ ലൈറ്റ്നിങ്ങിന് പോലും അടിക്കാൻ നാണക്കേട് വരും. ആ മാതിരി സാധനങ്ങളാണ് ഇപ്പൊ വെച്ച് വരുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഇന്ന് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ സ്പിയറിനകത്തിൽ വന്നേക്കുന്ന സാധനം. അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിനെ മെഷായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മെഷായിട്ടാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഫ്ലാറ്റുകൾ മറ്റുള്ളിടത്തെല്ലാം ഈ സ്പൈക്ക് ആയിരിക്കത്തില്ല വരുന്നത്, അവിടെ വരുന്നത് മെഷ് ആയിരിക്കും. മെഷായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോർണർ ഈ ലൈനിങ് അടിക്കാനുള്ള ആ ഒരു കോർണറിൽ വരുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും അത് എർത്തായി പോകും. ആ ഒരു ഇതിനെ അവോയ്ഡ് ചെയ്തിരിക്കും. ഈ സ്പൈക്കിന്റെ ആ ഒരു സ്പിയറിനകത്തിൽ വരത്തില്ല. ആ ഒരു 45 റേഞ്ചിനകത്തിലുള്ളതായിരിക്കും. അതായത് ഒരു ബോൾ ഉരുണ്ട് ഈ സ്പൈക്കിന്റെ മണ്ടക്കൂടെ കയറി താഴോട്ട് വീഴുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയ അത്രയും കവേർഡ് ആയിരിക്കും. അത് കഴിഞ്ഞുള്ള ഏരിയയിൽ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നല്ലൊരു മണ്ടക്കോട്ട് നിൽക്കുന്ന ഏരിയ, അതായത് കണ്ടക്ടിവിറ്റി കൂടിയ ഏരിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അടി കിട്ടും. 100% ഉറപ്പാ. ഈ ലൈനിങ് റേഞ്ച് കഴിഞ്ഞിട്ട് ഇതുള്ള സാധനം അവിടെ ഇപ്പൊ ഒരു മനുഷ്യൻ നിന്നാൽ പോയാലും ഇതുണ്ടെങ്കിൽ അവിടെ റെസിഡൻസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അടി അവിടെ കിട്ടും. 100% ഉറപ്പാ.
അപ്പൊ അപ്പൊ ഈ ലൈറ്റ്നിങ്ങിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വൈഡാ. അത് സൂക്ഷിച്ചാ നമ്മൾ സത്യം പറഞ്ഞാൽ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ആയാലും ലൈറ്റ്നിങ്ങിന്റെ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സോളാറിലായപ്പോഴത്തേക്കിനും എല്ലാവരും ലൈറ്റ്നിങ് അർച്ചർ എന്ന് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഇച്ചിരി വൈഡാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇത് അതിനകത്തിലായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഡൗൺ കണ്ടക്ടേഴ്സ് ആയാലും എർത്തിങ് ആയാലും, അത് എർത്തിങ് നമ്മൾ ഈ പറഞ്ഞ കൊണ്ട് പൈപ്പും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നത് കുറവാണ്. ലൈറ്റിങ്ങിന് സത്യം പറഞ്ഞാൽ പ്ലേറ്റ് ആണ് കൂടുതലും ചെയ്യുന്നത്. നമുക്ക് ഈ ലൈറ്റിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം തന്നെ ഇരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ അരമണിക്കൂർ അല്ല 2.5 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീരുന്ന സാധനമൊന്നും അല്ല ഈ ലൈറ്റിങ്. അത് നമ്മള് എത്രത്തോളം സൂക്ഷിച്ച് ചെയ്യുന്ന, അതായത് വീട്ടിൽ ബോംബ് ചെയ്യുന്ന മാതിരിയായി ലൈറ്റിനിങ് ചെയ്തെടുക്കുന്നത്. അറിയാത്തവൻ ചെയ്ത് കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന സാധനം വീട്ടിൽ കയറും. വീട്ടിലൊരു ടൈം ബോംബ് വെക്കുന്ന മാതിരി അറിയാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ. അതാ ഇതിന്റെ പ്രശ്നം. സാർ അതിനൊരു വേറെ ഒരു ദിവസം വെച്ചേ അത് ഒരു മീറ്റിംഗ് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാട്ടോ. ഒരു ക്ലാസ് അതിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ചിട്ടുണ്ട് നമ്മള് ഒരു 10ാമത്തെ 12ാമത്തെ ക്ലാസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണല്ലോ. അതെ, നമ്മുടെ 10ാമത്തെ കേരളത്തിലുള്ള സോളാർ കമ്പനികളെല്ലാം ഈ ഒരു വിഷയം കൊണ്ടാണ് മിക്കവാറും അവരുടെ നടുവൊടിഞ്ഞു പോകുന്നത്. കാരണം എല്ലാവരും 1 വർഷമോ 2 വർഷമൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10 ലൈറ്റിംഗ് കിട്ടി 10 കംപ്ലൈന്റ് കിട്ടിക്കുമ്പോഴത്തേക്കും അവര് ആപ്പീസ് പൊട്ടി. ഇതാണ് ഒരു അവസ്ഥ. പക്ഷെ അത് അത് തുടക്കത്തിൽ അതിന്റെ ഗൗരവത്തിൽ ആരും എടുക്കുന്നുമില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് ഇതിനെ നല്ലൊരു ക്ലാസ് അതിനകത്ത് കുറെ കാര്യങ്ങൾ വളരെ വാല്യുബിളായുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനറിയാം വീണ്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പെർട്ടേഴ്സിനെ വെച്ച് നമുക്ക് ഇത് ഇച്ചിരി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലൈനിങ് മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അടുക്കൽ പുള്ളിക്കാരൻ്റെ അടുക്കൽ കേട്ടോ, ഞാൻ പലതും പുള്ളിക്കാരൻ്റെ അടുക്കാൻ ചോദിക്കാം. അപ്പൊ പുള്ളിക്കാരൻ്റെ എൻ്റെ അടുക്കൽ പറഞ്ഞ്, അരുണ ഞാൻ വന്ന് വരുന്ന സമയത്ത് 4 കാലായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാത്തിനും ഒറ്റ കാലിൽ ഒറ്റ കമ്പിയിൽ ഒതുക്കിയെന്ന് പറഞ്ഞു. മൊത്തത്തില് അന്ന് 2000 ഉള്ള സാധനത്തിന് ഇന്ന് 250 രൂപ. എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഫീൽഡിൽ നമുക്ക് ശോഭിക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ കേരളത്തിലെ കാലാവസ്ഥയിലെ ഓരോ ദിവസം ലൈറ്റിനിങ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തന്നല്ല സാർ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ സർക്കംഫറൻസിന്റെ പരിധി വിടുമ്പോൾ അവിടെ അടി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇതിന് റിവേഴ്സ് എഫക്റ്റ് ആണ് വരുന്നത്. എത്ര എർത്തിങ് കൊടുത്തെന്ന് പറഞ്ഞാലും അല്ലേ? ഓക്കെ, അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാസ് ഈ പറഞ്ഞ പോലെ വെക്കുന്നത് നല്ലതായിരിക്കും. ആധികാരികമായിട്ട് അതിനെപ്പറ്റി ലൈറ്റ്നിങ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് ഒരു ക്ലാസ് നമുക്കാണെങ്കിൽ അറേഞ്ച് ചെയ്യാം. ആയിക്കോട്ടെ. സാറേ, അതുപോലെ വേറൊരു ഡൗട്ട്. നമ്മൾ ഈ ഒരേ പാനലിൽ ഇപ്പൊ പോളിക്രിസ്റ്റലൈൻ പാനൽ തന്നെ പല കമ്പനികളുടെ ഇപ്പൊ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ, അതായത് ഇപ്പൊ ഷോർട്ടേജ് വരുന്ന സമയത്ത് വേറൊരു കമ്പനിയുടെ അത് സെയിം തന്നെ പോളിക്രിസ്റ്റലൈൻ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല കോൺഫിഗറേഷനിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ടോ? അതിനകത്ത് റിസൾട്ടിൽ എന്തെങ്കിലും ഇത് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞൊരു ടേം അതിനകത്തിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മൾ എടുക്കുന്ന പാനൽസ് പല ക്യാരയായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഒരു ബാച്ചിൽ, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, ഒരു ബാറ്ററി വെക്കുക. അപ്പൊ നമ്മളൊരു വലിയ ബാറ്ററി ബാങ്ക് വെക്കുമ്പോഴത്തേക്കിന് ടെക്നിക്കലായിട്ട് അതിന്റെ എഞ്ചിനീയേഴ്സ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാച്ച് ഒരു ബാച്ചാണോ നോക്കും. കാരണം ബാച്ച് മാറുന്നതിനനുസരിച്ച് അതിന്റെ ക്യാരക്ടർ ഇത് മാറും, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് മാറും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ നമുക്കിപ്പം മാർക്കറ്റിൽ വരുന്ന ഉദാഹരണം പറയണ പാനാസോണിക്കിന്റെ നമ്മളൊരു പാനൽ എടുക്കുവാണ്. ആ പാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാനലിന്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ചിലത് 380, ചിലത് 380. അത് ആക്ച്വൽ ടെസ്റ്റിംഗ് കണ്ടീഷനിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ വേറൊരു കമ്പനിയുടെ എടുക്കുമ്പോഴത്തേക്കിന് അതിന്റെ ടെസ്റ്റിംഗിന്റെ ഇത് പലതും വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഈ ഒരു കേസ് തന്നെ നമ്മളൊരു കാര്യം ചെയ്യും, ഒരു കൺസെപ്റ്റ് കൂടെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഞാനൊരു പാനൽ വെച്ചു, അതിന്റെ ഒരു പാനലിൽ ഷെയ്ഡ് വന്നു. അപ്പൊ ആക്ച്വലി അവിടെ എന്തുവാണ് സംഭവിക്കുന്നത്? അല്ലെ നമ്മളിപ്പം അതായത് അതിന്റെ ഇതായിട്ട് വരുന്നല്ലേ ഉള്ളൂ. അതായത് അതിന്റെ ഇത് അവിടെ അതിന്റെ ആ ഒരു പാനലിന്റെ അല്ലെ ഇപ്പൊ ഒരു ഹാഫ് കട്ട് ആണെങ്കിലും ഹാഫ് കട്ട് പാനലാണെങ്കിലും ആ ഒരു സൈഡിൽ ഷെയ്ഡ് വന്നു, അതിന്റെ പവർ കുറഞ്ഞു. അതുകൊണ്ട് അവിടെ എന്താണ് പവറിൽ അതിലൊരു ഡ്രോപ്പ് വന്നു. അല്ലാതെ വലിയ ടേമായിട്ടൊന്നും അതിനകത്തിൽ വരുത്തില്ല. അപ്പൊ അങ്ങനെ വലിയ ടെക്നിക്കലായിട്ട് വലിയ കുഴപ്പമായിട്ടുള്ള വലിയ കുഴപ്പമൊന്നും വരാനില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അത് പഴക്കം ബേസ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കും. എങ്ങനെ ഓവറോൾ എഫിഷ്യൻസി, സിസ്റ്റത്തിന്റെ ഓവറോൾ എഫിഷ്യൻസിയെ ബാധിക്കും എന്നുള്ള കാര്യം. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഞാനീ പറഞ്ഞല്ലേ വാട്ടേജ് കുറയുന്നതിനനുസരിച്ച് അത്രയും സ്പേസ് കൺസ്യൂമും പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ വലിയ പ്രോജക്റ്റിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനേ ഉള്ളൂ നമുക്ക് പ്രശ്നം വരുന്നത്. ഈ പറഞ്ഞ സ്മോൾ ഒരു 10 കിലോ വാട്ട് അല്ല 5 കിലോ വാട്ട് വലിയൊരു എഫക്റ്റ് അതിനകത്തിൽ വരാനായിട്ടില്ല. ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ചോദിച്ചോളൂ. ഈ കൂടുതലും ടെക്നീഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പെർക്കും അതേപോലെ തന്നെ മോണോ പാനലും തമ്മിൽ എഫിഷ്യൻസി, അതിന്റെ കാര്യങ്ങൾ അവരെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ രീതിയും കാര്യങ്ങളും? പെർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർക്കെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെർക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പാസിവേറ്റഡ് എമിറ്റർ ആൻഡ് റിയർ സെൽ എന്നാ. അതായത് ഇപ്പൊ നമുക്ക് വന്നോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയർ സൈഡിൽ ഇപ്പം നമുക്ക് വന്ന് അങ്ങ് പോവാണ്. അതായത് വരിക, നമുക്ക് അതിനകത്തിൽ ഒരു റിഫ്ലക്ട് എഫക്ട് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെർക്കി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ അലൂമിനിയം ബാക്ക് സർഫസ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഇതിന്റെ അടിയിലായിട്ട് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സാധനത്തിനെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് വരുന്ന ലൈറ്റിനെ മാക്സിമം ട്രാപ്പ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇതിനെ സഹായിക്കും. അതാണ് ഈ പറഞ്ഞേക്കുന്ന പെർക്ക് ടെക്നോളജിയുടെ ഗുണം വരുന്ന. അപ്പൊ ഇത് എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റിലും ഇതിന്റെ എഫിഷ്യൻസി ഹൈ ആയിട്ട് നിൽക്കും. പിന്നെ മാത്രമല്ല ഇതിനകത്തിൽ എന്തോ ഒരു നമുക്കാണെങ്കിൽ റിയർ സൈഡിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ലെയർ കൂടെ വരും. റിയർ സൈഡിൽ ഞാൻ ഈ പറഞ്ഞ ലോക്കൽ അലൂമിനിയം ബാക്ക് സർഫസ് ഫീൽഡ് ഈ പറഞ്ഞ റിയർ സൈഡിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന പെർക്കിനായാലും ഇച്ചിരി എഫിഷ്യൻസി കൂടുതലായിട്ട് നിൽക്കുന്നതും ഈ ലോ ലൈറ്റിലും നല്ല പെർഫോമൻസ് വെക്കുന്നത്. ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്നത് പെർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടെക്നോളജിയാണ്. അതായത് പാസിവേറ്റഡ് എമിറ്റർ റിയർ ടോട്ടലി ഡിഫ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതാ ഒരു പെർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വരുന്നത്. പിന്നെ വരുന്നത് പെർൽ എന്ന് PERL എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെർക്കിന് അതിന്റെ എല്ലാം വേരിയന്റ് ആയി പറഞ്ഞ് വരുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്ന മോണോയും മോണോ പെർക്കും തമ്മിലുള്ള ഒരു ഇത് വരുന്നത്, വ്യത്യാസം വരുന്നത്. നമ്മുടെ ബെന്നി സാർ അതൊന്ന് പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് പറയാമോ ബെന്നി സാറേ? ഞാൻ ഈ പോളി ക്രിസ്റ്റലൈൻ പാനൽ വെച്ചിട്ട് മോണോ ക്രിസ്റ്റലൈൻ പാനലും വെച്ചിട്ട് ഞാനിവിടെ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തിൽ ഒരു സോളാർ പമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ അതിൽ പോളി ക്രിസ്റ്റലൈൻ പാനൽ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അതൊരു 8:30 ആകുമ്പോഴേ അടിക്കാൻ തുടങ്ങണമെങ്കിൽ മോണോ പെർക്ക് വെച്ച് കഴിഞ്ഞപ്പം അതൊരു 8 ആകുമ്പോൾ അടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇത് നിൽക്കുന്നതും ഒരു 5 മണി, മറ്റേതൊരു 4:30 4:45 ആകുമ്പം നമ്മുടെ വെള്ളം പമ്പ് നിൽക്കുന്നെങ്കിൽ ഈ മോണോ പെർക്ക് വെച്ചപ്പോൾ ഒരു 1/4 മണിക്കൂറോടെയും അത് കുറച്ചുകൂടെയും കണ്ടു. അപ്പം പക്ഷേ ടെമ്പറേച്ചർ നല്ല കൂടുതലുള്ള സമയത്ത് മോണോ ഈ പോളിക്രിസ്റ്റലിന്റെ അത്രയും തന്നെ വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ടുമില്ല. അപ്പം ആവറേജ് നോക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും മോണോ പെർക്കിൽ എഫിഷ്യൻസി കുറച്ച് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 10 കിലോ വാട്ട് നമ്മൾ പോളിക്രിസ്റ്റലൈൻ വെച്ചിരുന്ന സ്ഥലത്ത് ഒരു 10 കിലോ വാട്ടിന്റെ ഒരു 12 കിലോ വാട്ടിന്റെ AVB ഇൻവെർട്ടർ എന്ന് വെച്ചിരുന്നത്. അവിടെ നമ്മൾ 5 കിലോ വാട്ട് നമ്മൾ മോണോപ്പർക്ക്, അതിൽ വേറെ ഒരു MPPT ഫ്രീ കിടന്നൊരു MPPT 5 കിലോ വാട്ടിന് മോണോപ്പർക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവരുടെ ടോട്ടൽ പ്രൊഡക്ഷനിൽ ഒരുപാട് വ്യത്യാസം കൂടുതലായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് മോണോ പെർക്കില് കുറച്ച് എഫിഷ്യൻസി ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പെർക്ക് ടെക്നോളജി എഫിഷ്യൻസി കൂടുതലാണ്. അതായത് ലോ ലൈറ്റിൽ നമുക്കാണെങ്കിൽ ആ പറഞ്ഞ മാക്സിമം എമിറ്റ് ചെയ്ത് പോകുന്ന ഇതിന്റെ ഫോട്ടോൺസിന്റെ ഇത് കുറവായിരിക്കും, മാക്സിമം ഇതിനകത്ത് ട്രാപ്പഡാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് എഫിഷ്യൻസി ഇത് കൂടുതലായിട്ട് വരും പെർക്കിനകത്തിൽ. നമുക്ക് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയില് നമ്മുടെ ഇപ്പം മധ്യ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു 3.7 3.8 ഒക്കെയാണ് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പോളിക്രിസ്റ്റലൈൻ വെച്ച് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ അത് മോണോപ്പർക്ക് വരുന്ന ഒരു 4.1 4.2 ഒക്കെ നമുക്ക് ആവറേജ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു 6 മാസം 8 മാസമൊക്കെ ആയുള്ളത് കാര്യമായിട്ട് പ്രൊജക്റ്റിലോട്ടായത്. അപ്പം എന്താണല്ലോ ഒരു കിലോ വാട്ടിൽ നമുക്ക് ഒരു കിലോ വാട്ടിൽ ഒരു 1/2 യൂണിറ്റ് 3/4 ഒരു അത്രയും വ്യത്യാസമുണ്ട്. 1 യൂണിറ്റ് വരില്ല എങ്കിൽ പോലും അത്രയും അടുത്തുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇല്ല അരുണ അങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് നോക്കി ഞാൻ പോളിപെർക്കും ചെയ്തു, കാനഡിയന്റെ പോളിപെർക്കും ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ മോണോപെർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പോളിപെർക്ക് ചെയ്തത് ഹാഫ് കട്ടായിരുന്നു ചെയ്തത്. ഹാഫ് കട്ട് പാനലായിരുന്നു ഉപയോഗിച്ചത്. അവിടെ എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ വാട്ടിൽ നിന്ന് 28.5 കിട്ടിയേക്കുന്നത്. 28 യൂണിറ്റ് 5 കിലോ വാട്ടിൽ നിന്ന്. ഈ പറയുന്ന മോണോ, ഈ പെർക്ക് മോണോ നോർമൽ പാനല്, വാരിയുടെ പാനല് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അവിടെ മാക്സിമം കിട്ടിയേക്കുന്നത് 26 ആണ്. അപ്പൊ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേതിനകത്തിൽ ഹാഫ് കട്ട് ആയതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, ബസ് ബാറുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെയും എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതാ. പിന്നെ സാധാ മോണോ വെച്ചും പോളി വെച്ചും ചെയ്തിട്ടുണ്ട്. അവിടെ 22 വന്നിടത്ത് ഇത് 26 കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് ഇതിന്. പിന്നെ രാവിലെ തന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എങ്ങനെ ആയാലും ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കിന് നല്ലൊരു അത്യാവശ്യം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻവെർട്ടർ അപ്പ് ആവുന്നുണ്ട്. നമുക്ക് ഒരു 6:30 ആകുമ്പോഴത്തേക്കിന് ഈ മോണോ വെച്ചത്. അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ. വൈകുന്നേരത്തായാലും ലോ ലൈറ്റിലായാലും നമുക്ക് കിട്ടുന്നുണ്ട്. സാറേ പക്ഷേ ഈ മോണോപെർക്കില് ഈ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഹീറ്റ് കൂടുന്ന സമയത്ത് പ്രൊഡക്ഷൻ താരതമ്യേന കുറയുന്നുണ്ടോ? അത് പാനലിന്റെ ഇതിന്റെ, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിനെ ബേസ് ചെയ്തിരിക്കും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റിന്റെ ആ ഒരു, അത് നമ്മൾ സത്യം പറഞ്ഞാൽ പാനലിന്റെ ആ ഒരു ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇത്, അതായത് നമ്മുടെ ആ ടെസ്റ്റ് ഇതിനകത്തിൽ അവരുടെ എത്രയാണോ കോഎഫിഷ്യന്റ് ഉള്ള ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ള കാര്യം അത് മെൻഷൻ ചെയ്തിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യണം. എനിക്ക് തോന്നുന്നു പൊതുവെ ഇപ്പൊ മാർക്കറ്റിൽ വന്നേക്കുന്നതിനകത്തില് എനിക്ക് തോന്നുന്നു 0.35 0.40 കണ്ടാണ് എനിക്ക് തോന്നുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ ഇത് കുറയുന്നതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന്റെ വിഷയത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ HJTയും IBC ടെക്നോളജിയിലും സെല്ലിലും ഏറ്റവും കൂടുതൽ. അതിന് 0.20 ഈ ടെമ്പറേച്ചർ കൂടിയാലും അതിന്റെ എഫിഷ്യൻസിയെ ബാധിക്കില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് ഈ പറയുന്നേക്കുന്ന ടെമ്പറേച്ചർ കൂടിയാലും ബാധിക്കാത്ത രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്ന HJTയിലും പിന്നെ IBCയിലും. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. സാറേ പാനലിൽ പൊതുവെ കണ്ടുവരുന്ന ട്രബിൾ ഷൂട്ടിങ് കംപ്ലൈന്റ്സ് പൊതുവെ എന്താണ്? പാനലിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി തന്നെ ഒരു സുക്കാമിന്റെ പാനലായിരുന്നു. അപ്പൊ അതിനകത്തിൽ കണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഥമ ദൃഷ്ടിയാൽ നമുക്കൊന്നും കാണില്ല. പിന്നെ അപ്പൊ ഓവറോൾ എഫിഷ്യൻസിയെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അതിനതിൽ ഒച്ച ഇഴയുന്ന കൂട്ടത്തെ ഒരു പാട് വീണിട്ടുണ്ട്. സ്നാജിനെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കംപ്ലൈന്റ് ആണ് പാനലിനകത്തിൽ വരുന്നതാണ്. പാനലിനകത്തിൽ വരുന്ന കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ സ്നാജിനെയിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഒച്ച ഇഴഞ്ഞു കൂട്ടുള്ള പാട് വരും ഈ പാനലിന്റെ സെല്ലിനകത്തിൽ. അത് ഒരു കംപ്ലൈന്റ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മൈക്രോ ക്രാക്ക് ആണ്. അതായത് ഈ പാനൽ വിണ്ട് കീറിയത് കൊണ്ടിരിക്കും. വിണ്ട് കീറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടി കയറിയ കൊണ്ടിരിക്കും. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹോട്ട്സ്പോട്ട് വീഴും. ഹോട്ട്സ്പോട്ട് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെല്ലിനകത്തിൽ ആ ഒരു സെല്ല് പൂർണ്ണമായിട്ടും ഡാമേജ് ആയിട്ട് വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഈ പറയുന്ന നമുക്ക് എന്തായാലും ഒരു ബായ് കവർ കാണും. ആ ഒരു കവറ് ഒരുമാതിരി എന്താ പറയുന്നത്, അത് ഇളകി പോകുന്ന ഒരു ലെവലിലോട്ട് വരും. അതായത് പൊടിയായിട്ട് പോകുന്ന ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിനാണ് പിന്നെ കംപ്ലൈന്റ് പൊതുവെ വരുന്നത്. പിന്നെ ടെർമിനൽസിന് വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ MC4 കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അതിന്റെ MC4 ഡാമേജുകൾ വന്ന് കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ ജംഗ്ഷൻ ബോക്സിനകത്തിൽ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ ഈ പറഞ്ഞേക്കുന്ന കാര്യം. പിന്നെ നമ്മൾ ഈ പറഞ്ഞേക്കുന്നുണ്ട് പാനലിന്റെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ ഒപ്റ്റിമൈസർ അല്ലാതെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ഈ പറയുന്ന പാനലിന്റെ എഫിഷ്യൻസി കുറഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ? വലിയ രീതിയിൽ മനസ്സിലാക്കും. ഒരു സിംഗിൾ പാനലിന് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല നമുക്ക്. മൊത്തത്തിൽ ഓവറോൾ നമ്മൾ 5 കിലോവാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാനലിലാണ് എഫിഷ്യൻസി കുറവ് എന്ന് നമുക്ക് ഒപ്റ്റിമൈസർ ഇല്ലാത്തടത്തോളം കാലം അല്ലാത്തൊരു സിസ്റ്റത്തിൽ മനസ്സിലാകാൻ സാധ്യത കുറവാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ വലിയ പ്രൊജക്റ്റിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ IR ക്യാമറ ഇട്ടിട്ട് ഇട്ടിട്ടാണ് ഇതിന്റെ ഇത് നോക്കുന്നത്. ഈ മൈക്രോ ക്രാക്കും മാത്രമല്ല ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ടുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതും എടുക്കുന്നത്. അതിനെ ഓവറോൾ ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു ഡമ്മി ഒരു പാനൽ വലിയ പ്രൊജക്ട്സിലൊക്കെ ആണെങ്കിൽ ഒരു ഡമ്മി പാനലായിട്ട് തന്നെ വെക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡസ്റ്റിന്റെ എത്രത്തോളം ഡസ്റ്റ് വന്ന് കയറി അല്ലെ അത് ക്ലീൻ ചെയ്യാറായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇരിക്കും. പിന്നെ കേരളത്തില് മധ്യ കേരളത്തില് നമ്മൾ ഏറ്റവും നമുക്ക് ശത്രുവായിട്ടുള്ള ഒരാളാണ് തേക്ക്. എവിടെ തേക്കുണ്ടോ അവിടെ അല്ലേ ഈ തേക്കിന്റെ പൂ വന്നിട്ട് വിട്ടിരിക്കും, ഈ പാനലേ വന്നിരിക്കും. അത് പിന്നെ പോകാനായിട്ട് നമ്മളൊരു മറ്റേ ആനയെ കുളിപ്പിക്കുന്നതുകൊണ്ട് ചകിരി ഇട്ട് കുറച്ച് കഴിയേണ്ടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വന്നേക്കുന്ന ഈ പറഞ്ഞ ക്ലീനിങ്ങിന്റെ ഒരു ഈ പറഞ്ഞ ഈ പക്ഷികളുടെ കാട്ടം അല്ലാതെ ഈ മരപ്പെട്ടി വന്ന് മാന്തുക അതല്ലാതെ പിന്നെ വന്നേക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഈ തേക്കിന്റെ പൂവ്. അത് വന്നിരുന്ന കുറെ ഇതെടുത്ത് പോകാനും എടുക്കാനും എല്ലാം ചാൻസ് വന്നിട്ടുണ്ട്. പിന്നെ പുളിയുടെ ഇലയ്ക്കും പ്രശ്നമുണ്ട്. പുളിയുടെ ഇല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് നമുക്കിവിടെ തേക്കാണ്. അരുണ, എനിക്കൊരു സംശയം. ഞാൻ ഒരു സൈറ്റില് 8 പാനൽ മോണോ പാനൽ 8 പാനൽ, അതായത് നമ്മുടെ ബോഷിന്റെ സെല്ലായിരുന്നു. അത് MBയുടെ പാനലായിരുന്നു, ബോഷിന്റെ സെല്ലായിരുന്നു. അപ്പൊ അത് ലൈറ്റിനിങ് ഉണ്ടായി കഴിഞ്ഞപ്പം ഈ 8 പാനലില് ആദ്യം ഇരുന്ന പാനൽ 28 വോൾട്ട്, പിന്നെ ഒരു 24 വോൾട്ട്, 20 വോൾട്ട്, 15 വോൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരേ നിരക്ക് ഞങ്ങൾ പോകുന്നത്. അവസാനത്തെ 2 പാനൽ മാത്രമാണ് ഒരു 28 മോഡൽ വോൾട്ട് കണ്ടത്. അതിന് പ്രൊഡക്ഷൻ തീർത്തും ഇല്ലാണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ നോക്കിയപ്പോൾ അതിന് മൈക്രോ ക്രാക്ക് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറമേ നോക്കാനൊന്നും കണ്ടില്ല. പക്ഷെ ഞാനത് പാനൽ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് എന്താണ് കംപ്ലൈന്റ് എനിക്ക് മനസ്സിലായില്ല. അത് നമുക്ക് അതിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ എടുത്ത് IR വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് അതിനെ ആധികാരികമായിട്ട് പഠിച്ച് നമുക്ക് ഗ്രൂപ്പിലിടാം. കാരണം ഈ സെയിം സാധനം എന്റെ അടുക്ക വന്നതാ. ഈ പറഞ്ഞ ഒച്ചയടയുന്ന കൊടാക്കിന്റെ ഈ പാനല് ഇപ്പൊ നമുക്ക് ചങ്ങനാശ്ശേരിയില് റീപ്ലേസ്മെന്റ് ആണ് 5 കിലോവാട്ട്. അപ്പം 5 കിലോവാട്ട് നമുക്ക് വന്നേക്കുന്ന മൊത്തം ഈ കംപ്ലൈന്റാ. ഒച്ചയടയുന്ന കൂട്ടോ, ഒരു ഒച്ച കഴിഞ്ഞ് പോയേക്കുന്ന കൂട്ടാ പാനലിൽ കൂടെ പോയേക്കുന്നത്. പിന്നെ എല്ലായിടത്തും വെണ്ട് കീറിയിരിക്കുക. ഞാൻ പിന്നെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഭയങ്കര ഒരുപാട് പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കണേ, പഠിക്കാൻ സമയം കിട്ടാത്തതിന്റെ പേരാണ്. ഈ പാനൽ 2-3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് പ്രഥമദൃഷ്ടിയ ഒന്നും കാണാനില്ല. പക്ഷെ അതിൽ വോൾട്ട് കാണിക്കുന്നത് ഇങ്ങനെ, അത് ഓരോ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ കറക്റ്റ് ആയിട്ട് ഒരു 4 വോൾട്ട് കുറഞ്ഞങ്ങ് പോയത്. നമുക്കത് നോക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ കൊടാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അറിയോ? കൊടാക്ക് ചെയ്തേക്കുന്ന നമ്മുടെ പരുമലപ്പള്ളി ചെയ്തേക്കുന്ന കൊടാക്കാണ്. അപ്പം അവരുടെ പാനലിനെല്ലാം കംപ്ലൈന്റാ. ഈ സെയിം പ്രശ്നം അവിടെ എല്ലായിടത്തും കംപ്ലൈന്റാ. അവിടെ അപ്പൊ അവസാനം ഒരു പാനലെല്ലാം മാറ്റി കൊടുത്തു പരുമലപ്പള്ളിയിൽ. എല്ലാം മൊത്തം ഈ കംപ്ലൈന്റ് ആയിരുന്നു. ഞങ്ങളായിരുന്നു പോയി ചെക്ക് ചെയ്തത്. ആ പ്രോബ്ലം കാണിക്കുന്ന വേറെ കമ്പനികൾ വല്ലതും ഉണ്ടോ? സെയിം പ്രോബ്ലം കാണിക്കുന്നത് ഇപ്പൊ നിലവിൽ വേറെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അങ്ങനത്തെ പ്രശ്നം വന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴാ ഈ ചപ്പ് ചവറ് പോലെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാരും ചെയ്യാൻ ഇപ്പൊ ഒരുപാട് ഇത്രയും ഇപ്പൊ നമ്മളൊരു 3-4 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊരു 5 വർഷമായ പ്രോജക്റ്റാ. 5 വർഷമായി. ആ ഒരു 5 വർഷം മുമ്പുള്ള. പക്ഷെ ഞാനൊരു 12-13 വർഷം പഴക്കമുള്ള ഒരു സിസ്റ്റം കണ്ടു. ഒരു കുഴപ്പമില്ല, നല്ല പുട്ട് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഈ പാനലുകാരുടെ കുഴപ്പമൊന്നും സത്യം പറഞ്ഞാൽ ഇതിനൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഇൻസ്റ്റാളേഴ്സ് വലിച്ചു വാരിയെടുത്ത് നമ്മൾ ഈ മാതിരി ഷീറ്റ് കയറ്റുന്ന കൂട്ട് ഈ പാനൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും ലോഡിങ് ചെയ്യുന്നിടത്തും ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും നമ്മളത് ഹാൻഡ്ലിങ്ങിന്റെ സമയത്തും എല്ലാം ഈ പറഞ്ഞ മൈക്രോ ക്രാക്ക് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവർ ഇതിനകത്തിലൊരു ലോഡ് പറയുന്നുണ്ട്, ആ ലോഡ് ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ആ ലോഡിന് മണ്ടയ്ക്ക് ചില പാനലിന്റെ മണ്ടയ്ക്കൂടെ ചവിട്ടി നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ക്രാക്ക് ഈ പറഞ്ഞേക്കുന്ന സെല്ലിനകത്ത് വീണ് കഴിഞ്ഞാൽ അത് കമ്പനിയുടെ കുറ്റം എന്ന് പറയാനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് വരത്തില്ല. ഈ കമ്പനിയുടെ തന്നെ സാധനം വേറെയിടത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെയും കുറ്റമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞത് ഹാൻഡ്ലിംഗിൽ വന്ന് കുറെ കംപ്ലൈന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഈ ഒരുപാട് പാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വലിയ പ്രോജക്റ്റിൽ നിന്ന് ഒരാൾ തന്നെ പാനൽ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്ത കമ്പനീസ് ഉണ്ട്. ആ പാനൽസ് എല്ലാം കേരളത്തിൽ വന്ന് 16 രൂപയ്ക്ക് വിറ്റും പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെ പോയിട്ടൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത്. പുറത്തുനിന്നുള്ള പാനൽ റിജക്ട് ചെയ്ത പാനൽസ് ഒത്തിരി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ കള്ളനോട്ട് പോലെ. എവിടൊക്കെ ആർക്കൊക്കെയാ പോയേക്കുന്നത് തമ്പുരാൻ അറിയാം. അതുപോലെ ഈ പുളിയുടെ ഇല വീഴുന്നെന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അസിഡിറ്റി ഉള്ള സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ എഫിഷ്യൻസിക്ക് വല്ല പ്രോബ്ലം ഉണ്ടാവുമോ? അതായത് പറഞ്ഞു ചേട്ടാ, പറഞ്ഞു. അല്ല, നമ്മളൊരു സൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പുളി അത് ആ ഗ്ലാസ്സിൽ തന്നെ ആ ഒരു പാടുണ്ട്. നമുക്ക് കഴിയാനും പോലും അതിർത്തം പാടായിട്ട് കൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രൊഡക്ഷനിൽ കുറവ് കണ്ടപ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത്. പിന്നെ നമ്മളത് ആ പുളി വെട്ടി മാറ്റുകയത്. കാരണം ഇത് കെമിക്കൽസ് കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നൊരു ഇതുണ്ടല്ലോ ക്ലീനിങ് സമയത്ത്. ഇതിപ്പോ അസിഡിറ്റി വരുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഞാനത് മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് പുള്ളിയുടെ ഇല കണ്ടവാനും ചാടി ആ പുള്ളിയുടെ ഓരോ ഇല വീടിനടുത്ത് അങ്ങനെ ഒരു പാടായിട്ട് തന്നെ കണ്ടു. അത് നമ്മൾ കഴിയാലിട്ട് പോകത്തുമില്ല. അപ്പം പിന്നീട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കസ്റ്റമറോട് പുളി വെട്ടി മാറ്റി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് എന്താണെങ്കിലും അതിന്റെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു പാട് നമുക്ക് മായ്ക്കാൻ പറ്റുന്നില്ല, കഴി ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. സാറേ, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഓരോ വർഷം കഴിയുമ്പോഴും എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുമല്ലോ, ചെറിയ രീതിയിൽ മാറ്റം വരും. ഇത് കുറേ നാൾ കഴിയുമ്പോൾ നല്ല വേരിയേഷൻ വരുമ്പോൾ കസ്റ്റമർ പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അതിന് നമ്മൾ എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്? അതായത് ഇപ്പൊ പ്രൊജക്ടിന്റെ എഫിഷ്യൻസി എന്തായാലും സോളാർ പാനലിന്റെ എഫിഷ്യൻസി എത്ര ശതമാനം കുറയണം, അതായത് പാനൽ മാനുഫാക്ചേഴ്സ് തന്നെ പറയുന്നുണ്ട്. അതുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ നമ്മളപ്പോ അതിന് ബോണ്ട് വാങ്ങിക്കുക അല്ലേ, എന്തെങ്കിലും റിട്ടേൺ ആയിട്ട്. കാരണം നമ്മൾ വാറന്റി ടേംസ് ആണല്ലോ കൊടുക്കുന്നത്. കാരണം ഈ കസ്റ്റമറുമായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 25 years ഇല്ല. നമ്മൾ ഈ 5 years അല്ലെ 10 years നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ അതിനകത്തിൽ പെർഫോമൻസ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ തുടക്കത്തിലേ പറയുന്നുണ്ടല്ലോ, ഓൾറെഡി പറയുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ സോളാർ വെക്കുന്നവരാണെങ്കിൽ പോലും ഈ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കിന് എത്രത്തോളം പെട്ടെന്ന് റിട്ടേൺ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാ. ഇവർക്ക് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിനെ പറ്റി അങ്ങോട്ട് ആ ഒരു റിട്ടേണിന്റെ പീരീഡിൽ ഇവർക്ക് ഈ പെർഫോമൻസ് മാക്സിമം കിട്ടുന്ന പാനൽസ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അത് ഞാൻ വന്നിട്ട് ഈ പ്രീമിയം പാനൽസ് എല്ലാം എടുക്കുമ്പോഴത്തേക്കിന് ഈ ഞാൻ പറഞ്ഞ പാനാസോണിക്കിന്റെ HIT എന്ന് പറഞ്ഞ മോഡൽ, അതെന്ന് പറഞ്ഞാൽ ഈ 25 വർഷമായിട്ട് അതിന്റെ പെർഫോമൻസ് പ്രൂവൺ ആണ്. ആ 25 വർഷമായിട്ട് ആ പെർഫോമൻസ് പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് പാനലാണ് ഈ HIT. അതിനാണ് അത്ര ഡിമാൻഡ് ആ പാനലിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് അതിനകത്തിൽ പെർഫോമൻസ് കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കുറവാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞേക്കുന്ന നമ്മളല്ലാത്ത പാനലിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ പെർഫോമൻസിനകത്തിൽ നല്ല രീതിയിലൊരു ഡിഫറൻസ് വരും. പക്ഷെ അവർക്ക് പെട്ടെന്നുള്ള ഒരു റിട്ടേൺ ഉണ്ടല്ലോ, ആ ഒരു റിട്ടേൺ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു തോന്നൽ. പിന്നെ വാറന്റി കാർഡിൽ കാണിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. നമ്മുടെ ടൈംസ് കൊടുത്തിരിക്കും. നമ്മുടെ ടൈംസിനകത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഇപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡയറക്റ്റ് വാറന്റിയാണ്. അതായത് പാനല് ഡയറക്റ്റ് കസ്റ്റമറിന്റെ പേരിലാണ് ഇപ്പം വാറന്റി വരുന്നത്. കസ്റ്റമർ എപ്പോഴാണോ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മുടെ കമ്പനിയുടെ പേര് വരത്തില്ല. 2 ഇൻവെർട്ടർ വരുന്നതും കസ്റ്റമറിന്റെ പേരിൽ. ഈ ഓൺ ഗ്രിഡിനകത്തിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളും കസ്റ്റമറിന്റെ പേരിൽ പോയി പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ഘടകങ്ങൾ കൊണ്ടാണ് പെർഫോമൻസിനെ ബാധിക്കുകയുള്ളൂ. ഈ 2 ഘടകങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും കസ്റ്റമറിന്റെ അടുക്കൽ ഡയറക്റ്റ് കമ്പനിയായിട്ടാണ്. അതിനകത്തിൽ പിന്നെ നമ്മൾ വരേണ്ടത് നമ്മൾ ഇൻസ്റ്റലേഷൻ അതിൽ എന്തെങ്കിലും പോരാഴികയുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഗേജ് കുറഞ്ഞ വയർ ഇട്ടുകൊണ്ട് ഡ്രോപ്പ് വന്ന് ഇൻവെർട്ടർ ലോ വോൾട്ടേജിൽ ഓഫ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിലേ ഉള്ളൂ
നമ്മളെ ബാധിക്കുക എന്നുള്ളത്. നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ള 2 ഭാഗവും കമ്പനിയുടെ തലയ്ക്കാ. പിന്നെ അത് കറക്റ്റ് ആയിട്ട് കമ്പനിയുടെ വാറന്റി ടൈംസിനകത്തിൽ ഒരു പഴുതി ഇല്ലാതെ എഴുതി, ഒരു മനസാക്ഷി ഇല്ലാതെ എഴുതി ചേർത്തേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് അതിനകത്തൊന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 5 കിലോവാട്ട് വെച്ചോ 10 കിലോവാട്ട് വെച്ചൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവന്മാര് അതിനകത്തിൽ എന്തോരം 100 കൂട്ടം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. ഈ പറഞ്ഞേക്കുന്ന പെർഫോമൻസ് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പ്രൂവൻ ചെയ്യാനായിട്ട് അവരാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള എക്യുപ്മെന്റ്സ് കൊണ്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും കാണിക്കാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് പഴുതുകളൊക്കെ. പക്ഷെ സർവീസ് നല്ല പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് ഒന്നും അങ്ങനെ വലിയ കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ റിന്യൂസിസ് ആയാലും ശരി, ആരി ആയാലും ശരി, ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്ക് വന്നതാണെങ്കിൽ ഫ്രെയിമിനകത്തിൽ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ നമുക്ക് ഉടൻ തന്നെ പാനൽ മാറ്റി തന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അതിൽ പറ്റിയ കാര്യങ്ങൾ നമുക്ക് അന്നേരം മാറ്റി തന്നിട്ടുണ്ട്. അപ്പൊ സർവീസ് അതുകൂട്ട് കമ്പനി തരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലെയിം ചെയ്തപ്പോൾ വന്നവർ ചെക്ക് ചെയ്യാനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സർവീസ് അതുകൂട്ട് അവർ തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കൂട്ട് ലോങ് റണ്ണിൽ നോക്കുമ്പോഴത്തേക്കിനും ക്ലിയർ ആയിട്ട് വാറന്റി ടൈംസിന് അതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു 25 ഇയേഴ്സിലെ ഒരു അപ്രോക്സിമേറ്റ് എന്തായാലും കണക്ക് കിട്ടും. നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ കണക്ക് കിട്ടും. എത്രത്തോളം കുറയും എന്നുള്ളതിന്റെ ഇതും 25 വർഷമായ എത്രയാണ് പ്രൊഡക്ഷൻ എന്നുള്ളതിന്റെ ഇതും നമുക്ക് ആക്ച്വലായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് തീർച്ചയായിട്ടും പാനലിൽ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, ഒരു അപ്രോക്സിമേറ്റ്. അപ്പൊ അത് വെച്ച് കസ്റ്റമറിന്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത്. അറിയില്ല ബാക്കിയുള്ള പാനലിനുള്ള വാറണ്ടി കമ്പനി ഇപ്പൊ നമുക്ക് വാറണ്ടി കാർഡ് പോലെയോ അങ്ങനെ സീരിയൽ നമ്പർ മാത്രമല്ലേ ഉള്ളൂ? അതായത് ഇപ്പം കമ്പനികൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് വാറണ്ടി കാർഡ് വരുന്ന കമ്പനി രജിസ്ട്രേഷൻ കമ്പനിയുടെ സൈറ്റിൽ തന്നെ കയറി രജിസ്റ്റർ ചെയ്യുക ചെയ്യാറ്. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു 10 പാനൽ എടുത്തു. 10 പാനൽ എടുത്തു കഴിഞ്ഞാൽ 10 പാനലിന്റെ സീരിയൽ നമ്പർ ഏത് പ്രോജക്റ്റിലാണോ വെച്ചേക്കുന്ന കസ്റ്റമറിന്റെ നെയിം വെച്ച് കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഇപ്പൊ വാരിക്കൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാം കസ്റ്റമറിന്റെ പേരിൽ തന്നെ മേടിച്ചേക്കുന്നത്. വാറണ്ടി കാർഡ് എന്നുള്ള സമ്പ്രദായം സത്യം പറഞ്ഞാൽ വാറണ്ടി കാർഡ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ഒരു ഇത് ഇപ്പൊ ഞാൻ പറയാം, ലൂമിനസിന്റെ പാനൽ നേരത്തെ ഇറങ്ങിയായിരുന്നു. എല്ലാ പാനലിനും വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു. ഓരോ പാനലിനും ഓരോ വാറണ്ടി കാർഡ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം വരുന്ന പാനൽസിനൊന്നും ആക്ച്വലി അതിന്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് വാറണ്ടി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുവാണ്. അത് നമ്മൾ സർവീസ് പ്രൊവൈഡർ ആണ് അല്ലെങ്കിൽ സെല്ലറാണ് അതിന്റെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആരാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അവരാണ് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വാരിയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാനസോണിക്ക് അങ്ങനെ തന്നെ കസ്റ്റമറിന്റെ പേരിൽ തന്നെയാണ് നമുക്കിപ്പോ വാറണ്ടി വന്നിരിക്കുന്നത്. ഓരോ പാനലും രജിസ്റ്റർ ചെയ്യണം അല്ലേ? ഓരോ പാനലിന്റെ സീരിയൽ നമ്പർ എടുത്ത് അതായത് ഇത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. സീരിയൽ നമ്പർ എടുത്ത് കൊടുത്തിട്ട് ചെയ്യണം. ഇപ്പൊ ഇൻവെർട്ടറിന്റെ ആണെങ്കിലും ആ ഒരു ഇൻവെർട്ടറിന്റെ പർട്ടിക്കുലർ സീരിയൽ നമ്പർ വന്നിട്ട് ഉള്ള ബില്ലിനകത്തിലായിരിക്കും നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബില്ലിൽ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു നല്ലതാ. അത് മേടിച്ച് എനിക്ക് തോന്നുന്നു ഇത് ചെയ്ത് അതായത് നമ്മൾ എവിടുന്നാണോ ഈ സാധനം മേടിക്കുക, അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കുമല്ലോ, അദ്ദേഹമാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ ആകുമ്പോഴത്തേക്കിനും അവർ ഡയറക്റ്റ് ഇത് രജിസ്റ്റർ ചെയ്ത് തരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. കസ്റ്റമേഴ്സിന്റെ പേര് തന്നെയാണ് രജിസ്റ്റർ. അതായത് ഏത് പ്രോജക്റ്റ്, അതായത് ഇപ്പം പാനാസോണിക്കിന്റെ ഒക്കെ വരുവാണെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമറിന്റെ സൈറ്റിൽ പോയിട്ട് ആ പ്രോജക്റ്റിനകത്തിൽ നോക്കി വെരിഫൈ ചെയ്ത് അവരുടെ ഇതിനകത്ത് അതായത് അവരുടെ പാനാസോണിക്കിന്റെ പ്രകാരമാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് നോക്കി വേണം വാറന്റിയുടെ ഇത് ഇഷ്യൂ ചെയ്യാൻ എന്നാണ്. കഥയേ ഉള്ളൂ. ആരും നോക്കത്തുമില്ല, എടുക്കത്തുമില്ല, വലിച്ചു വാരി എടുത്ത് കൊടുക്കത്തേ ഉള്ളൂ. അപ്പം കഥയുള്ളൂ. ഇതാണ് കഥ. അവര് പറയുന്ന കഥ ഇതാ. പക്ഷെ ഇങ്ങനല്ല ഇപ്പം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അത് ഓൺലൈനിൽ രജിസ്റ്റേർഡ്. സാർ എന്നൊക്കെ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ പാനലിൽ എക്സ്ട്രാ ഹോൾ ഇടുന്നതില് ചില കമ്പനികൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്? ശരിയാ, പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം എക്സ്ട്രാ തുളയിടാൻ വേണ്ടി അവർ എന്റർടൈൻ ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം മറ്റേ ഞങ്ങള് അടുത്ത് തന്നെ ഒരു 10 കിലോ വാട്ട് ചെയ്തു. അത് കസ്റ്റമായിട്ടാ ചെയ്തേക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് അതിന്റെ മണ്ടക്കൂടെ കയറി നടക്കാം, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മണ്ടക്കോട്ട് കയറി നടക്കാനായിട്ട് 4 പറഞ്ഞ് ഒരു പാനലിനകത്തിൽ ഇപ്പൊ 2 മീറ്റർ ഉള്ള പാനലിനകത്തിൽ സപ്പോർട്ട് അത്രയ്ക്ക് അടുപ്പിച്ചാലേ കയറി നടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പർലിങ് അടിച്ചു, തുളയിട്ട കൂട്ടത്തിൽ ഒരു പാനലിനകത്തിൽ നേരെ തുള കയറി.
അങ്ങനെ ആ പാനൽ കംപ്ലൈന്റ് ആയി. അപ്പൊ അതിനകത്തിൽ കമ്പനി വാറണ്ടി തരത്തില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം, ഉടമസ്ഥൻ അറിയത്തില്ല. അപ്പം പുള്ളിക്കാരൻ നല്ല ബുദ്ധിയുള്ളതായതുകൊണ്ട് ആ പാനൽ അതേപടി അവിടെ തന്നെ വെച്ചു. കണക്ട് ചെയ്ത് ടേപ്പ് അടിച്ച് അവിടെ തന്നെ വെച്ചിരുന്നു. കണക്ട് ചെയ്തിട്ടില്ല, ചുമ്മാ വെച്ചിരുന്നു അത്. അപ്പൊ അതിനകത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തുളയിടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് റിസ്കുകൾ മറ്റുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഈ തുള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കമ്പനികളും എന്റർടൈൻ ചെയ്യാത്തതിന് കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ രാഹുൽ പറഞ്ഞു വിട്ട് ഇത് എന്റർടൈൻ ചെയ്ത എല്ലാവരും ഈ പരിപാടിക്ക് തന്നെ നടക്കും. കസ്റ്റമായിട്ട് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ നട്ടുബോൾട്ട് ഇടുവാണെങ്കിൽ ഈ ഒരു 40 mm ഈ ഒരു 40 ഇതിലായിരിക്കും സെന്റിലായിരിക്കും ഇതിന് ഇത് ഇടുന്നത്. 40 സെന്റിലാണ് ഈ പറഞ്ഞ ഈ ഹോള് വരുന്നത്. അത് മാറ്റി കസ്റ്റമായിട്ട് ഇപ്പം ഒറ്റ നടുക്കിടാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറച്ച് കംപ്ലൈന്റ്സ് വരും. അതുകൊണ്ടായിരിക്കാം കമ്പനി അങ്ങനെ പ്രൊവൈഡ് ചെയ്തത്. ഇത് ഇതിനകത്ത് ഫ്രെയിമിനകത്തിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വാറണ്ടി തരത്തില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് അവന്മാർ ആ വാറണ്ടി കാർഡിനകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്തിൽ സ്ക്രാച്ച് വന്നാൽ തരത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ആ വാറണ്ടി ടേംസ് ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാനലിട്ട് പഞ്ഞിക്കകത്ത് വെച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വരും. ആ മാതിരി ടേംസ് എഴുതിയേക്കുന്നത്. പിന്നെ അതില് നമുക്ക് ഈ 4 സ്ക്വയർ എംഎമ്മിന്റെ വയറും വരുന്നുണ്ട്, 6 സ്ക്വയർ എംഎമ്മിന്റെ വയറും വരുന്നുണ്ട് DC കേബിൾ. അത് തമ്മിലുള്ള ഇപ്പൊ നമ്മളൊരു സ്ട്രിങ് ആണല്ലോ അതിൽ വന്നത്. അതിൽ നമുക്ക് 4 സ്ക്വയർ എംഎം ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ എന്തിനാണ് നമുക്ക് 6 സ്ക്വയർ എംഎം പറഞ്ഞ സ്പെക് 6 സ്ക്വയർ എംഎം വരും. അതായത് നമ്മളിപ്പോ ഒരു കേബിൾ സെലക്ട് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എത്രത്തോളം ഇതാണോ അതിനകത്തിൽ വരുന്നത്, ആ ഒരു ആംബിയർ റേറ്റിനകത്തിലുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്തിൽ വരുന്ന ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഘടകം വരും. അപ്പൊ ആ ഡ്രോപ്പ് എത്രത്തോളം ഒഴിവാക്കണം. ഇപ്പൊ നമ്മളിപ്പം കുറച്ച് ദൂരെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രോപ്പ് അവിടെ സംഭവിക്കും. ആ ഡ്രോപ്പ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന്റെ സൈസ് കൂട്ടുക തന്നെ ചെയ്യുന്നത്. അപ്പൊ ആ വോൾട്ടേജ് ഡ്രോപ്പ് നോക്കിയിട്ടായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. അതായത് നമ്മൾ ഒരു 5 കിലോ വാട്ടിന് 4 സ്ക്വയർ എം, 6 കിലോ വാട്ടിന് 10 കിലോ വാട്ടിന് 6 സ്ക്വയർ എം, 15 കിലോ വാട്ടിന് 6 സ്ക്വയർ എം, അല്ലെങ്കിൽ 50 കിലോ വാട്ട് വരെ 6 സ്ക്വയർ എം, അങ്ങനെ ഒരു കണക്ക് ഇതിലില്ല. എപ്പോഴും നമ്മൾ ഒരു പ്രൊജക്റ്റ് ആയിട്ട് സമീപിക്കുമ്പോഴത്തേക്കിന് അവിടെ അനുയോജ്യമായിട്ടുള്ള ഏതാണോ വയർ, ആ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഉചിതം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എല്ലാരും പ്രൊഡക്റ്റ് ആയിട്ട് മേടിക്കുന്നോണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നേക്കുന്ന മൊത്തത്തില്. സാറേ, അത് എത്ര ഡിസ്റ്റൻസ് വരെയാണ് നമ്മൾ 4 സ്ക്വയർ അല്ലെങ്കിൽ ഇത് ഡിസൈഡ് ചെയ്യുന്നത്? 6 സ്ക്വയർ എം അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വരെയൊക്കെ ഉള്ളതാ? എങ്ങനെ അതിന്റെ കാൽക്കുലേഷൻ? ഈ പറയുന്ന ഇതിന്റെയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് DC സൈഡില്, DC സൈഡിൽ നമുക്ക് 20 മീറ്റേഴ്സ് വരെയാണെങ്കിൽ ഈ പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നമ്മുടെ പെർമിസിബിൾ വോൾട്ടേജിനകത്ത് തന്നെ, അതായത് 4 വോൾട്ടിനകത്തിൽ തന്നെ എന്തായാലും ഇതിനകത്തിൽ നിൽക്കും. അതിന് മണ്ടക്കോട്ട് എന്തായാലും ഇത് പോകത്തില്ല. കാരണം DC സൈഡിൽ 4 സ്ക്വയർ എം ആ ഒരു അത്രയൊരു ഇതിൽ വരെ മാക്സിമം ഓടിക്കാം. സാറേ, പിന്നെ ഈ പാനൽ സെറ്റ് ചെയ്യുന്നത് അതിന്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 15 to 20 ഡിഗ്രി അങ്ങനല്ലേ വരുന്നത്? അതായത് ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ പൊതുവേ ഉള്ള ഒരു ഇത് വെച്ച് ഇപ്പൊ നമ്മളിപ്പം ഈ PVC-നകത്തിലും മറ്റുള്ളതിനകത്തിലും സിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് പൊതുവേ കാണിക്കുന്ന ഒരു ഇൻക്ലിനേഷൻ പല ലൊക്കേഷനിലും 9 to 10 കാണിക്കുന്നുണ്ട്, 12 കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഇൻക്ലിനേഷൻ അവര് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ആ ഒരു ഇൻക്ലിനേഷൻ ആയിരിക്കും പൊതുവെ നമ്മൾ എടുക്കാറ്. ഈ പറയുന്ന ഈ ആനുവൽ ഇയർ ഈൽഡ് നോക്കിയിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇതിൽ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും. അല്ലാതെ എത്രയാണത് ചെയ്യുന്നത്? നമുക്കിപ്പം വരുന്നത് കോമൺ ആയിട്ട് പൊതുവെ കണ്ടുവരുന്നത് 9 ചെയ്യാറുണ്ട്, 12 ചെയ്യാറുണ്ട്, 10 ചെയ്യാറുണ്ട്. 9 താഴെയായിട്ട് പോയിട്ടില്ല നമുക്ക്. പിന്നെ ചിലത് ഇപ്പം നമ്മളിപ്പം ബാക്കിയുള്ള ഇത് വരുമ്പോഴത്തേക്കിന് ഈ പറയുന്ന സൈറ്റ് കണ്ടീഷൻ വെച്ച് നമ്മളത് നോക്കാറില്ല. കാരണം നമ്മളപ്പോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിൽ ഇത് 3 ഒരു റിസർച്ച് ആയിട്ട് ഇതിനെ സത്യം പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതായത് നമ്മൾ വടക്കൊഴിച്ചിട്ട് 3 വശത്തും 20 ഡിഗ്രി ചായ്വില്, അതായത് 20 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂരയില്ലേ, നമ്മുടെ പെരയുടെ കൂര, പെരയുടെ കൂരയില് 5 കിലോവാട്ടിന് പകരം 5.5 കിലോവാട്ട് കയറ്റി. 5.5 കിലോവാട്ട് കയറ്റി 20 സ്ലോപ്പില് 3 വശത്തോട്ടും ചായച്ചിട്ടു. നമുക്ക് ഒരു മാസം അപ്പൊ ഒരു ദിവസം പ്രൊഡക്ഷൻ വന്നത് 20 യൂണിറ്റ് വന്നു. ഞാൻ ഇൻക്ലിനേഷൻ നോക്കിയില്ലായിരുന്നു. അപ്പൊ 20ലാണ് 3 വശത്തോട്ട് ഇട്ടേക്കുന്നത്. പക്ഷെ 1/2 കിലോവാട്ട് കൂടുതൽ ഇട്ടു. അപ്പൊ അതിന്റെ ലോസ് വന്നിട്ടുണ്ട്. 2 നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റെപ്പ് ഇൻക്ലിനേഷൻ എന്ന് പറയും. അതായത് ഒരു പൂ വിരിഞ്ഞ മാതിരി ഇരുന്നു. അത് വന്നപ്പോഴത്തേക്കിന് നമുക്ക് കിട്ടി, അതായത് പൂ വിരിഞ്ഞ മാതിരി തന്നെ കയറി വരും. പക്ഷെ ഇൻക്ലിനേഷൻ സൗത്തിലോട്ടായിരിക്കും, സൗത്തിലോട്ട് ഫേസ് ചെയ്ത് പൂ വിരിഞ്ഞ മാതിരി തന്നെ ഇരിക്കും. 12 ഡിഗ്രിയിൽ മണ്ടയ്ക്ക് ആദ്യത്തത് 9 കാണും, 10 കാണും, 12 അങ്ങനെ കയറി പോകും. അപ്പം അതിന് വന്നപ്പോഴത്തേക്കിന് നമുക്ക് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 കിലോ വാട്ടിന് മാക്സിമം വന്നേക്കുന്നത് 26 യൂണിറ്റ്. നോർമൽ ടൈമിൽ മറ്റേ, അതായത് ഒരു സാധാ നമ്മൾ 9 ഡിഗ്രി ചരിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊരു ദിവസം ഒരു ഇത്ര തന്നു. അതായത് ഇപ്പം ഒരു 20 തന്ന ദിവസം ഇത് നമുക്കൊരു 22 തന്നിട്ടുണ്ട്. എത്ര ചരിച്ചപ്പോഴാ സാറേ ഇത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു റിസർച്ച് ബേസിലാണ്. കാരണം അവിടുത്തെ ആളും ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ നമ്മളെയും പ്രോത്സാഹിപ്പിച്ചു, നമ്മളും ആ ഒരു രീതിയിൽ ചെയ്തു. അപ്പം നമ്മൾ ഈ ഒരുമാതിരി ഒരു പൂ വിരിഞ്ഞ മാതിരിയുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ മാതിരി ആദ്യത്തത് 9 സ്ലൈഡ്ലി കയറി മണ്ടക്കോട്ട് ഗ്രാജുവൽ ആയിട്ട് കയറി കറങ്ങി വരും. അപ്പം അത് ചെയ്തപ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ 22 വരെ വന്നിട്ടുണ്ട്. 22 ആണ് നമുക്ക്. മറ്റേതിന് 20 വന്നിടത്ത് ഇതിന് 22 വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ ഇതെല്ലാം ചെയ്ത 9 ഡിഗ്രി ആണല്ലോ ചരിവ് വന്നിരിക്കുന്നത് മൊത്തം? അല്ല, 9 ഡിഗ്രി ഒരെണ്ണം 9 പാനൽ, പല പാനലിലും പല ഡിഗ്രി ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തത്. അതായത് അതാ ഞാൻ പറഞ്ഞ ഒരു പൂ വിരിഞ്ഞ ഒരു പൂ, നമ്മുടെ ഒരു സൂര്യകാന്തി പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി, ചരിഞ്ഞൊരു സൂര്യകാന്ത പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി ചെയ്ത്. അപ്പൊ അതാണ് അങ്ങനെ നമ്മൾ അന്ന് ചെയ്തത്. അപ്പൊ അതും ഈ പറഞ്ഞേക്കുന്ന മാതിരി ഇത് കാണിച്ചേക്കുന്നത്. സാർ, അല്ലാതെ നോർമൽ കണ്ടീഷനിൽ നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ച് ഒരു എത്ര ഡിഗ്രി വെച്ചാണ് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്നതെന്ന് പറയാമോ? ഒരു 9 ഡിഗ്രി മുതൽ 12 ഡിഗ്രി എന്നുള്ള എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടേക്കണം. അല്ല, അത് തന്നെ നമ്മൾ കണ്ടേക്കണം. നമ്മൾ 9 വെച്ചിട്ടുണ്ട്, 10 വെച്ചിട്ടുണ്ട്, 11 വെച്ചിട്ടുണ്ട്, 12 വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു പ്രൊഡക്ഷനിലെ വലിയ വ്യത്യാസം കാണാറില്ല. പക്ഷെ ഒരു 15ന് മുകളിലോട്ട് പോകുന്നതോറും പ്രൊഡക്ഷനിൽ കുറവ് വരുന്നത് കാണുന്നുണ്ട്. 9 താഴെ പോയാലും നേരെ കുറവ് വരുന്നത് കണ്ടിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലൊക്കെ അവർ ഇംഗ്ലീഷ് വെള്ളം നോക്കിയിട്ടുണ്ട്. അവരെങ്ങനെ ഡയറക്ഷൻ നോക്കിയിട്ടില്ല, ചെരിവ് നോക്കിയിട്ടില്ല. പക്ഷെ പ്രൊഡക്ഷനിൽ വലിയ കുറവൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിടുത്തെ പ്രൊഡക്ഷൻ അതാ വേണ്ടി ചേട്ടാ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞേക്കുന്ന ഞാൻ 2 ഇൻക്ലിനേഷനും 3 ഇൻക്ലിനേഷനും ചെയ്തതാ. അന്ന് ചെയ്തപ്പോ പക്ഷെ വലിയ വേരിയേഷൻ കാണില്ല. പക്ഷെ അത് എത്രത്തോളം നമുക്കിപ്പം കസ്റ്റമറിന് ഇത് ചെയ്യുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തത് 2 എണ്ണം ചെയ്തു. പക്ഷെ 2 സക്സസ് ആയിരുന്നു, വലിയ കുഴപ്പമില്ല. നമുക്ക് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും, ഇപ്പം വരെ 0 കംപ്ലൈന്റ് ആണ്. പ്രൊഡക്ഷൻ നല്ല രീതിയിലുണ്ട്. അതുപോലെ സാറേ, ഈ പാനൽ നമ്മൾ കയറ്റുന്ന സമയത്ത്, മുകളിലേക്ക് കയറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ സാധാരണ ഒരു കേസിൽ കയറിലോ അല്ല അങ്ങനെ റോപ്പിലൊക്കെ വെച്ചിട്ടല്ലേ അങ്ങ് ചെയ്യുന്നത്? അതായത് പാനല് കയറ്റുമ്പോഴത്തേക്കിന് ഇപ്പൊ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടാണ് മറ്റേ ആക്ച്വലി ഇങ്ങനെയുള്ള സാധാരണ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് സ്കഫോൾഡിങ് ഇട്ടും മറ്റുള്ള ഇതുമെല്ലാം പ്രൊജക്റ്റിൽ വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ മാതിരി കയറ് കെട്ടിയോ മറ്റുള്ള ഇതൊന്നും നടക്കില്ല അവിടെ. നടക്കത്തില്ല. പ്രൊജക്റ്റിൽ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന കയറ് കെട്ടോ അല്ലെങ്കിൽ ഒരാൾ പിടിച്ചുകൊണ്ട് പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം റിജക്റ്റഡ് വരും. ഞാൻ പറഞ്ഞ ഈ മൈക്രോ ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായത് 2 പേര് 2 സൈഡിൽ ഹാൻഡിൽ ചെയ്ത് വരണം. മറ്റേത് വരുമ്പോഴത്തേക്കിന് ഇത് വെച്ചിട്ട് ബോബ് ലിഫ്റ്റ് വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്, പാനലിൽ മണ്ടയ്ക്ക് എത്തിക്കാനായിട്ട്.
അല്ലെങ്കിൽ ക്രെയിനോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഇതായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരും. നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കിനും മിനിമം ഒരു 2 പേരെങ്കിലും പിടിച്ചു പോക്കി അത് തട്ടുക മുട്ടാതെ മണ്ടയ്ക്ക് കയറ്റുക എന്നുള്ള ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ സാധനം ഒന്നും വലിയ തട്ടുമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് വലിയതായിട്ട് ബാധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഇവിടെ എല്ലാം എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഇതുവരെ ഈ പറഞ്ഞേക്കുന്ന പ്രഥമ ദൃഷ്ടിയ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു അരുൺ പറഞ്ഞാണത് 2 പേര് എപ്പോഴും ഒരു പാനൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 2 പേര് 2 സൈഡിൽ നിന്ന് മിനിമം വേണം. 2 പേരെ പിടിച്ചോണ്ട് പോകാവുള്ളൂ. ഒറ്റയ്ക്ക് ഈ 2 ബാഹുബലി കൂട്ട് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അതെയല്ല ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ കണ്ടേക്കുന്നത്. അല്ല ഇപ്പൊ സാധാരണ കേസിൽ ഇപ്പൊ 2 നിലയുടെ മുകളിലൊക്കെ സാധാരണ ഇപ്പൊ ചെയ്യുന്ന റോപ്പ് ഇട്ടങ്ങ് കയറ്റുവാണോ ഇന്ന്, അതോ അല്ലാതെ അഴിൽ തന്നെ എടുത്ത് കൊണ്ടുപോകുന്ന? 2 നിലയുടെ മണ്ടയ്ക്കൊക്കെ അത് ഞാൻ പറഞ്ഞല്ലേ, സൈറ്റ് കണ്ടീഷനും നമ്മളുടെ കണ്ടീഷനും കസ്റ്റമറുടെ പോക്കറ്റും കൂട്ടിരിക്കും ഈ സാധനം. എത്രത്തോളം ഇതുണ്ടോ അത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാം, എത്രത്തോളം മോശമാണെങ്കിൽ അത്രത്തോളം ഇതായിട്ട് ചെയ്യാം. കാരണം ഇതിനെല്ലാം നമ്മൾ നിർബന്ധിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പൈസയാ. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് പിടിച്ച് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിർവാഹവും കാര്യമില്ല. എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വരുന്നത് ഈ പണിക്കാർക്ക് കൊടുക്കാനേ കാണുള്ളൂ. അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ഈ 2 പേര് പിടിച്ചോണ്ട് പോയാലേ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞേക്കുന്ന ഫ്രെയിമിലാണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളായാലും നിൽക്കുന്നത്. ഈ പറഞ്ഞ സാധനത്തിന് 160 mm ഉള്ളൂ ആപ്പാട് ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ഒരു ടെമ്പേർഡ് ഗ്ലാസിന്റെ ഒരു പ്രൊട്ടക്ഷനും പിന്നെ മാത്രമല്ല അകത്തെ ഒരു ലാമിനേഷനുമാണ് ഇതിനുള്ളത്. ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 7000 അല്ലെങ്കിൽ 9000 രൂപ പോകും. അപ്പൊ അതിനെ എത്രത്തോളം കെയർ ചെയ്ത് കയറ്റാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്. കയറിയിട്ട് എങ്ങും തൊടാതെ കയറ്റുവാണെങ്കിലും അത്രയും നല്ലത്. ഇപ്പൊ ഒരു ഫ്രെയിമിനകത്തിൽ മാത്രം ലോഡ് വരാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. മണ്ടക്കത്തെ ഫ്രെയിമിലോ എന്നതിൽ അത് എന്റർടൈൻ ചെയ്യരുതെന്നാ, പറയരുതെന്നാ. ഇനിയിപ്പോ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചും കണ്ട് നോക്കിയും ചെയ്യാം. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ, ഒരു നിവൃത്തിയില്ല. ഉള്ളത് കൂട്ടി ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ നോക്കി കണ്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഭാഗ്യം വന്നേ. ഇപ്പൊ നമ്മൾ എത്ര സൂക്ഷിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും മണ്ടയ്ക്ക് കയറുന്ന അവനും തല്ലിപ്പറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ സേഫ്റ്റി മണ്ടയ്ക്ക് കയറി ചെയ്യുന്നവരാര് സേഫ്റ്റി നോക്കാനാ? എന്ത് സേഫ്റ്റി നോക്കാനാ? ഒന്നും നോക്കുന്നില്ല. പാനലിനെക്കാട്ടിലും വലുത് മനുഷ്യന്റെ സേഫ്റ്റിയാ. ആ മനുഷ്യനാ 10 നിലയുടെ മണ്ടയ്ക്ക് 2 കൈയും പൊക്കി പാനലും പൊക്കി കൂടെ പോകുന്നത്. അതിനകത്തിൽ ആരുടെ സേഫ്റ്റി നമ്മൾ നോക്കും? പാനലിന്റെ സേഫ്റ്റി നോക്കൂ, ആളുടെ സേഫ്റ്റി നോക്കൂ. ഇതാ ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ ലിഫ്റ്റ് ഉള്ളിടത്ത് മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റികളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേ ഉള്ളൂ. കാരണം ഇപ്പൊ വലിയ സൈറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഒരു ക്രെയിൻ വിളിച്ചിട്ട് മൊത്തത്തിൽ മണ്ടയ്ക്ക് വലിയ പ്രൊജക്ടുകൾ അങ്ങനെ മണ്ടയ്ക്ക് കയറ്റുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ബൾക്കായിട്ട് തന്നെയുള്ള ഒരു ഇതിലോട്ട് മണ്ടക്കോട്ട് കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെയുള്ള കേസിൽ. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാനാന്ന് വെച്ചാൽ 2 പേര് കൂടി പിടിച്ചോണ്ട് പോവുക എന്നുള്ളതാണ്. ഈ പറയുന്ന ബീഹാറിക്കോ ബംഗാളിക്കോ ഒരു തോന്നലും ഇല്ല ഈ പറയുന്ന സാധനം ഇത്ര വിലയുള്ളതാണ്. അവന്മാര് വാരി എടുത്തോണ്ടാ പോകുന്നത്. അപ്പൊ അതിനകത്തിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മൾ എത്രത്തോളം പ്രൊജക്ടിനകത്തിൽ ഇൻവോൾവ് ആകുന്നു അത്രത്തോളം നമ്മുടെ പ്രൊജക്ടിന് ലൈഫ് കിട്ടും. നമ്മൾ എത്രത്തോളം ഉഴപ്പാകുന്നോ, സബ് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തോ ഒക്കെ ചെയ്യും. ഞാനൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാനൊക്കെ ആദ്യം സബ്ബാ ചെയ്തത്. ഒരുപാട് സബ് ചെയ്ത വലിയ കമ്പനി, അത്യാവശ്യം വലിയ കമ്പനികളിലേക്ക് സബ് ചെയ്ത കയറിയത്. അപ്പം സബ് കൊടുക്കുന്തോറും ഞാൻ പറഞ്ഞല്ലേ, സബ് കൊടുക്കുമ്പോഴും ഇപ്പൊ ഞാൻ സബ് ചെയ്തപ്പോഴും എനിക്കറിയാം എന്തൊക്കെ പോരാഴികളാണ് അതിനകത്ത് വന്നതെന്ന്. ഞാൻ എന്തൊക്കെ കെയർ ചെയ്യത്തില്ല. ഞാൻ എന്റെ പണി തീർക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ വെക്കുന്നവന്റെ വർഷം നിൽക്കണമെന്നോ അല്ലെങ്കിൽ വെക്കുന്ന കസ്റ്റമറിന് ഗുണം കിട്ടണമെന്നും ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നഷ്ടവും വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ കെയർ ചെയ്യത്തില്ല. കാരണം എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ അത്രയും കെയർ കൊടുക്കാറില്ല. അപ്പൊ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആകുന്നു, അത് നമ്മുടെ പ്രൊജക്ടിനകത്തിൽ നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്നോ. ഒരു കുഞ്ഞിനെ കെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ ആയുസോടെ അത്രയും നാളും ഇങ്ങനെ സന്തോഷമായിട്ട് നല്ല മിടുക്കനായിട്ട് പോകാം. ഇല്ലെങ്കിൽ വഴി വെച്ച് എവിടെ എല്ലാം തല്ലിയും കിട്ടും. നമ്മളും പിന്നെ അതിന്റെ പുറകെ പോകേണ്ടി. സാറേ, അതുപോലെ നമ്മൾ ഈ പാനൽ സെറ്റിങ്ങിന്റെ അപ്രോക്സിമേറ്റ് എങ്ങനെയാണ് അതിന്റെ എക്സ്പെൻസ് എങ്ങനെയാ അതിന്റെ അപ്രോക്സിമേറ്റ് കണക്ക് വരുന്നത്? എന്ത് കണക്കാണ് ഉദ്ദേശിക്കുന്നത്? പാനൽ സെറ്റ് ചെയ്യുമ്പോഴുള്ള ലേബർ കോസ്റ്റും കാര്യങ്ങളും അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒറ്റ അടിക്ക് പറയുവാണെങ്കിൽ 1 കിലോവാട്ടിന് 2 രൂപ വെച്ചോ, അല്ലെ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം കൂടെ കൂട്ടിയിട്ട് 2 രൂപ വെച്ച് കൂട്ടുക. 2 രൂപ വെച്ച് കൂട്ടുക.
എങ്ങനെ സാറേ? 1 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്ത് സ്ട്രക്ചർ, അതായത് ഞാൻ പറയുന്നത് നോർമൽ റെഡിമെയ്ഡ് സ്ട്രക്ചർ ചെയ്യുന്നതിന് 2 രൂപ വെച്ച് കൂട്ടുക. അതായത് 5 കിലോ വാട്ട് ചെയ്യുന്നതിന് ഇലക്ട്രിക്കല് സ്ട്രക്ചർ ഉൾപ്പെടെ 20,000 രൂപ. 5 കിലോ വാട്ടിന് 20,000 രൂപയാണ് വരുന്നത്. 20,000 എല്ലാം കൂടെ സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം അവർ ചെയ്യും. ലേബർ മൊത്തത്തിൽ സ്ട്രക്ചർ, അതായത് റെഡിമെയ്ഡ് സ്ട്രക്ചർ അവർ ചെയ്തു തരണം. പിന്നെ നിങ്ങൾ സ്ട്രക്ചർ എന്തോ ഒരു ഫ്ലാറ്റ് റൂഫ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ് ആരും പറഞ്ഞത്. പക്ഷെ ഒരു ഷീറ്റ് റൂഫ് ആണെങ്കിൽ ഈ കഥയെല്ലാം മാറും. ഈ പറഞ്ഞേക്കുന്ന ഈ 2 രൂപ തന്നെ ഇൻസ്റ്റലേഷൻ വരും. പിന്നെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് സ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ മെറ്റീരിയലിന്റെ അതിന്റെ ഇരട്ടിയാണ്, ആ മെറ്റീരിയലിന്റെ ഇരട്ടിയാണ് നമ്മൾ ഇത് കൂട്ടുന്നത്, അതായത് ലേബർ ആയിട്ട് കൂട്ടുന്നത്. അല്ലേ സാർ, ഈ 2,000 രൂപ എക്സ്പെൻസ് എന്ന് പറഞ്ഞ എന്തോ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. എങ്ങനെയാ ഈ സാർ 2,000 രൂപ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതെന്തോ എനിക്ക് ക്ലിയർ ആയില്ല സാറേ. ലേബർ പാനലിലെ സെറ്റിംഗ് മാത്രം അല്ലേ? അല്ലല്ല, ഇലക്ട്രിക്കൽ ഉൾപ്പെടെ 2,000 രൂപയോ? 2,000 രൂപ 1 കിലോ വാട്ടിന്. 1 കിലോ വാട്ടിന്. ഓക്കെ. അപ്പം ആ രീതി വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ സ്ട്രക്ചർ അത് കൂട്ടാണെങ്കിൽ സ്ട്രക്ചർ അത് കൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഒരു സപ്പോസ് 2 കിലോ വാട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇത് പാനല് ഇതെല്ലാം കൂടെ എക്സ്പെൻസ് എത്രയാണ് വരുന്നത്? അതിന്റെ മെറ്റീരിയൽ ഉൾപ്പെടെയാണ് സാറേ ചോദിക്കുന്നത്. അല്ല, ഇതിപ്പോ ഞാൻ പറയണ്ടേ, ഈ നമ്മൾ 2 കിലോ വാട്ട് ആയാലും 3 കിലോ വാട്ട് ആയാലും 5 കിലോ വാട്ട് ആയാലും ഇതിനകത്ത് ഒരു കുഴപ്പം, ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എല്ലാം സെയിമാ, ഒരേ പണിയാ, ഒരു പണിയില്ല. ഈ പറഞ്ഞേക്കുന്ന സെയിം പണി തന്നെ ചെയ്യണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന ഇതിനകത്തിലുള്ള വർക്കേ ഉള്ളൂ, അതായത് നമ്മുടെ പാനലിന്റെ വർക്കേ ഉള്ളൂ. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും. അത് ഓരോ ചെയ്യുന്നവരെ ബേസ് ചെയ്തിരിക്കും. അന്നത്തെ ഇലക്ട്രിക്കൽ വർക്ക് മാത്രമായിട്ടാണെങ്കിലോ, അതായത് പാനലും സ്ട്രക്ചറും പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വയറിങ്ങും എർത്തിങ്ങും ഇൻവെർട്ടർ മൗണ്ടിങ്ങും DC DCB അത്രയൊക്കെയാണ്. 1 രൂപ വെച്ച് മേടിക്കാം. ഹാൻഡ് പവർ മാത്രം. ഓക്കെ, നമ്മൾ അന്നേരം നമ്മുടെ പ്രോഗ്രാമിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ കമ്പനികളെ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റുകളൊന്ന് പരിചയപ്പെടുക. അപ്പോൾ നമുക്ക് ആ ഓരോ പ്രോഡക്റ്റും ഓരോ കമ്പനിയും പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്കൊരു 2 കമ്പനീനെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ റീക്കോ ആണ്, പിന്നെ അത് ബെന്നിസാറിന്റെ ആണ്, മറ്റൊന്ന് അരുണിന്റെ ആണ്. ആദ്യം നമുക്ക് ബെന്നിസാറിന്റെ അവിടെ എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ട്, എന്താണ് ആ പ്രോഡക്റ്റിന്റെ പ്രത്യേകത, അതൊക്കെ ബെന്നിസാറിന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കണ്ണൻ സാറ് എന്നോട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വാസ്തവത്തിൽ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെ ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ റിമ്മ് പോലെ ഒരു സപ്ലയർ, വലിയൊരു സപ്ലയർ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ഞാനെപ്പോഴും ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ നേരത്തെ പോലെ ശ്രദ്ധിക്കുന്നത്. പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ BLDC ഫാനുകള്, പമ്പ് സെറ്റുകള്, അതുപോലെ തന്നെ BLDC കംപ്രസറുകള്, അതുപോലെ തന്നെ ഇപ്പൊ മീൻ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള എയറേറ്ററുകള്, അതെല്ലാം DC വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇപ്പം കുറച്ച് ശ്രദ്ധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളെ ഞാൻ അത്ര ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല. അത് നമ്മൾ ആദ്യമേ തന്നെ പറയാം. ഞാനൊരു 10-20 വർഷത്തോളം നമുക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ചെറിയ റേഡിയോ റിപ്പയറിങ്ങിൽ ഒരാശാന്റെ കീഴിൽ തുടങ്ങി, പിന്നെ അത് പയ്യെ ഇൻവെർട്ടറിലോട്ട് വന്നു, കുറച്ചുനാൾ ഡിഷിന്റെ പുറകെ നടന്നു, പിന്നെ ഇതൊരു നല്ല ഫീൽഡായിട്ട് നമ്മൾ സോളാറിനെ കണ്ടു, അങ്ങനെ അതിലോട്ട് മാറി. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒത്തിരി കേരളത്തില് എല്ലാ ജില്ലകളിലും മിക്കവാറും നമ്മൾ പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാനിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ചെറിയ പ്രൊഡക്റ്റുകൾ, അതായത് ഈ BLDC ടെക്നോളജി എനിക്ക് ഒത്തിരി താല്പര്യമുള്ളതാണ്.
അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിന് അതനുസരിച്ച് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സമയത്ത് പ്രൊജക്ട് ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ഇപ്പോൾ ഒരു വീട് പണിയുന്ന ഒരു സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവരോട് നമ്മൾ ആദ്യമേ പറഞ്ഞ വലിയ സോളാറിന്റെ പ്രൊജക്ടിനെ കുറിച്ചായിരിക്കില്ല, നമ്മൾ BLDC ഫാനിനെ കുറിച്ച് പറയും. അപ്പം BLDC ഫാനിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ കസ്റ്റമറായിട്ടൊരു നമ്മുടെ സ്ഥാപനത്തിലോട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് നമുക്ക് മറ്റു പ്രൊഡക്റ്റുകൾ, അപ്പൊ ഒരു വാട്ടർ ഹീറ്റർ ആയാലും അല്ലെങ്കിൽ ഇനി അവർക്കൊരു വലിയ വീടാണെങ്കിൽ 3 കിലോവാട്ടിന്റെ 5 കിലോവാട്ടിന്റെ ഒരു ഗ്രിഡ് സിസ്റ്റം നമുക്ക് പറയാം. അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു 10,000, 1500, 2000 രൂപ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം പറയാം. അപ്പൊ അങ്ങനെ ചെറിയ ഈ പ്രൊജക്ട് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ മാർക്കറ്റിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് തരാവുന്ന ഒരു സപ്ലയർ എന്നുള്ള രീതി നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഞാൻ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ എന്നാൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ ഈ പറഞ്ഞത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ രാഹുലിനെ പോലെ റിം പ്രൊജക്ട് പോലെ വലിയൊരു സപ്ലയർ അല്ല എന്നുള്ള കാര്യവും, അതുപോലെ ഞാൻ ടെക്നിക്കലായിട്ട് ഇപ്പൊ അരുണൊക്കെ അത്യാവശ്യം ടെക്നിക്കലാണ്, റിമ്മിൽ രാഹുൽ വളരെ ടെക്നിക്കലായിട്ടുള്ള ആളാണ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള ആളാണ്. അതുപോലെ ഞാൻ അല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്, നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ 25 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറാതെ തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയ ഓഡിയോ വീഡിയോ സർവീസിങ് ആയിരുന്നു നമ്മുടെ തുടക്കം. പിന്നെ നമ്മൾ ഓരോ ഇങ്ങനെ പ്രൊജക്റ്റിലോട്ട് പയ്യെ വന്ന് ഇപ്പൊ നമ്മൾ അത്യാവശ്യം നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്. നമ്മുടെ ഏകദേശം 10-15 സ്റ്റാഫുകളും അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഞങ്ങളൊരു കമ്പനി ആയിട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ട്രേഡിംഗ് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ സപ്ലയർ ഒന്നും ഉള്ളതല്ല. ഞാനിപ്പോ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിക്കാന്നല്ല, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ പമ്പ് സെറ്റുകൾ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് BLDC പമ്പ് സെറ്റുകൾ ഈ പിന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം. പമ്പ് സെറ്റുകൾ കാണാം. അതുപോലെ ഞാൻ ഇരിക്കുന്നതിന്റെ നേരെ പുറകുവശത്താണ് പോലും ഈ ഫ്രിഡ്ജിന്റെ കംപ്രസർ കാണുന്നതൊക്കെ ഫ്രിഡ്ജിന്റെ കംപ്രസറുകളാണ്. അതുപോലെ ഇത് DC എയറേറ്റർ ആണ്. അതുപോലെ ഫാനുകള് BLDC ഫാനുകൾ, അങ്ങനെ ഞാൻ കുറച്ച് അറ്റംബർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, ഗാർഡൻ ലൈറ്റ്, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ഓൺ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജ്, പിന്നെ നമ്മുടെ MPPT ചാർജ് കൺട്രോളർ, അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് നമ്മളിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ കൂടുതലും നമ്മൾ ഈ ട്രേഡിംഗ് എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങിയത്. പ്രൊജക്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു വീട് ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനെ ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ വളരെ സ്ലോലി ഇതൊരു ട്രേഡിങ്ങോടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്ത് പ്രൊഡക്റ്റ്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ബെന്നിയുടെ ഒരു പ്രത്യേകത, ഏറ്റവും കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ബെന്നി എന്നോട് പറഞ്ഞൊരു കാര്യം, വലിയ AC-യുടെ കംപ്രസർ സാധാരണ ഇതായിരിക്കും, അത് BLDC-യിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ബെന്നി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ BLDC എയർ കണ്ടീഷണർ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ചെയ്യാനായിട്ട് ഇവിടെ റൂം ഉണ്ടാക്കി വെച്ചു, നമ്മുടെ ഒരു ഓഫീസ് ക്യാബിനറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഈ എയർ കണ്ടീഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അത് ബെന്നിയുടെ സ്ഥാപനത്തിന്റെ പേരും സ്ഥലവും എല്ലാം ഒന്ന് പറഞ്ഞോളൂ, മിക്കവർക്കും അറിയില്ലായിരുന്നു. റീക്കോ, എന്റെ പേര് ബെന്നി എന്ന് മനസ്സിലായി. റീക്കോ എനർജി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. തൊടുപുഴയാണ് കമ്പനിയുടെ ബേസ്, തൊടുപുഴ. ഓക്കെ ബെന്നി, താങ്ക് യു. ഇനി നമുക്ക് അരുണിന്റെ ഇതൊന്ന് നോക്കാം. അരുൺ എന്തൊക്കെ സർവീസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നമുക്ക് പ്രോജക്റ്റ്. ഹലോ പറഞ്ഞോളൂ സാർ. ഒരു ഡൗട്ട്, ഈ DLDC-യുടെ എക്സ്പാൻഷൻ ഒന്ന് പറയാമോ? എക്സ്പാൻഷൻ എന്താണ്? ഷോർട്ട് ഫോം അല്ലാണ്? ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ DC മോട്ടറിലൊക്കെ ബ്രഷ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പൊ അത് ബ്രഷ് ഇല്ലാതെ ബ്രഷ്ലെസ് ആയിട്ടാണ് വരുന്നത്. ബ്രഷ്ലെസ് DC മോട്ടർ അല്ലേ? ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട്, അതാണ് BLDC എന്നുള്ളതിന്റെ. അതായത് 70 വാട്ട്സ് നമ്മുടെ ഫാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ BLDC ഫാൻ ആണെങ്കിൽ 25 വാട്ട്സേ വരികയുള്ളൂ. അതുപോലെ എല്ലാ മോട്ടേഴ്സും അതേപോലെ തന്നെ ഒരു 3 നമ്മള് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്പീഡ്, അത് ഏറ്റവും സ്ലോ സ്പീഡ് ആണെങ്കിൽ ഒരു 3 വാട്ടില്
ആണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ 27 വാട്ട് വരുള്ളൂ. അപ്പൊ ഞാനിവിടെ എന്റെ സ്ഥാപനത്തിൽ വെറുതെ വരുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഒരു എനർജി മീറ്റർ അല്ല ഒരു സോളാർ ഒരു ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം. ഇത് വരുന്നവർക്കെല്ലാം നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും. ഒരു ഫാന്, അതുപോലെ തന്നെ ഫാൻ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഫാന് വെറുതെ വരുന്ന ആൾക്കും നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും. ഇതൊരു ഫാൻ വർക്ക് ചെയ്യുന്നത് 3 വാട്ടിലാണ്, അല്ലെങ്കിൽ അത് 7 വാട്ടിലാണ്. അപ്പോൾ പിന്നീട് അവരുടെ സുഹൃത്തുക്കളുമായിട്ടാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും അത് നമുക്ക് ഇന്നും 2 ഫാൻ ഇവിടെ വെച്ചുപോയി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ 1-2 ഫാൻ മേടിച്ചു. ഇന്നൊരു 3 ഫാൻ വേറെ ഓർഡറും കിട്ടി. അപ്പൊ അത് തന്നെയല്ല, ഈ ഫാൻ നമ്മളൊരു വലിയ ബിസിനസ് ആയിട്ടല്ല കാണുന്നത്. ഇത് നമുക്ക് ചെയ്യുന്ന ഇതിനകത്തൊരു നല്ല കാര്യമുണ്ട്. ഇതൊരു ഈ ബിസിനസ്സിന് പണ്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മുടെ അരുൺ പറഞ്ഞു നമ്മളെല്ലാം ഭൂമിയിലെ മാലാഖമാരാന്ന്. അപ്പൊ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്കാണ്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ബിസിനസ്സിനകത്ത് ഒരു മൂല്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മൂല്യം വളരെ വലുതാണ്. അപ്പൊ ഈ ഫാൻ വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഓൺലൈനിൽ ഇഷ്ടംപോലെ പല കമ്പനിയുടെയും ഫാനുകൾ ഈ BLDC ഫാനുകളൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മളത് കസ്റ്റമറോട് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിച്ചാൽ മാത്രമാണ് അവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിത് ആദ്യമേ ഫാനെ തുടങ്ങും. പിന്നെ നമുക്കിപ്പോ ഒരു സാധാരണ ഒരു വീട്, അത് കഴിഞ്ഞ ഒരു 3-4 ബെഡ്റൂമുള്ള ഒരു പുതിയ വീട് പണിയുമ്പോൾ അവർ വലിയ എയർ കണ്ടീഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാനും ഈ രീതിയിലുള്ള അവരൊരു ഈ പറഞ്ഞ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3 മോണോപ്പർക്കും ഒരു 200 AH 2 ബാറ്ററിയും വെച്ചുള്ള ഒരു സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ചെറിയ കറണ്ട് ബില്ല് ഒരു 250-300 രൂപ അടയ്ക്കുന്ന അങ്ങനെ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്ന ഒരു അവലോട്ട് അവർക്കൊരു അങ്ങനെ ആ ഒരു പ്ലാൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ദിവസങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറെ കസ്റ്റമേഴ്സ്, അതായത് ഒരു 10-50ഓളം കസ്റ്റമർ നമ്മൾ ഈ പറഞ്ഞ ചെറിയ പ്ലാനാണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി, റെഫറൻസ് വന്നു. കാരണം അവർക്കത് വളരെ ഒരു അനുഗ്രഹം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവറി ഫ്ലോ ബാക്കപ്പ് ഉണ്ട്, അവർക്ക് കറണ്ട് ബില്ല് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ എയർ കണ്ടീഷനൊക്കെ ഉപയോഗിച്ച് അടിച്ചുപൊളിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നവരെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. സാധാരണ കസ്റ്റമേഴ്സിനുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പൊ അത് ആണ് നമ്മുടെ ഈ ബിസിനസിന്റെ മൂല്യമാണ് നമ്മളെ എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഘടകം. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ എനിക്കത് വളരെ സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് ഈ മാലാഖമാരെന്നുള്ള വാക്കുകൾ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. അത് നമ്മൾ അതിലോട്ട് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. ഒരു ബിസിനസിന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് പല ബിസിനസ് ഉണ്ട്, ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാവുന്ന പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് വേറെ ആര് പറഞ്ഞു കൊടുക്കും? അതാണ് ബെനിജേട്ടാ, നമ്മള് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കിനെ ബിസിനസ് എന്നുള്ള രീതി കാണുമ്പോഴത്തേക്കിനെ എന്റെ കൂട്ടത്തിലുള്ള പാർട്ട്നേഴ്സ് ആയാലും പറയാം ഇവനും ബിസിനസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഇല്ലെന്ന് പറയും. നമ്മള് കൂടുതലും സർവീസ് ഉള്ള കാര്യം പറയാ. എന്നെ ഒരു കസ്റ്റമർ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹൈബ്രിഡ് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഹൈബ്രിഡ് ചെയ്യാം, എത്രയാണ് സാറിന്റെ കറണ്ട് ബില്ല്? എനിക്ക് 850 രൂപയാണ്. ഞാൻ പറഞ്ഞു സാറ് ഹൈബ്രിഡ് ചെയ്യുന്നതിന് 4 ലക്ഷം രൂപ. സാർ ഒരു കാര്യം ചെയ്യാം, 4 ലക്ഷം രൂപ എനിക്കിതാ, ഞാൻ മാസം ഞാൻ കറണ്ട് ബില്ല് അടച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ സോളാർ ചെയ്യുന്നവരായാലും പരോക്ഷമായിട്ട് അവർ ഓരോ തൈ വെച്ച് ഡെയിലി വെക്കുവാണ്. നമ്മളെ പഠിപ്പിച്ചതിന്റെ ഒരു സാറ് പറഞ്ഞതാണ്. കാരണം നമ്മളിപ്പോ എല്ലാവർക്കും ഓരോ ഗുരുനാഥന്മാര് കാണുമല്ലോ. ഈ പറഞ്ഞേക്കുന്ന സോളാർ ഫീൽഡിലോട്ടായാലും വരാനായാലും നമുക്കൊരു വഴികാട്ടിയായിട്ട് ഒരാൾ കാണുമല്ലോ. ഞാൻ ആക്സിഡന്റലായിട്ടാണ് ഈ സോളാറിലോട്ട് വരുന്നത്. അതായത് എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3rd ഇയറില് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക് എടുത്തു, സെമിനാർ ചെയ്തു. അങ്ങനെ ഞാനത് KSEB പോയി പുതിയ ഇതാന്ന് പറഞ്ഞ ആശയമാന്ന് പറഞ്ഞ് KSEB പോയി ചെയ്തു. അതുകൊണ്ട് എന്റെ ബിടെക്കിന്റെ ഇതെന്ന് പറഞ്ഞത് നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന നെറ്റ് മീറ്റർ ആയിരുന്നു എന്റെ ബിടെക്കിന്റെ പ്രോജക്റ്റ്. അത് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ബിടെക്കിന്റെ ഇതിന് വരും, ഈ പറഞ്ഞ സോളാറിലോട്ട് വരുമെന്ന്. പിന്നെ ഞാൻ തിരിഞ്ഞു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മേഖലയിലോട്ടായി, ഈ MEP ഡിസൈനിലോട്ട് പോയി. പിന്നെ ഒരു വീട്ടിൽ ബാറ്ററി വെക്കാൻ പോയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോളാറിലോട്ട് അവിടുത്തെ കമ്പനിയിലോട്ട് ചേരുന്നത്. അങ്ങനെ ഞാൻ സോളാറിലോട്ട് വന്ന് എങ്ങനെ വഴി എവിടൊക്കെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് സോളാറിൽ തന്നെ വന്നു. അങ്ങനെ മനസ്സിലായി എന്റെ പ്രവർത്തി മേഖല ഇവിടെ തന്നെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ഉറച്ചു തന്നെ. അപ്പൊ അന്ന് എന്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു സേവനമായിട്ട് എടുക്കുക. നിങ്ങൾ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രകൃതിക്കായാലും നമ്മളിപ്പോ കോൾ കൊണ്ട് ഇത് ചെയ്തിട്ടാണ് ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കുറെ സേവിങ് നിങ്ങൾ പരോക്ഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സർവീസ്. അപ്പൊ അന്ന് തന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ബെന്നിച്ചേട്ടൻ പറയുന്ന മാതിരി ഒരു 5 വർഷം മുമ്പ് എനിക്കിത് ഭയങ്കരമായിട്ട് കിട്ടി. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ എന്റെ മേഖല ഞാൻ പഠിച്ചു വന്നതേ ഇത് തന്നെയാണ്, ഈ ഒരു മേഖലയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ഒരു തുടക്കക്കാരന് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരന് എത്രത്തോളം ഇത് കിട്ടും. അപ്പൊ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞേക്കുന്ന കമ്പനിക്കാരുടെ എല്ലാം സബ് എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഒരു 5 വർഷം മുമ്പ് അല്ല ഒരു 3-4 വർഷം മുമ്പ് ഞാൻ സബ് എടുക്കുമായിരുന്നു. സബ് എടുത്ത് ഈ പറയുന്ന മാതിരി പണിക്കാരൊന്നും ഇല്ലായിരുന്നു. എഞ്ചിനീയർ ആയിട്ടുള്ള രണ്ടുപേരായിരുന്നു, ഞാനും എന്റെ പാർട്ണറും ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബാഗും തൂക്കി എടുത്തോണ്ട് പോയിട്ട് ഈ പറഞ്ഞേക്കുന്ന ഓൺ ഗ്രിഡുകൾ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് എല്ലാം പോയി 5 കിലോ ആയിട്ടും 3 കിലോ ആയിട്ടും 11,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഒരു മാസം 5,000 രൂപ വെച്ച് പ്രോഫിറ്റിൽ കിട്ടി ഞങ്ങൾ തുടങ്ങിയതാണ് ഈ പറഞ്ഞേക്കുന്ന ഇലക്ട്രി എന്ന് പറയുന്നതാണ്. ഇലക്ട്രി എന്ന് പറഞ്ഞ സ്ഥാപനം അങ്ങനെയാണ് തുടങ്ങിയത്. എന്റെ കമ്പനിയുടെ പേര് ഇലക്ട്രി എന്നാണ്. ഞങ്ങൾ 3 പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് രണ്ടുപേരും ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് പണി ചെയ്ത് പിന്നെ അവസാനം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ വന്നിട്ട് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്കും ബിനിച്ചേട്ടൻ പറഞ്ഞോട്ട് അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വലിയ സെയിൽ ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ല. പിന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നമ്മൾ, അതായത് ഞാൻ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവസാനം എനിക്കൊരു ആവശ്യം വന്ന് ഞാനൊരു മെറ്റീരിയലിന് ചെന്നപ്പം, അതായത് ഒരു സാധാരണപ്പെട്ടവനായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു ഡിമാൻഡ് ആയിപ്പോയി. അതായത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ സാധനം തരാം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വന്നു. പല വിലയായിപ്പോയി. അപ്പൊ അതിനെ എനിക്ക് സാധാരണപ്പെട്ടവനും എങ്ങനെ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും, സാധാരണപ്പെട്ടവനും പർച്ചേസ് ചെയ്യാൻ പറ്റണം. അതായത് ഹോൾസെയിൽ എടുക്കുന്നവനൊരു വില, സാധാരണപ്പെട്ടവനൊരു വില. അത് ഈ സോളാർ മാർക്കറ്റ് നടക്കത്തില്ല എന്നുള്ളൊരു ലക്ഷ്യം ഉള്ള ഒരു കമ്പനിയാണ് ഞങ്ങളുടെ ഇലക്ട്രി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും ഈ സാധാരണപ്പെട്ട വിലയ്ക്ക് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അതിന്റെ ഒരു പാത്തിലാണ്. അപ്പൊ അതെന്തായാലും താമസിക്കാതെ തന്നെ അത് ഇത് ചെയ്യും. തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ പാനലുണ്ട്, ഞങ്ങൾ പാനൽ ഡീൽ ചെയ്യുന്നുണ്ട്. അത് ഒട്ടുമിക്ക എല്ലാവരുടെയും കിട്ടുന്ന പാനൽ സെയിം വില തന്നെ. അതിപ്പോ നിങ്ങൾക്ക് അതിനകത്തിലൊന്നും ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. പിന്നെ ഇൻവെർട്ടേഴ്സ് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അതിനകത്തിൽ എന്തെങ്കിലും വിലക്കുറവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. പിന്നെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പുറത്ത് കൊടുക്കുന്നില്ല. കാരണം 30,000 രൂപയ്ക്കും ഒരു കസ്റ്റമറിന് ഒരു 355-ന്റെ ഒരു പാനല്, ഒരു ഇൻവെർട്ടർ, 150 AH-ന്റെ ഒരു ബാറ്ററി, എനിക്ക് തോന്നുന്നില്ല ഒട്ടുമിക്ക ആർക്കും കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. 150 AH-ന്റെ ഒരു 5 വർഷം വാറന്റി ഉള്ള ഒരു ബാറ്ററിയും 380-ന്റെ പാനാസോണിക്കിന്റെ ഒരു പാനലും ഈ പറയുന്ന ഇതും വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആ പ്രോഡക്റ്റ് പുറത്ത് കൊടുക്കുന്നില്ല, നമ്മൾ സാധാരണപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നുള്ളത് സർവീസാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് കേരളത്തിൽ എവിടെ എഞ്ചിനീയറിംഗ് സർവീസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രോയിങ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡ്രോയിങ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈസനിങ്ങിനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് കമ്പനിയായിട്ട് സമീപിക്കാൻ നിങ്ങൾക്ക് സർവീസ് തീർച്ചയായിട്ടും കിട്ടും. ഇലക്ട്രിക്കൽ സർവീസാണ്, എഞ്ചിനീയറിംഗ് സർവീസുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കൂടുതലായിട്ട് പ്രോഡക്റ്റ്. ഞങ്ങൾ പ്രൊജക്ട് ബെനിച്ചേട്ടൻ പറഞ്ഞോട്ട് പിന്നെ ഈ BLDC സാധനം ഒരു 2.5 വർഷം മുമ്പ് ഈ ആറ്റംബർഗ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് ഇതിന് പോരാളികൾ വന്ന് ഞങ്ങളും ബെനിച്ചേട്ടൻ അന്ന് ഇതിനാണെങ്കിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്ന് ഇതിന്റെ കാരണം ഈ BLDC വരുമ്പോഴത്തേക്കിനും അതിനകത്തിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. അപ്പൊ ആ മാഗ്നറ്റിനകത്തിൽ ചെറിയൊരു മാഗ്നറ്റ് ഒരു അഡിസീവ് ഇട്ടാ ഒട്ടിക്കുന്നത്. ആ ഒരു അഡിസീവാ. അപ്പൊ ആ അഡിസീവ് ഹീറ്റ് ആകുമ്പോഴത്തേക്കിന് ഇതാവുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെ അത് ഇത് ചെയ്ത് നമുക്കത് മാർക്കറ്റിലുള്ള 2 ഫാനായിരുന്നു. ഒന്ന് സൂപ്പർ ഫാന്, ഒന്ന് BLDC. അപ്പൊ സൂപ്പർ ഫാനും ഒന്ന് ഈ പറഞ്ഞ ആറ്റംബർഗ്, ഇവർ രണ്ടുപേര്. പക്ഷെ ഇന്ന് ടെക്നോളജി ഏറ്റവും കൂടുതൽ നല്ല ടെക്നോളജി ഇന്ത്യയിൽ കൊടുക്കുന്ന ആറ്റംബർഗാണ്. അപ്പൊ ബെനിച്ചേട്ടൻ അത് എടുത്തെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു സന്തോഷമായി. കാരണം നമ്മുടെ അടുത്ത് തന്നെ ഇപ്പം നമുക്ക്, കാരണം എല്ലാവർക്കും ഇത് ഒരു എറണാകുളമൊക്കെയാണ് നമുക്കിവിടെ ഈ മധ്യകേരളത്തിലുള്ളത് ഡിസ്ട്രിബ്യൂട്ടർ. പിന്നെ മാവേലിക്കര ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ബെന്നിച്ചേട്ടൻ എടുത്തോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നല്ലൊരു കാര്യമാണ് ഈ പറഞ്ഞ കൊണ്ടുവന്ന് ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടാതെ ഇതേലെ ഒരു 4 ഫാൻ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും ഈ പറയുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ BLDC തന്നെ ഉപയോഗിക്കുക. അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ കമ്പനി ഇതാണ് ഇലക്ട്രി എന്ന് പറയുന്ന കമ്പനി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സർവീസിലും പ്രൊജക്റ്റിലുമാണ്. പിന്നെ ഇനി പ്രൊഡക്റ്റിലോട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ കൂടുതലായിട്ടുള്ളത്. ഞാനൊരു 10ാം ക്ലാസ്സുകാരനുണ്ട്. നമ്മൾ ഇലക്ട്രോണിക്സ് അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം, ഇലക്ട്രോണിക്സിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ പഠിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അരുണൊക്കെ അടിസ്ഥാനപരമായിട്ട് ബിടെക്കാരനാണ്. അപ്പോൾ രാഹുല് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബിടെക്കാരനാണ്. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പക്ഷേ എന്നോർത്ത് ഞാൻ എന്നെ കുറച്ച് കാണുന്നില്ല. നമുക്ക് ആ ഒരു ഡ്രീം ഉള്ള ആളാണ്. ഇത് ചെയ്യണം മാക്സിമം. ഇതിന്റെ ഈ എനർജി എത്രമാത്രം കാരണം നമുക്കിവിടെ കേരളത്തില് ഇതൊന്നും മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് വരില്ല. നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലെ ഹൈഡ്രോ പ്രൊജക്ട് ആകെ 18-16% ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എവിടെയെങ്കിലും കൽക്കരി കത്തിച്ചുണ്ടോ, ലിഗ്നൈറ്റ് കത്തിച്ചുണ്ടോ, നാഫ്ത കത്തിച്ചുണ്ടോ നമുക്കിവിടെ കിട്ടുന്ന വൈദ്യുതി. ഞാൻ 2-3 വർഷം മുമ്പ് ഒരു സ്കൂളിൽ ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തു. അതായത് ആ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളുടെയും ഈ BLDC ഫാൻ, അത് അന്ന് ഈ AC എന്ന് ഡയറക്റ്റ് കൊടുക്കണമല്ല, നമുക്ക് 24 വോൾട്ടിന്റെ BLDC ഫാൻ 56 ഫാൻ ഇട്ടു. അതിന് ഒരു 5 കിലോ വാട്ട് പാനലും കൊടുത്ത് ചെറിയൊരു ബാറ്ററി ബാങ്കും വെച്ച് കൊടുത്തു. അതിപ്പോഴും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് KSBന് 100% ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു 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 സ്കൂൾ കംപ്ലീറ്റ് ഈ BLDC ഫാനെ വർക്ക് ചെയ്യുന്നു. വാസ്തവത്തിൽ ഇവർക്ക് ഇത് അവിടുത്തെ ഒരു അച്ഛൻ അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛൻ അവിടെ ഇതിന്റെ കൂട്ടത്തിൽ രണ്ടും DC ട്യൂബ്ലൈറ്റ് കൊടുത്തു. ഈ ട്യൂബ്ലൈറ്റ് പോയതിന്റെ പേരിൽ എന്റെ അടുത്ത് വന്ന് അച്ഛൻ വഴക്ക് പറയും, നിങ്ങൾ എന്ത് സർവീസ് ഈ പൈസ എന്നിട്ട് ഈ സാധനം തിരിച്ചെടുത്ത് നോക്കണം പറഞ്ഞു. അച്ഛനോട് അച്ഛന്റെ കൂട്ടത്തിൽ വേറൊരു പാർട്ടിയും വന്നായിരുന്നു. ആ പാർട്ടിയാ പറഞ്ഞത് ഈ പൈസ എന്നിട്ട് തിരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇനി ഈ പുള്ളി വാ പൊളിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിനെ ഇവിടെ ഇറക്കി വിടും. കാരണം അത്രമാത്രം എന്റെ ആ വർക്ക് കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ പോയി. കാരണം ഒരു പഴയ ബിൽഡിംഗ് മൊത്തം കൺസീൽ ചെയ്ത്, കാരണം ഈ ഇത്രയും DC ലൈൻ വലിക്കണമെങ്കിൽ 6 mm വയർ വലിച്ച് ഈ 56 ഫാന് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു എഫേർട്ട് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവരുടെ ഇലക്ട്രിസിറ്റി 60,000 രൂപ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടുണ്ട് സ്കൂളിൽ. ഇപ്പൊ 6,000 7,000 രൂപ അടയ്ക്കുന്നത്. അത് ഒന്ന് അവിടെ 25 കിലോവാട്ടിന്റെ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു മൂല്യം പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് എവറി ഫ്ലോ അവരുടെ ഫാന് ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നു, അവർക്ക് ഗ്രിഡ് സിസ്റ്റം കൊടുത്തുകൊണ്ട് അവർക്ക് കറണ്ട് ബില്ല് ഫ്രീ ആണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ 2 ലൈറ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നിന്ന് വയലന്റായി. അപ്പൊ ഇത് നമുക്ക് പക്ഷെ ഇങ്ങനെയുള്ള തിരിച്ചറികളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും ഈ ബിസിനസിന്റെ ഒരു മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു എനിക്ക് കണ്ണൻ സാറിനോട് വളരെ റെസ്പെക്ട് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പലർക്കും ഞാൻ പല കാര്യങ്ങളും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരുണിൽ നിന്ന് പല കാര്യം പഠിച്ചു, രാഹുലിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചു, കണ്ണൻ സാറിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിനെ വളരെ ബഹുമാനത്തോടെ കാണുന്നത്. പ്രത്യേകിച്ച് അരുണിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിൽ വന്നപ്പോഴാണ് അരുണിനെ പരിചയപ്പെട്ട്. അരുണിന്റെ നിന്നും പോലും ഞാൻ ചില കാര്യങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഞാൻ ഈ ഒരു പ്രോഗ്രാം അതുകൊണ്ട് ഞാൻ വളരെ താല്പര്യത്തോടെ തന്നെ ഈ പ്രോഗ്രാമിൽ ഇപ്പോഴും നിൽക്കുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ DC ഫാനിന്റെ കാര്യം അതിന്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെ ചെയ്യും? DC റെഗുലേറ്റേഴ്സ് ഉണ്ടോ നമുക്ക്? എന്താ സാറേ കേട്ടില്ല? നമ്മളിപ്പോ DC ഫാനിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ DC ഫാനിന്റെ സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യും നമ്മളത്? അത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റേ റെഗുലേറ്റർ ഉള്ള ടൈപ്പ് ഉണ്ട്. നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. റിമോട്ട് കൺട്രോൾ ആണല്ലേ? അത് ഒന്നാമത്തെ സ്പീഡിലിട്ട് ഏറ്റവും സ്ലോ സ്പീഡിൽ കഴിഞ്ഞാൽ 3 വാട്ട് കറണ്ട് എടുക്കുള്ളൂ. രണ്ടാമത്തത് ഒരു 6 വാട്ട്, പിന്നെ ഒരു 12 വാട്ട്, 18 വാട്ട്, 27 വാട്ട്, അങ്ങനെയാണ് അത് പോകുന്നത്. സാർ അതിനകത്തെ നമുക്ക് DC-യും AC-യും അറ്റ് എ ടൈം കൊടുക്കാൻ പറ്റുമോ? DC-യും AC-യും കൊടുക്കാവുന്ന ഫാനും ഉണ്ട് എൻ്റെ അടുത്ത്. അതായത് നമുക്കൊരു AC ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു 12 വോൾട്ട് കറണ്ട് കൊടുത്ത് വർക്ക് ചെയ്യിക്കാവുന്ന രീതിയിലുള്ള ഫാൻ എൻ്റെ ഉണ്ട്. അതിലൊപ്പം തന്നെ നമുക്ക് അതിൽ AC-യും കൊടുക്കുകയും ചെയ്യാം. അതേതാ കമ്പനി ഏതാണത്? അത് ബ്രാൻഡ് ഇല്ലാത്ത ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ ഉപയോഗിക്കാൻ ഞാൻ എന്റെ ബ്രാൻഡിൽ കൊടുക്കുന്നു. പക്ഷേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്കത് അത്യാവശ്യം അതിന്റെ സർവീസ് കിട്ടുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം അതിൽ സ്പെയറുകൾ മാർക്കറ്റിൽ കിട്ടുന്ന മാർക്കറ്റിലല്ല, നമുക്ക് സ്പെയറുകൾ തരാൻ പറ്റുന്ന കമ്പനികളുടെ അടുത്ത് മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ. എപ്പോഴാണെങ്കിലും അതിന്റെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഇവിടെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. നമുക്ക് അങ്ങനെ നല്ലൊരു സർവീസ് സെന്ററും ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ പറ്റി. അരുണൊക്കെ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല വ്യക്തവും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു. ബെനിജന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വളരെ നന്നായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ അരുണൊക്കെ നല്ല തിരക്കുള്ള ആളാണ്. അരുണും ബെന്നിയും അനാവശ്യമായിട്ട് അവരെ ഫോണിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വോയിസ് കോള്, വാട്സപ്പിലെ വോയിസ് കോള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവർ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് സംസാരിക്കുക. ബെന്നി ഓൾറെഡി സാധനങ്ങൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബെന്നിക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. അരുണൊക്കെ പല പ്രോജക്റ്റിൽ നിൽക്കുന്നതായിരിക്കും. അവർക്ക് ഒത്തിരി വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന 100, 200, 500 കിലോ വാട്ടിന്റെ ഒക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന അവർ പലപ്പോഴും മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്ന് സഹകരിക്കുക. അടുത്ത ആഴ്ച നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചാർജ് കൺട്രോൾ ആണ്. നമുക്ക് അതേപോലെ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചാർജ് കൺട്രോൾ ആണ്. അത് നമുക്ക് കൂടുതൽ
ചർച്ച ചെയ്യാം. ഇപ്പൊ തന്നെ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഏതാണ്ട് ഫില്ലായി. 257 പേരെ ഉള്ളൂ വാട്സപ്പിൽ അലോ ചെയ്യുന്നത്. അത്രത്തോളം ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനിയും ആളുകൾ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇതിനു വേണ്ടി നമുക്ക് ചർച്ചയിൽ പങ്കെടുത്ത, നമുക്ക് നല്ല രീതിയിൽ ആൻസർ ഒക്കെ പറഞ്ഞ അരുൺ സാറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബെനിചേട്ടനും നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Thank you very much, sir. Thank you. Thank you very much. Thank you, sir. Thank you.